കറുത്ത കണ്ണട കണ്ടുവരും. JEE മെയിൻ റിവിഷൻ പ്രോഗ്രാമാണ്, അറിയാലോ അല്ലേ? കെമിസ്ട്രിയുടെ ഇന്നത്തെ സെക്ഷനിൽ കെമിക്കൽ കൈനറ്റിക്സ്, റെഡോക്സ് റിയാക്ഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് എൻവിറോൺമെൻറ്റൽ കെമിസ്ട്രി, ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള JEE മെയിനിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ, ന്യൂമറിക്കലാണ്. നിങ്ങൾക്കറിയാം കൈനറ്റിക്സ്, റെഡോക്സ് റിയാക്ഷൻസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അതിൻ്റെ കൂടെ എൻവിറോൺമെൻറ്റിൽ വെറുതെ അല്ലേ ഒരു 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 എന്താ പറയുക റിലാക്സാക്ഷൻ ഒരു ചാപ്റ്റർ കൂടെ വെച്ചതേ ഉള്ളൂ. ഇനിവേ നമുക്ക് ഈ ഒരു പ്രോഗ്രാം വിത്തിൻ ഷെഡ്യൂൾഡ് ടൈമിൽ നമുക്ക് ചേർക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് എൻ്റർ ചെയ്യാം. കെമിക്കൽ കൈനറ്റിക്സ്, റെഡോക്സ് റിയാക്ഷൻസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. എൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയുന്നത് ഈ 3 ചാപ്റ്ററും. ഇപ്പോൾ റിഡോക്സ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കൂടുതൽ കോംപ്ലക്സിറ്റി ഇല്ല. നമ്മെ സംബന്ധിച്ച് നമ്മൾ JEEക്കാരാണ്. നമ്മുടെ ഒരു ലെവൽ ഓഫ് അപ്രോച്ച് കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ്, മാത്സ് നമുക്ക് കൂടുതൽ മാത്തമാറ്റിക്കൽ ഒറിജിൻ ആയതുകൊണ്ട് നമുക്ക് കൂടുതലും കെമിസ്ട്രിയിൽ ഇനോർഗാനിക്കിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയല്ലേ പൊതുവേ? ഫിസിക്കൽ കെമിസ്ട്രി നമുക്ക് കൂടുതൽ ആക്സസിബിൾ ആണ്, ഈസിലി അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളൊരു ഫോർമാറ്റഡ് സ്റ്റുഡൻസ് ആണ്. JEE മെയിൻ അല്ലേ, JEE മെയിനാരല്ലേ? അപ്പോൾ മാത്തമാറ്റിക്കൽ നമ്മൾ സ്ട്രോങ് ബേസ് ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ JEE മെയിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എസ്പെഷ്യലി ഫിസിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണെങ്കിലും സ്ട്രോങ് മാത്തമാറ്റിക്സ് ആയിരിക്കും. അഡ്വാൻസ് ആണ് പിന്നെ പറയേണ്ടതില്ലല്ലോ. മാത്തമാറ്റിക്കലി സ്ട്രോങ് ബേസിസ് ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും മെയിൻ്റെ ക്വസ്റ്റ്യൻസ് ഫിസിക്കൽ ആണെങ്കിലും എന്താണ് തിയറി നോർമലി സിമ്പിളാണ് ഫിസിക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ലെവൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിവേ നമ്മുടെ ചാപ്റ്റർ NCERT ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ പഠിക്കുക. അതിലുള്ള കംപ്ലീറ്റ് ഇക്വേഷൻസും റിലേഷൻസും ഡാറ്റാസും നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തമാക്കണം. അപ്പോൾ ആ ഒരു ബേസിസിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. ചില ക്വസ്റ്റ്യൻ ലെക്കിൽ കിട്ടിയെന്നൊക്കെ വന്നേക്കാം. എസ്പെഷ്യലി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രത്യേകത, ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. കണക്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടുതൽ കണ്ടുവരാവുന്നൊരു എക്സാമിനേഷനാണ് JEE മെയിൻ. ഞാൻ പറയേണ്ടതില്ലല്ലോ കൂടുതൽ. ഓക്കെ, അതിൻ്റെ ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ 1, 2, 3 ചാപ്റ്റേഴ്സ് കണക്റ്റഡ് സിംഗിൾ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ 3 ചാപ്റ്ററും പഠിച്ചെടുക്കാൻ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു മെയിൻ്റെ ഒരു എന്താ പറയുക എൻട്രൻസിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായതുകൊണ്ട്. ബട്ട് എക്സാംസ് കുറേ നടക്കുന്നുണ്ട് JEE മെയിന്. ഇവിടെ എക്സാമിൽ കെമിസ്ട്രിയുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, എനിവേ നമുക്ക് ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ കൂടെ നിങ്ങൾക്ക് NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കയ്യിൽ കരുതാം. നിങ്ങളുടെ സ്റ്റഡി നോട്ട് ബുക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. റെഫറൻസ് ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ച ബുക്സോ നോട്ട്സോ ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കാം. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ ഏത് ഭാഗത്ത് നിന്നാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. NCERT ടെക്സ്റ്റ് റെഡി ആയിട്ടിരിക്കുക. കേട്ടല്ലോ? അഥവാ നമ്മൾ ഒരു ഇക്വേഷൻ ഇതിപ്പോൾ എവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് യെസ് ദിസ് ഈസ് ഇതാണ് ഇക്വേഷൻ അല്ലേ എന്നൊരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗം റെഫർ ചെയ്യാൻ കഴിയണം. പെട്ടെന്ന് സഡൻ ഓർ ക്വിക്ക് റെഫറൻസ് ആണ്. ഓക്കെ, ലൈവ് സ്ട്രീമിംഗ് ആണല്ലോ, അതുകൊണ്ട് സോ ബി കെയർഫുൾ. കേട്ടല്ലോ? സോ വെൽ സെറ്റപ്പ് ആയിട്ടിരിക്കണം. കേട്ടല്ലോ? ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് നൈട്രോജൻ ഈസ് നോട്ട് റെഡ്യൂസ്ഡ്? ഇറ്റ് സിംപ്ലി ക്വസ്റ്റ്യൻ ഫ്രം റിഡോക്സ് റിയാക്ഷൻസ് ആണ്. Based on oxidation and reduction concept ആണ്. In which of the following case the reaction is not nitrogen is not reduced എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നൈട്രോജൻ ഈസ് നോട്ട് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇതിൽ നൈട്രോജൻ റെഡ്യൂസ്ഡ് അല്ലാത്തത്, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത്തരം കേസിൽ നൈട്രോജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുള്ള കമ്പൗണ്ട്സിലെല്ലാം കണ്ടുപിടിക്കണം. ഇൻ NO2 what is the state of nitrogen? It is nitrogen is in +4 state and NO2 minus nitrogen is in +5 state. Here nitrogen is oxidized. The process is oxidation ആണ്. പ്രോസസ് എന്താണ്? ഓക്സിഡേഷൻ. പ്രോസസ് is oxidation. Now nitrate into nitrate into sorry here it is nitrite +5 അല്ല, it is +3 അങ്ങനെയല്ലേ വരിക, +3 അല്ലേ വരിക. ഓക്കെ +5 അല്ല, it is +3.
Yes, it is plus 3. So plus 4 into plus 3 എന്താണ്? It is not oxidation, it is reduction. Okay, now nitrate. In nitrate, nitrogen is in plus 5 state and in NO, nitrogen is in plus 2 state. Plus 5 to plus 2, it is again reduction. It's again reduction. Now nitrate, again nitrogen is in plus 5 state and ammonium ion. In ammonium ion, nitrogen state അറിയോ? It is minus 3. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് കണക്കിന് അറിയാത്ത ആരും ഇല്ലല്ലോ, അത് നമ്മൾ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അമോണിയം അയൺ എന്ന് പറയുമ്പോൾ നൈട്രജൻ്റെ കേസിൽ എക്സ് എന്ന് പറയും. ഫോർ ഹൈഡ്രജൻ ഇറ്റ് ഈസ് 4+ ആണ്, ഇസ് ഈക്വൽ ടു പ്ലസ് 1. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 minus 4 is equal to minus 3. So in ammonium ion, nitrogen is in minus 3 state. Okay. Now again option D നോക്കൂ. അപ്പോൾ ഇവിടെ എന്താ plus 5 to minus 3? It's again reduced ആണ്, reduction ആണ്. Now number option D നോക്കൂ. In ammonium ion, nitrogen is in minus 3 state. It is minus 3 state. And in nitrogen, it is 0 state. Yes, it is minus 3 to 0. Minus 3 to 0. It is increased oxidation. ശരിയല്ലേ? It is oxidation. So all other programs എന്താണ്? ബാക്കി എല്ലാ പ്രോഗ്രാംസ് ഓപ്ഷൻ എയും ബിയും സിയും എന്താണ്? Here where nitrogen is just reduced from higher state into lower state. But in option D, it is oxidized minus 3 to 0. Elemental state. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് ഇതിൻ്റെ എല്ലാം എന്ത് ചെയ്യണം? സ്റ്റേറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതിൻ്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നോർമൽ കേസ് നമ്മൾ ചെയ്യും, നമുക്കറിയാം. ബട്ട് ഇതുമായിട്ട് റിലേറ്റഡ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ട്? കുറേ സ്പെഷ്യൽ കോമ്പൗണ്ട്സ് കാണാം. നിങ്ങൾ ഓർത്തിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കാം. C3O2 കാർബൺ സബോക്സൈഡ്, Br3O8, Br3O8 ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. CrO5 അറിയാത്തതുകൊണ്ടെങ്കിൽ നോക്കി വെക്കണം കേട്ടോ. H2SO5, H2S2O8, Na2S4O6 തുടങ്ങി കുറേ സ്പെഷ്യൽ കോമ്പൗണ്ടുകളുണ്ട്. Fe3O4, Pb3O4, N3H അപ്പോൾ തുടങ്ങിയ സ്പെഷ്യൽ കേസസ് ആണ്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നില്ല, ഞാൻ സ്പെഷ്യൽ ടൈപ്സ് തന്നു എന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിളിൽ ഒരെണ്ണം ഞാൻ കാണിക്കാം. അബദ്ധം പറ്റും, ഈ ടൈപ്പ് കോമ്പൗണ്ട് നമ്മൾ നോക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും എന്നതിന് പ്രൂഫ് ഞാൻ തരാം. CrO5. ഓക്കെ, CrO5 നമ്മൾ നോർമൽ അപ്രോച്ച് എങ്ങനെയാണ്? ക്രോമിയം എക്സ് ആൻഡ് ഓക്സിജൻ -2 ഇൻറ്റു, അപ്പോൾ എക്സ് പ്ലസ് -2 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x - 10 ഇസ് ഈക്വൽ ടു 0 എന്നും x ഇസ് ഈക്വൽ പ്ലസ് 10 എന്നും കിട്ടും നമുക്ക്. ഇത് ശരിയാണോ? തെറ്റാ? ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. കാരണം ക്രോമിയത്തിന് ഹയസ്റ്റ് പോസിബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +6. അവിടെ എന്തല്ല +10 സ്റ്റേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് ക്രോമിയത്തിൻ്റെ സ്ട്രക്ചറിൽ എല്ലാം നോർമൽ ഓക്സൈഡ് അല്ല, സം ഓഫ് ദം ആർ പെറോക്സൈഡ്സ് ആണ്. അപ്പോൾ സ്ട്രക്ചർ എന്താണ്? ക്രോമിയത്തിന് നമ്മൾ സ്ട്രക്ചർ അറിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവരുടെ കേസ് നമുക്ക് സ്ട്രക്ചർ അറിഞ്ഞെങ്കിലേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ മുന്നേറ്റ് എന്ത് ചെയ്യണം? ഞാൻ എഴുതിയ സ്പെഷ്യൽ എക്സാമ്പിൾസിൻ്റെ എല്ലാം സ്ട്രക്ചർ നിങ്ങൾ റെഫറൻസ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. കേട്ടല്ലോ? ഇതാണ് CrO5യുടെ സ്ട്രക്ചർ. ഇത് പെറോക്സൈഡ് ലിങ്ക് ആണ്. ഇറ്റ് ഈസ് -1 -1. Here again -1 -1 and this one -2. So together -6. So chromium is in +6 state. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് റാൻഡം ഓർ റഫ് ബ്ലൈൻഡ് പ്രഡിക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അബദ്ധം പറ്റും. അപ്പോൾ ഇത്രയും സ്പെഷ്യൽ എക്സാമ്പിൾസ് 1 2 3 4 5 6 7 8 നമ്മൾ NCERT സെർച്ച് ചെയ്താൽ കിട്ടുന്ന എക്സാമ്പിൾ 1 2 3 4 5 then 6 ഇതൊക്കെ എന്താണ്? ഇതൊക്കെ NCERT എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒന്ന് നോക്കുക, കാണുക, പഠിച്ചോക്കണം കേട്ടോ. അപ്പോൾ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതിൽ വരുന്ന സ്പെഷ്യൽ കേസ് ഞാൻ ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 2. സ്റ്റേറ്റ് ബേസ്ഡ് ആണ്. A compound contain atoms X, Y and Z. The oxidation number of X is +2. X is in +2 state. Y is in +5 state. Z is in -2 state. The possible formula of the compound is. നമ്മൾ ബൈനറി കോമ്പൗണ്ട്സിൻ്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാം? ബൈനറി കോമ്പൗണ്ട്സ് നമ്മൾ നോർമലി ആ കാറ്റോൺ ഫോളോഡ് ബൈ ആനോൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ജസ്റ്റ് ക്രിസ് ക്രോസ് മെത്തേഡ് വഴി ഫോർമുല പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട് ഇല്ലേ? ഇത് ബൈനറി അല്ല, ഒന്നിൽ കൂടുതൽ എലിമെൻറ്റ്സ് ഉണ്ട്. അതിൽ X ഉണ്ട്, Y ഉണ്ട്, Z ഉണ്ട്. ഒരു കോമ്പൗണ്ട് തന്നെയാണ്, പോളി ആറ്റോമിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് നമുക്ക് അറിയേണ്ടത്. എനിവേ ഓവറോൾ മോളിക്യൂൾ മസ്റ്റ് ആയിട്ട് ന്യൂട്രൽ ആണല്ലോ. ദ നെറ്റ് ചാർജ് ഓഫ് കോമ്പൗണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സിനെയും വൈനെയും സെഡിനെയും ഏത് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്താലാണ് 0 ആവുക?
ഓവറോൾ വാല്യൂ 0 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫോർമാറ്റ് കിട്ടിയിട്ടും കാര്യമില്ല. നമുക്ക് വേണ്ട എന്താണ്, ഈ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ ഏത് കറക്റ്റ് കൊടുത്താൽ പോരെ, ചെക്ക് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസ് ട്രൈ ചെയ്യണം. ഇതുപോലത്തെ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ഞാൻ പറയുന്നത്. നമ്മളിവിടെ 3 ആളുടെയും സ്റ്റേറ്റ് വെച്ചിട്ട് ഫോർമുല പ്രൊഡിക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ടതൊന്നുമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ നമ്മൾ ഈ തന്നിട്ടുള്ള ഫോർമാറ്റിൽ ഏതാണ് മോർ ഫിറ്റ് ആവുക എന്ന് ചെക്ക് ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് പോസിറ്റീവാണ്, വൈ പോസിറ്റീവാണ്, സെഡ് മൈനസിലുള്ള -2 ഓക്കെ. 2 എലമെൻറ്റ് പോസിറ്റീവിലും ഒരെണ്ണം മൈനസിലല്ലേ ഉള്ളത്. അപ്പം നോർമലി ന്യൂട്രൽ ആവുന്നത് നമ്മുടെ മാത്തമെറ്റിക്കൽ ലോജിക്ക് വെച്ച് നോക്ക്. അവിടെ മൈനസിലുള്ള ആൾ ഒരാളേ ഉള്ളൂ, സെഡ് മാത്രം. ആളുടെ സ്റ്റേറ്റ് -2 ആണേനും. അതേസമയം എക്സും വൈയും പോസിറ്റീവ് സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ നോർമലി നമ്മുടെ ഫസ്റ്റ് ലോജിക്കിൽ തൊട്ട് പോകേണ്ടത് ഏത് കോമ്പൗണ്ടിലാണ് സെഡ് മാക്സിമം നമ്പർ ഉള്ളത് എന്നുള്ളതാണ്. കാരണം എന്താണ്, ഒരാൾ ഒറ്റയ്ക്ക് വേണം 2 കാറ്റോൺ, അതും അതിലേറെ പോസിറ്റീവ് ചാർജ് കൂടിയ കാറ്റോൺസിനെ വാല്യൂസ് ന്യൂട്രലൈസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ സെഡിന് ഏറ്റവും കൂടുതലുള്ള കോമ്പൗണ്ട് ആദ്യം സെലക്ട് ചെയ്യുക, അത് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു വ്യൂവിൽ നമുക്ക് പറയാം ഓപ്ഷൻ സി ആണ് സെഡ് കൂടുതൽ കാണുന്ന കോമ്പൗണ്ട്. 2 × 4 8 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തുണ്ട്, എക്സ് വൈ ആൻഡ് സെഡ്. എക്സ് എത്ര ഉണ്ട്, 3 നമ്പർ ഉണ്ട്. വൈ എത്ര ഉണ്ട്, 2 നമ്പർ ഉണ്ട്. സെഡ് എത്ര ഉണ്ട്, 8 നമ്പർ ഉണ്ട്. ഓക്കെ. എക്സ് ഈസ് ഇൻ +2 സ്റ്റേറ്റാ, വൈയോ +5 സ്റ്റേറ്റാ, സെഡോ -2 സ്റ്റേറ്റാ. അപ്പോൾ അവരുടെ നെറ്റ് ചാർജ് കൂട്ടി നോക്കും. എക്സ് 3 × +2 +6 ആണ്, വൈ 2 × +5 +10 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായി, ഇറ്റ് ഈസ് +16 ആയിട്ടുണ്ട്. നോ ആനിയോൺ സെഡ് -2ലാണ് ഉള്ളത്. 8 ആളില്ലേ, സോ 8 × -2 ഇറ്റ് ഈസ് -16. യെസ്, +16 ആൻഡ് -16, ഓവർ വാല്യൂ 0. ഓക്കെ. എന്തായാലും നമ്മൾ 1-2 എക്സാമ്പിൾ ചെയ്താൽ അത്ര ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് ഫലിപ്പിക്കാനാണ് ടൈം എടുക്കുന്നത്. ഒരു ലോജിക്ക് നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലോജിക്ക് വെച്ചിട്ട് അപ്രോച്ച് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇവിടെ എന്താ ഇത്രയും കേസസ് നമ്മൾ എന്ത് ചെയ്യുക, പലപ്പോഴും നമ്മളൊരു നാച്ചുറൽ ട്രഡീഷണൽ വേ ഉണ്ടാവും, അത് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ പോകേണ്ടി വരും. അതേസമയം നമ്മുടെ മുന്നിൽ ആകെ 4 ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ ഓക്കെ, അതിൽ മോർ ദാൻ 1 ആൻസർ ടൈപ്പ് അല്ല, സിംഗിൾ ആൻസർ ടൈപ്പ് ആണെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രയൽ ആൻഡ് എറർ ജസ്റ്റ് 1 സെലക്ട് ചെയ്യാം. അത് ആദ്യം ഏത് സെലക്ട് ചെയ്യണം, അവിടെ നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്തു പ്രൊഡിക്റ്റ് ചെയ്യാം. ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്താലും മതി. കേട്ടല്ലോ. അപ്പോൾ ഇതാണ് 2 ക്വസ്റ്റ്യന് ഫ്രം റിഡോക്സ് റിയാക്ഷൻസ് ഉള്ളത്. നൗ അനദർ ക്വസ്റ്റ്യൻ ദറ്റ്സ് ഫ്രം ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രി ഒരു ചാപ്റ്റർ, വലിയ ചാപ്റ്ററാണ്. ആക്ച്വലി ബേസിസ് ഓഫ് വെരി ന്യൂമറസ് ചാപ്റ്റേഴ്സ് ആണ് അല്ലേ. നമ്മുടെ എസ് ബ്ലോക്കിൽ ഇലക്ട്രോ കെമിക്കൽ ആപ്ലിക്കേഷൻ വരുന്നില്ലേ, ഇലക്ട്രോളൈസ് ഓഫ് NaCl ഒരു പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് H2 ഗ്യാസ്. ആ H2യുടെ പ്രിപ്പറേഷൻ ആയിട്ട് ഹൈഡ്രോജനിലുണ്ട്. പി ബ്ലോക്കിൽ അലുമിനയുടെ ഇലക്ട്രോളൈസിസ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എസ് ബ്ലോക്കിലുണ്ട്, പി ബ്ലോക്കിലുണ്ട്, മെറ്റലർജിയിലുണ്ട്, ഹൈഡ്രോജനിലുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി റിഡോക്സിൻ്റെ ലാസ്റ്റ് പാർട്ടിലുണ്ട്. അപ്പോൾ ഒരുപാട് ചാപ്റ്റർ നമുക്ക് ഇലക്ട്രോ കെമിക്കൽസിൻ്റെ, ഇലക്ട്രോളൈസിസിൻ്റെ, ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പാഠം ചാപ്റ്റർ സ്ട്രോങ് ആക്കണം. എന്ത് പ്രശ്നം എന്ന് ഞാൻ പറയട്ടെ, ഇതിൻ്റെ തിയറിറ്റിക്കൽ ഡാറ്റ ബേസിക് നമുക്ക് ഈ ചാപ്റ്റർ മേക്കപ്പ് ചെയ്യാമെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് വേറെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഈ തിയറി കൊണ്ടുപോയിട്ട് നമ്മളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ അതാണെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു തിയറി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നമ്മോട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇത് സ്ട്രോങ് ആണ്, അത് സ്ട്രോങ് ആണെങ്കിലല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, എസ്പെഷ്യലി നേൺസ്റ്റ് ഇക്വേഷനും അതിൻ്റെ യൂസേജും ഫോർമാറ്റും, പിന്നെ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളൈസ് എന്ന ടോപ്പിക്കും, പിന്നെ കണ്ടക്റ്റൻസിൻ്റെ ഭാഗം, ആ കണ്ടക്റ്റൻസിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ലാസ്റ്റ് ആ സെൽസിൽ കുറച്ച് പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററി, കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് വായിച്ച് നോക്കാം. മെറ്റൽ ഇൻ സോളിഡ് സ്റ്റേറ്റ് M2+ aqueous 0.1 molar, then salt bridge OH minus 0.01 molar, then metal hydroxide. If ECL is equal to 0.55 volt, ECL is equal to 0.55 volt, then approximate value of E0 cell into 10. E0 cell into 10. ഇവിടെ നമുക്ക് E0 cell into 10ൻ്റെ വാല്യൂ കണ്ട്, അഥവാ E0 cell കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ബൈ 10 എത്രയാണോ അതാണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ നോർമലി ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS നമ്മൾ നോർമലി ആനോഡായിട്ടല്ലേ മാർക്ക് ചെയ്യുക, ആൻഡ് RHS എന്താണ് നോർമലി ഇറ്റ് ഈസ് കാഥോഡായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്ക് നോക്കാം. ആനോഡ്
ഇവിടെ ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? മെറ്റൽ ഉണ്ട്, മെറ്റലിൻ്റെ അയോൺ ഉണ്ട്. What is anode? The electrode at which oxidation taking place. ശരിയല്ലേ? So metal undergoes oxidation. So metal gives M2++ 2 electron. Here metal solid state ആണ്, ion aqueous state ആണ്. അതാണ് ആനോഡിലെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി കാഥോഡ് ആണെങ്കിലും കാഥോഡ് അറ്റ് കാഥോഡ്, വാട്ട് ഇസ് കാഥോഡ്? ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് റിഡക്ഷൻ ടേക്കിംഗ് പ്ലേസ്. ഇവിടെ നമുക്കുള്ളത് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉണ്ട്, OH- ഉണ്ട്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള സ്പീഷീസ് വെച്ചിട്ട് നമ്മുടെ ഒരു നോർമലി ആലോചിക്കുക, മെറ്റൽ OH- ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. OH- ഓക്സിഡേഷൻ റിഡക്ഷൻ ഒന്നും നടന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ ആർക്കാ റിഡക്ഷൻ നടന്നിട്ടുണ്ടാവുക? അപ്പോൾ അവിടെ ആർക്കാ റിഡക്ഷൻ നടന്നിട്ടുണ്ടാവുക? അവിടെ നമ്മൾ റിഡക്ഷനായിട്ട് ആരെ പറയേണ്ടത്? OH- പിന്നെ ആയിരിക്കണം മെറ്റൽ ഹൈഡ്രോക്സൈഡിനകത്തെ മെറ്റലിന് റിഡക്ഷൻ നടന്നിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റിയാക്ഷൻ എങ്ങനെ എഴുതും? മെറ്റൽ ഹൈഡ്രോക്സൈഡ്, കാരണം ഇവിടെ റിഡക്ഷൻ മാൻഡേറ്ററിയാണ്. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തു +2 ഇലക്ട്രോൺ ഗിവിങ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് സോളിഡ് ആണ്, അതിനകത്ത് M2+ അയോണും OH- അയോൺസും ഉണ്ട്. ആ M2+ അയോൺ +2 ഇലക്ട്രോൺ ഗീവ്സ് മെറ്റൽ സോളിഡ്, മെറ്റൽ ഡെപ്പോസിറ്റീവും +2 OH-. അപ്പോൾ നമുക്ക് ആനോഡിൽ റിയാക്ഷനായി, കാഥോഡിൽ റിയാക്ഷനായി. ഇത് രണ്ടൊന്ന് ക്ലബ് ചെയ്തിട്ട് ഓവറാൾ സെൽ റിയാക്ഷൻ പറ. ഓവറാൾ റിയാക്ഷൻ പറഞ്ഞോളൂ. ഇലക്ട്രോണിൻ്റെ നമ്പർ 2 ഹാഫിൽ ഈക്വൽ അല്ലേ? ഇലക്ട്രോൺ നമ്പർ 2 ഹാഫിൽ ഈക്വൽ അല്ലേ? ആ ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരിക? ഓക്കെ, ബാക്കി എന്താ വരിക? ഇവിടെ മെറ്റൽ സോളിഡും ഇവിടെ ഇതും ക്യാൻസൽ ചെയ്യാമല്ലോ. നമുക്ക് പറ്റാവുന്ന അത്രയും ക്യാൻസൽ ചെയ്യാം. ഈ സോളിഡ് റിയാക്റ്റൻ്റ് ആണ്, മെറ്റൽ സോളിഡ് പ്രൊഡക്റ്റ് ആണ്, ക്യാൻസൽ ചെയ്യാം. ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത് നോക്ക്. റിയാക്ടൻ സൈഡിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഗിവിങ് ദ ഫോം ചെയ്യുക M2+ aqueous ions +2 OH- aqueous ions. അതാണ് ആനോഡിൽ M2+ അയോണും കാഥോഡിൽ OH- അയോൺസും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്ന ഓവറോൾ നമുക്കൊന്നും കാണാനുണ്ടാവില്ലേ? ആർക്കും ഓക്സിഡേഷൻ ഇവിടെ ആർക്കും ഒന്നും നടന്നില്ലല്ലോ നമുക്ക് തോന്നിയേക്കാം. ആക്ച്വലി M2+ൻ്റെ റിഡക്ഷൻ കാഥോഡിലും എമ്മിൻ്റെ ഓക്സിഡേഷൻ ആനോഡിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നൗ ക്വസ്റ്റ്യൻ എന്താണ്? ഈ സെല്ല് ഗിവൺ ഫോർ ദിസ് റിയാക്ഷൻ, ഈ സെല്ല് ഈസ് ഗിവൺ. ഈ സെല്ല് ഗിവൺ ആണ്. എന്ത് കണ്ടുപിടിക്കണ്ടേ? ഈ സീറോ സെല്ല് കാണണം. റൈറ്റിംഗ് ദ നേഴ്സ് ഇക്വേഷൻ ഫോർ ദിസ് എന്ത് കിട്ടും നമുക്ക്? ഈ സെല്ല് ഇസ് ഈക്വൽ ടു ഈ സീറോ സെല്ല് മൈനസ് നമ്മുടെ ടെമ്പറേച്ചർ എത്ര സ്പെസിഫിക്കലി ആ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നമുക്ക് എടുക്കുന്ന ടെമ്പറേച്ചർ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 298 Kelvin. അങ്ങനെയെങ്കിൽ ഇറ്റ് ഈസ് 0.0591 ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർഡ് ഇറ്റ് ഈസ് 2/2 ലോഗ്. ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ ആരൊക്കെയുള്ള കോൺസെൻട്രേഷൻ ഓഫ് M2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- സ്ക്വയർ. ശരിയല്ലേ? M2+ ഇൻറ്റു OH- അയോൺ സ്ക്വയർ കോൺസെൻട്രേഷൻ. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സീറോ സെല്ല് കിട്ടില്ലേ? സോ ഹിയർ ഈ സീറോ സെല്ല് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഈ സീറോ സെല്ല് ഈസ് ഈക്വൽ ടു 0.55 ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഈ സെല്ലിൻ്റെ വാല്യൂ തന്നിട്ടില്ല, 0.55 ആണ്. അപ്പോൾ 0.55 പ്ലസ് ഈ വാല്യൂ ഇങ്ങോട്ട് ആഡ് ചെയ്താൽ പോരെ? ഈ ടേം ഇങ്ങോട്ട് ആഡ് ചെയ്താൽ പോരെ? മതിയാവില്ലേ? ഈ പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെല്ലിലേക്ക് കൊണ്ട് ആഡ് ചെയ്താൽ ഈ സീറോ സെല്ല് ഈ സെല്ല് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് നമുക്ക് എന്ത് ചെയ്താം? 0.0591/2 ഇൻറ്റു ലോഗ്. നൗ കോൺസെൻട്രേഷൻ ഓഫ് ആരൊക്കെയുണ്ട്? M2+ ഇൻറ്റു OH- സ്ക്വയർ. സോ വാല്യൂസ് പറഞ്ഞോളൂ. 0.55 പ്ലസ് 0.0591/2 ഇൻറ്റു ലോഗ്. What is M2+ ion concentration? It is 0.1 and OH 0.01 ആണ്. അപ്പോൾ എന്താ പറയുക? ഇറ്റ് ഈസ് 0.1 ഇൻറ്റു 0.01ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ 10⁻⁻5 എന്ന് വരും. 0.01 സ്ക്വയർ 10⁻⁻4. ദാറ്റ് ഈസ് 0.1 10⁻⁻5. അപ്പോൾ ലോഗ് 10⁻⁻5 എന്ത് വരിക? ലോഗ് 10⁻⁻5 ഇറ്റ് ഈസ് 5 എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് -5 അല്ലേ? ലോഗ് 10⁻⁻5 ഇസ് ഈക്വൽ ടു -5. അപ്പോൾ ആ മൈനസ് ഇതിനെ മൈനസ് ആക്കും അല്ലേ? അപ്പോൾ 0.55 മൈനസ് 0.059 നമ്മൾ 0.06 അല്ലേ? ഇത് 2 ഇറ്റ് ഈസ് 0.03.
അപ്പോൾ 0.03 into 5. So it is 0.55 minus 0.15 is equal to 0.4. അപ്പോൾ ഈസ്രോ സെൽ ഈസ് ഈക്വൽ ടു 0.4 എന്ന് കിട്ടി. നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ഫോർമാറ്റ് നോക്ക്, ഈസ്രോ സെൽ ഇൻറ്റു 10 എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈസ്രോ സെൽ നമുക്ക് എത്ര കിട്ടിയേ, ഈസ്രോ സെൽ ഈസ് ഈക്വൽ ടു 4 കിട്ടിയില്ലേ, 0.4 കിട്ടിയില്ലേ. സോ ദാറ്റ് ഇൻറ്റു 10 കൊടുത്താൽ ഇറ്റ് ഈസ് 4. സോ ദി ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഇതാ വരിക, ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ? നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ആ സ്റ്റെപ്സ് ചെയ്ത് ക്ലിയർ ആണല്ലോ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. At 298 Kelvin, the specific conductance of a saturated AgCl solution is, specific conductance given ആണ് 3.41 into 10 raised to minus 6 ohm inverse centimeter inverse. Specific conductance നമ്മൾ നോർമലി K അല്ലേ യൂസ് ചെയ്യുക. K it is equal to എത്രയാ, 3.41 into 10 raised to minus 6. 3.41 into 10 raised to minus 6 ohm inverse centimeter inverse അല്ലേ? ശരി. നൗ സാച്ചുറേറ്റഡ് AgCl സൊല്യൂഷൻ ആണ്. AgClൻ്റെ സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നൗ and that of water used is, the specific conductance of AgCl ആണ് ഈ തന്നിട്ടുള്ളത്. Similarly, specific conductance of H2O is given. It is 1.6 into 10 raised to minus 6 ohm inverse centimeter inverse. അപ്പോൾ രണ്ടാളുടെ, അപ്പോൾ സാച്ചുറേറ്റഡ് സോൾട്ട് സൊല്യൂഷനിൽ ആരൊക്കെയുണ്ട്, AgCl ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഉണ്ട്. രണ്ടാളില്ലേ, സോൾട്ട് പ്ലസ് വാട്ടർ. അപ്പോൾ അതിൽ വാട്ടർ നമുക്കറിയാം വീക്ക് ഇലക്ട്രോളൈറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് എമൗണ്ട് H+ OH- ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടും കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ AgCl എന്താണ്, ഒരു സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ടാണ്. അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിലും എന്താണ്, അതിനോട് ഡിസോൾവ് ചെയ്യപ്പെട്ട എമൗണ്ട് വളരെ കുറച്ചായിരിക്കും. വൈ? ഇറ്റ് ഈസ് സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ട്. Solubility is less than 0.01 molar. That is from chapter number 7, equilibrium +1. Sparingly soluble salt, only very small amount dissolved. അപ്പോൾ അങ്ങനെയെങ്കിൽ 1.6 into 10 raised to minus 6 ആണ് specific conductance of water, and that of AgCl is 3.41 into 10 raised to minus 6 ohm inverse centimeter inverse. ഇനി equivalent conductance of saturated solution of AgCl സൊല്യൂഷൻ്റെ ഇക്വാലൻ്റ് കണ്ടക്ടൻസ് തന്നിട്ടുണ്ട്. It is 138.3. Okay, equivalent conductance of a lambda equivalent of AgCl value 3 is equal to 138.3 ohm inverse centimeter square per equivalent. Okay, this solubility product KSP of AgCl. AgCl ന്റെ KSP ആണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടുപിടിക്കേണ്ട എന്താണ്, ഈ സാൾട്ട് സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷനകത്തുള്ള AgCl ന്റെ KSP കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ എന്താ തന്നത്, ഇക്വലൻ്റ് കണ്ടക്ടൻസും സ്പെസിഫിക് കണ്ടക്ടൻസ് തന്നിട്ടുണ്ട്. ഇനി എന്ത് കാണണം, KSP കാണണം എന്നാണ്. അപ്പോൾ ഇവിടെ 2 ചാപ്റ്റർ കണക്ട് ആയിട്ടുണ്ട്. ഒന്ന് ഇക്വിലിബ്രിയമാണ്, ഒന്ന് ഇലക്ട്രോകെമിസ്ട്രിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം KSP എന്താണ്, അയാൾക്ക് ഇയാളുമായിട്ട് എന്താണ് ബന്ധം എന്നറിയണ്ടേ. അതിന് AgCl ന്റെ സോളിഡ് സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുക. അപ്പോൾ അതിനകത്ത് Ag+ ഉണ്ടാവും, Cl- ഉണ്ടാവും, aqueous. അപ്പോൾ നമ്മൾ AgCl ന്റെ സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ, ഇത് സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡിസോൾവ് ചെയ്യാവുന്ന മാക്സിമം ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള സൊല്യൂഷനാണ്. AgCl ഡിസോൾവ് ചെയ്യാവുന്ന മാക്സിമം ലിമിറ്റ് എത്രയാണോ അത്രയും ഡിസോൾവ്ഡ് സൊല്യൂഷൻ്റെ സ്റ്റേറ്റിൻ്റെ പേരാണെന്ത്, അസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? ആൻഡ് അഗെയിൻ the amount dissolved is called solubility. Why? That's the maximum limit. അപ്പോൾ അങ്ങനെയെങ്കിൽ the amount of solute dissolved in a saturated solution is called solubility. Why? It is the maximum limit, and so the solution is called saturated solution. അപ്പോൾ എന്താ solubility? The amount of solute present in a saturated solution. അപ്പോൾ ഇവിടെ സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷനിലാണ് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ചെയ്യാവുന്ന മാക്സിമം ഡിസോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ AgCl എമൗണ്ട് ഡിസോൾവ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എമൗണ്ട്
എമൗണ്ട് ഓഫ് അയോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഡിസോൾവ് എന്ന് പറയാം. എമൗണ്ട് ഡിസോൾവ്ഡ്. കാരണം സോൾട്ടുകളെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റാണ്, സോൾട്ട് എല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് ഡിസോൾഡ് എമൗണ്ട് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോൾഡ് എമൗണ്ട് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഡിസോസിയേഷൻ വഴി അയോൺസ് ഉണ്ടാവുക. ഈ ഡിസോസിയേഷൻ ആർക്ക് നടക്കുക, ഡിസോൾഡ് പാർട്ട്. ഡിസോൾഡ് എത്രയാ, അത് സോളിബിലിറ്റി ആയിരിക്കും. S4 സോളിബിലിറ്റി, എസ് മോളാർ. അപ്പോൾ എസ് മോളാർ സാൾട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എസ് മോള് സാൾട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ പേര് എസ് മോളാർ സാൾട്ട് സൊല്യൂഷനാണ്. അതിനകത്ത് എസ് മോള് Ag+ ഉണ്ടാവും, എസ് മോള് Cl- ഉണ്ടാവും. ശരിയല്ലേ? വൈ 1 mol AgCl on dissolution gives 1 mol Ag+ and 1 mol Cl-. അപ്പോൾ എത്ര മോള് AgCl ഡിസോൾവ് ചെയ്യുന്നുണ്ടോ അത്ര മോള് Ag+ ഉണ്ടാവും, അത്ര തന്നെ Cl- ഉണ്ടാവും. Since the solution is saturated salt solution, the amount dissolved is maximum. The maximum limit is called solubility. So amount dissociated എത്രയാ is equal to amount dissolved is equal to എന്താണ്, solubility. What is solubility? The concentration of saturated salt solution. അപ്പോൾ നമുക്ക് ഇവിടെ KSP കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു Cl- ആണ് ഫ്രം ഇക്വിലിബ്രിയം is equal to S into S is equal to S² എന്ന് പറയാം. Why? The amount dissolved is S ആണെങ്കിൽ if S mol AgCl is dissolved, S mol Ag+ is there, S mol Cl- is there. അപ്പോൾ KSP എന്താ, S into S S². ഇനി what is S? The amount dissolved in the saturated salt solution. It is the solubility. It is the maximum amount. So what is S? The molarity of saturated solution. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, അപ്പോൾ AgClന്റെ സോളിബിലിറ്റി വേണം എന്ന് പറഞ്ഞാൽ AgCl സോൾട്ടിൻ്റെ സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ്റെ മൊളാരിറ്റി വേണം. അതല്ലേ വേണ്ടത്. അപ്പോൾ നമുക്കിനി മോളാർ ഇക്വലൻ്റ് കണ്ടക്ടൻസും സ്പെസിഫിക് കണ്ടക്ടൻസും വെച്ചിട്ട് ഈ AgCl എന്ന സാൾട്ട് സൊല്യൂഷൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. ഹാപ്പി ആയില്ലേ? ആ മൊളാരിറ്റി ഇവിടെ കൊടുത്താൽ പോരെ, അതല്ലേ എസ്. വാട്ട് ഈസ് എസ്? ഇസ് ദ മൊളാരിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് AgCl. മെത്തേഡ് മനസ്സിലായോ? കണക്ഷൻ കിട്ടിയോ? ഓക്കെ. KSP വേണം, നമുക്ക് എന്ത് വേണം, സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ്റെ സൊല്യൂട്ടിവ് വേണം. അതെന്താണ്, മൊളാരിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഇക്വലൻസിലാണ് തന്നില്ലേ, അത് കുഴപ്പമൊന്നുമില്ല. AgCl 1:1 ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് മോണോവാലൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അയാളുടെ നോർമാലിറ്റി മൊളാരിറ്റി എന്ത് തന്നെയാണ്, ഈക്വലാ. അപ്പോൾ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ എസ് മോൾ പെർ ലിറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ എസ് ഇക്വലൻ്റ് പെർ ലിറ്റർ എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. Ag+ൻ്റെ കേസിൽ, AgClൻ്റെ കേസിൽ അവിടെ നോർമാലിറ്റി എന്ന് പറഞ്ഞാലും മൊളാരിറ്റി രണ്ടാൾക്കും സെയിം തന്നെയാണ് ഫോർ AgCl. അപ്പോൾ നോർമാലിറ്റി കണ്ടാലും മതി. അപ്പോൾ നമുക്കിനി വേണ്ടത് AgClൻ്റെ മോളാർ കണ്ടക്ടൻസ് നമുക്ക് തന്നിട്ടുണ്ട്, വാട്ടറിൻ്റെ തന്നിട്ടുണ്ട്. AgClൻ്റെ സ്പെസിഫിക് കണ്ടക്ടൻസ് AgClൻ്റേതല്ലല്ലോ, അല്ല. അതാരതാണ്, ആ സൊല്യൂഷൻ്റെ ഏതാട്ടോ. സ്പെസിഫിക് കണ്ടക്ടൻസ് ആരതാണ്, സൊല്യൂഷൻ്റെതാ. സൊല്യൂഷനിൽ ആരുണ്ട്, AgClൻ്റെ അയോൺസ് ഉണ്ട്, വാട്ടറിൻ്റെ അയോണും ഉണ്ട്. ആൻഡ് അഗെയിൻ വി നോ equivalent conductance is equal to specific conductance into 1000 by normality. അവിടെ ലാംഡ ഇക്വലൻ്റ് കണ്ടക്ടൻസ് ഓഫ് AgCl അല്ലേ. അപ്പോൾ എന്ത് കൊണ്ടുവരും, സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് AgCl കണ്ടുവരും. സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് സൊല്യൂഷനാണ് 3.41 × 10⁻⁶. വാട്ടറിൻ്റെ ഏതോ 1.6 × 10⁻⁶. അപ്പോൾ സൊല്യൂഷൻ്റെ സ്പെസിഫിക് കണ്ടക്ടൻസിൽ നിന്ന്, സ്പെസിഫിക് കണ്ടക്ടൻസ് എന്താ, ദ കണ്ടക്ടൻസ് ഓഫ് യൂണിറ്റ് വോള്യൂം ഓഫ് ഇലക്ട്രോലൈറ്റ്. ആ യൂണിറ്റ് വോള്യൂം ഓഫ് ഇലക്ട്രോലൈറ്റിനകത്ത് ആരുണ്ടാവും, അയോൺസ് ഉണ്ടാവും, അവരാണല്ലോ കണ്ടക്ട് ചെയ്യുക. അത് AgCl നിന്നുള്ള Ag+ഉം Cl- ഉണ്ടാവും, വാട്ടറിൽ നിന്നുള്ള H+ഉം OH- ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവില്ലേ, ഇല്ലേ? അപ്പോൾ ടോട്ടൽ Ag+ൻ്റെ Cl- H+ൻ്റെ OH കൂടെ കണ്ടക്ടൻസ് ആണ് എന്ത്, 3.41 × 10⁻⁶ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടറിൻ്റെ കണ്ടക്ഷൻ കുറയ്ക്കുക. അപ്പോൾ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് AgCl എന്ന് പറഞ്ഞാൽ എത്ര വരിക, സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് സൊല്യൂഷൻ മൈനസ് സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു എത്ര വരിക, 3.41
ഇൻറ്റു 10⁻⁻6 മൈനസ് 1.6 ഇൻറ്റു 10⁻⁻6. ഇതാണ് AG സെല്ലിൻ്റെ സ്പെസിഫിക് കണ്ടക്ടൻസ്. ഇതാണ് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം. അപ്പോൾ ലാംഡ ഇക്വലൻസ് ഇസ് ഈക്വൽ ടു 3.41 മൈനസ് 1.6 ഇൻറ്റു 10⁻6 കോമൺ ആയിക്കൂടെ, ഡിവൈഡ് ബൈ ഇൻറ്റു 1000 അല്ലേ, 10⁻3 ഡിവൈഡ് ബൈ വാട്ട് ഇസ് നോർമാലിറ്റി, അത് കണ്ടുപിടിക്കണം. അപ്പോൾ നോർമാലിറ്റി ഈക്വൽ ടു ഇവിടെ ലാംഡ ഇക്വലൻസ് കൊടുത്താൽ പോരെ, 138.3. ശരിയായോ? അപ്പോൾ ഇത് നോർമാലിറ്റി കണ്ടുപിടിക്കുക. സോ വിൽ ഗെറ്റ് നോർമാലിറ്റി ഇസ് ഈക്വൽ ടു, നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ, 1.3 ഇൻറ്റു 10⁻⁻5 നോർമൽ എന്ന് വരും. ഓർ അഗെയിൻ ഇറ്റ് ഈസ് മോളാർ. ഇതാണ് സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ. ദ നോർമാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ, ദ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു 1.3 ഇൻറ്റു 10⁻⁵. ഓക്കെ, നൗ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KSP കാൽക്കുലേറ്റ് ചെയ്യാം. What is KSP is equal to S square. What is S? It is 1.3 into 10⁻⁵. അതിൻ്റെ സ്ക്വയർ കൊടുക്കണ്ടേ? 1.3യുടെ സ്ക്വയർ 1.69 ആണല്ലേ വരിക. ആയിക്കോട്ടെ, 1.69 ആണെങ്കിൽ 1.69 ഇൻറ്റു 10⁻⁻10 എന്ന് വരും. ഓർ 1.7 ഇൻറ്റു 10⁻⁻10. അതാണ് KSPയുടെ വാല്യൂ, മോളാർ സ്ക്വയർ. ഇവിടെ കിട്ടിയോ? അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇക്വിലിബ്രിയം ഡാറ്റയുടെ ഹയർ തോട്ട് എന്ന് തന്നെ പറയാം. ആ KSP സാച്ചുറേഷൻ സൊല്യൂബിലിറ്റി അല്ലേ, അത് വെച്ചിട്ട് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ മൊളാരിറ്റി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ KSPയിൽ എസ് എന്താണ്, മൊളാരിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമുക്ക് മനസ്സിലാവണം. ഇനി ലാംഡ ഇക്വലൻസും സ്പെസിഫിക് കണ്ടക്ഷൻ റിലേഷനിൽ എന്ത് വേണം, നോർമാലിറ്റി മൊളാരിറ്റി കാണാനുള്ള മാർഗം ചെക്ക് ചെയ്യണം. രണ്ടും കണക്ട് ചെയ്യണം. നല്ല സ്റ്റെപ്സ് ഉണ്ടല്ലോ, നല്ല ക്വസ്റ്റൻ അല്ലേ, എനിക്കിഷ്ടമായി അല്ലേ? ഓക്കെ അല്ലേ? അവിടെ ആൻസർ ഉണ്ടോ നമുക്ക് നോക്കാം അല്ലേ? യെസ്, 1.69 ഇൻറ്റു 10⁻⁻10 അല്ലേ, അത് 1.7 നമുക്ക് അപ്രോക്സ് ചെയ്യാം. 1.7 ഇൻറ്റു 10⁻⁻10. ഓക്കെ, നമ്മുടെ കാൽക്കുലേഷനിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ എനിവേ 1.72 ഇൻറ്റു 10⁻⁻10. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ, നല്ല ക്വസ്റ്റ്യൻ. നമുക്ക് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. കുറേ കോൺസെപ്റ്റ് ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക, അണ്ടർസ്റ്റാൻഡിങ്ങിലാക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അഥവാ ഇക്വിലിബ്രിയത്തിൻ്റെ KSP കോൺസെപ്റ്റും ലാംഡ ഇക്വലൻസിൻ്റെ കോൺസെപ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം ഒന്നിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇതാ, കൺസിഡർ ദ ഫോളോയിങ് സെൽ റിയാക്ഷൻ. കൺസിഡറിങ് ദ ഫോളോയിങ് സെൽ റിയാക്ഷൻ. 2Fe solid ആണ്, പ്ലസ് O2 gas പ്ലസ് 4H പ്ലസ് aqueous giving 2Fe2 പ്ലസ് aqueous പ്ലസ് 2H2O liquid is equal to 1.67 volt. Okay, at Fe2 plus is equal to 1.1 into 10⁻⁻3 molar. Partial pressure of O2 is equal to 0.18 atm. pH is equal to 3. The cell potential at 200 Kelvin is. കണ്ടുപിടിക്കേണ്ട മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ സെൽ റിയാക്ഷൻ്റെ റോയും തന്നിട്ടുണ്ട്. അവിടെ Fe2 പ്ലസ് കോൺസെൻട്രേഷൻ ഗിവൺ ആണ്, പാർഷ്യൽ പ്രഷർ O2 ഗിവൺ ആണ്, pHും ഗിവൺ ആണ്. ദ സെൽ പൊട്ടൻഷ്യൽ അറ്റ് 200 Kelvin ഈസ്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സെല്ല് കണ്ടുപിടിക്കണം. E0 സെല്ല് തന്നിട്ടുണ്ടോ? E0 തന്നിട്ടുണ്ട്. പിന്നെ ഓവറോൾ റിയാക്ഷനിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രൈ ടു റൈറ്റ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ദിസ് കേസ്. ഫോർ ദിസ് ഓവറോൾ റിയാക്ഷൻ, വാട്ട് ഈസ് നേൺസ്റ്റ് ഇക്വേഷൻ? ഈ സെല്ല് ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഞാൻ കൊടുക്കുന്നില്ല, 0.06 എഴുതിക്കോട്ടെ. ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് കണ്ടുപിടിക്കേണ്ട ഇവിടെ, അത് വേണം. ബാക്കി ലോഗ് ഇവിടെ അയോണിക്കായിട്ട് ആരുള്ള Fe2 പ്ലസ് ഉണ്ട്. Fe2 പ്ലസിൻ്റെ രണ്ടാളില്ലേ, സ്ക്വയർ. ദെൻ വാട്ടർ നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇൻ ദ QC വാല്യൂ. ദെൻ സോളിഡ് വേണ്ട. ദെൻ ഓക്സിജൻ ഗ്യാസ്, പാർഷ്യൽ പ്രഷർ ഓഫ് O2 ഒരാളല്ലേ ഉള്ളൂ, ഇൻ ടു H പ്ലസിൻ്റെ H പ്ലസ് കോൺസെൻട്രേഷൻ റേസ് ടു 4. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് എത്രയാ, അതൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അതൊന്ന് ചെക്ക് ചെയ്താൽ എത്ര വരിക? ഇവിടെ നോക്കൂ, ഇവിടെ 2 Fe become 2 Fe2 plus. So ion undergoes oxidation.
എഫ് സീറോയിൽ നിന്ന് +2ലേക്ക് അത് 2 ഇലക്ട്രോൺ അല്ലേ ലോസ് ചെയ്ത്. അപ്പോൾ 2 എഫ് ടോട്ടൽ 4 ഇലക്ട്രോൺ ലോസ് ഉണ്ടായി. 4 ഇലക്ട്രോൺ ലോസ് ഉണ്ടായി. അതല്ലെങ്കിൽ ഓക്സിജൻ 0 സ്റ്റേറ്റിൽ ഇപ്പോൾ ഓക്സിജൻ -2 സ്റ്റേറ്റിൽ 2 ഓക്സിജൻ ഇല്ലേ -4ലേക്ക് 0 to -4 അഗൈൻ ട്രാൻസ്ഫർ 4 ഇലക്ട്രോൺ. അപ്പോൾ എഫിന്ന് Fe2+ലേക്ക് പെർ മോള് 2 ഇലക്ട്രോൺ ഫോർ 2 മോള് 4 ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. O2 ഇൻറ്റു വാട്ടർ അഗൈൻ 4 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഈസ് 4. അപ്പോൾ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഈസ്ട്രോസെല്ലിസ് ഗിവൺ ആണ് 1.67 മൈനസ് 0.06/4 ലോഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Fe2+ൻ്റെ കോൺസെൻട്രേഷൻ എത്ര തന്നിട്ടുള്ളത് 10⁻³ മോളാർ, അതിൻ്റെ സ്ക്വയർ അപ്പോൾ 10⁻6 ഡിവൈഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് O2 0.1 atm 10⁻1 ആൻഡ് pH is equal to 3. pH 3 ആണെങ്കിലേ H പ്ലസ് എത്രയാ? ഇഫ് pH is equal to 3 H പ്ലസ് is equal to 10⁻³ അല്ലേ? അത് ⁻⁴ ആണ് വരുന്നത്, അതിൻ്റെ പവർ 4 എന്ന് പറഞ്ഞാൽ 10⁻⁴ എത്രയാ? 10⁻12. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്തോളൂ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ -6 വരും. അപ്പോൾ ഇത് -7 ടോട്ടൽ മുകളിൽ പോയാൽ 10⁻7 ആയി. ലോഗ് 10⁻7 7 ആവും. അപ്പോൾ 1.67 മൈനസ് 0.06 ഇൻറ്റു 7/4 എന്ന് വരും. അപ്പോൾ വാല്യൂ എന്താ വരിക? 42. ദെൻ അപ്രോക്സ് ഒരു അല്ലേ? അപ്പോൾ 1.67 മൈനസ് 0.42 എന്ന് പറഞ്ഞാൽ 0.01 ഉണ്ടാവും അപ്രോക്സ്. 0.4/4 0.1 അല്ലേ? അപ്പോൾ അപ്രോക്സ് 0.1 0.1 ഉണ്ടാവും അല്ലേ? 1 മൈനസ് 0.1 1.57 അപ്രോക്സ് വാല്യൂ അല്ലേ? സോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.57 വാല്യൂ. 1.4 yes, ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എളുപ്പമാണ്. എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിട്ടുള്ള റിയാക്ഷൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഏത് നമ്മൾക്ക് അറിയണം. ജസ്റ്റ് ട്രൈ ടു റൈറ്റ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ എഴുതിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? അതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വേറെ കോംപ്ലക്സിറ്റി ഒന്നുമില്ല. ഇത് ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആണ്. പ്യൂർലി ഇൻബിൽറ്റ് ക്വസ്റ്റ്യൻ ഫോർ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ എന്താ പറയുക ഈ നേൺസ്റ്റ് ഇക്വേഷൻ വൈസ് ക്വസ്റ്റ്യൻസ് നമ്മോട് ചോദിച്ചാൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയും എന്നൊരു ഒരു 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 അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കണം. കേട്ടല്ലോ? വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാമല്ലോ ആഫ്റ്റർ ദി ക്ലാസ്. ഓക്കെ, നൗ 6th one. ഫോർ ദ റിയാക്ഷൻ 4Al plus 3O2 plus 6H2O plus 4OH minus gives 4AlOH 4 times 1 minus. E0 is given 2.73. Free energy of formation of OH minus is -57 kilojoule per mole, and that of water is -237.2 kilojoule per mole. Thus, free energy of formation of AlOH 4 times in kilojoule per mole is. ഇവിടെ ആക്ച്വലി ഏത് ചാപ്റ്റർ? ഇലക്ട്രോ കെമിസ്ട്രിയാ. ഈസ്രോ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെയോ ΔG വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ ഫ്രീ എനർജി ഓഫ് ഫോർമേഷൻ ഓഫ് AlOH 4 times 1 minus ആണ് കാണേണ്ടത് അല്ലേ? എന്താ ചെയ്യാൻ പറ്റും നമുക്കിതിൽ? ഫ്രീ എനർജി ഓഫ് ഫോർമേഷൻ ഓഫ് OH മൈനസ് തന്ന്, ദാറ്റ് ഓഫ് വാട്ടർ തന്ന്, ഇത് തന്നിട്ടില്ല. എലമെൻ്റൽ ഫോം 0 0 ആയിരിക്കും. ഇത് കണ്ടുപിടിക്കണം നമ്മൾ. അതിന് എന്ത് ചെയ്താൽ മതി? ഓവറോൾ ΔG കിട്ടിയ പോരെ. ΔG ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഫ്രീ എനർജി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ഫ്രീ എനർജി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ്. അപ്പോൾ ഇവിടെ റിയാക്ടൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും റിയാക്ടൻസിൻ്റെ തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഫോർ ദ ഗിവൺ റിയാക്ഷൻ വാട്ട് ഈസ് ΔG ഫോർ ദ റിയാക്ഷൻ, ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നറിയുമ്പോൾ എന്താണ്? ΔG 0 is equal to -NF E0. ഇതാണ് 1. അപ്പോൾ E0 സെല്ല് തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ആ E0 സെല്ല് വെച്ചിട്ട് ഫ്രീ എനർജി സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ കണ്ടുപിടിക്കാം. ചെയ്തൂടെ? സെക്കൻഡ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ദ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീ എനർജി ഓഫ് ഗിബ്സ് എനർജി ചേഞ്ച് ഇൻ ടേംസ് ഓഫ് റിയാക്ടൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാം.
അപ്പോൾ നമുക്ക് ആദ്യം റിയാക്ഷൻ്റെ ഫ്രീ എനർജി ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടുപിടിക്കാം. അത് എത്ര വരിക? മൈനസ് എൻ എത്രയാ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആണ് വേണ്ടത്. ഇവിടെ എത്ര അലുമിനിയം ഉണ്ട്? 4 അലുമിനിയം ഉണ്ട്. ഇവിടെ എത്ര അലുമിനിയം ഉണ്ട്? 4 ആളുണ്ട്. അലുമിനിയത്തിൻ്റെ സ്റ്റേറ്റ് എത്രയാ? ഹിയർ ഇറ്റ് ഈസ് +3, ഹിയർ ഇറ്റ് ഈസ് 0. അപ്പോൾ 4 അലുമിനിയം 4Al3 പ്ലസ് 4 × 3 + 12 ചേഞ്ച് ഈസ് 12 ആണ് ചേഞ്ച്. ഓക്സിഡേഷൻ ലോസസ് 12 ഇലക്ട്രോൺ. അതേസമയം ഓക്സിജൻ 3 × O2 0 സ്റ്റേറ്റിലല്ലേ ഉള്ളത്. ബട്ട് ഇവിടെ എല്ലാ ഓക്സിജനും -2 സ്റ്റേറ്റിലല്ലേ. അപ്പോൾ 0 to -2 2 ആണ് പെർ ഓക്സിജൻ ആറ്റം. 3 to 6 ഓക്സിജൻ ആറ്റംസ് അല്ലേ. ഓരോ ഓക്സിജനും -2. അപ്പോൾ 6 ഓക്സിജന് -12. ഇവിടെ +12, ഇവിടെ -12. അല്ല ഇവിടെ ഡിക്രീസസ് ബൈ 12ഉം ഇവിടെ ഇൻക്രീസസ് ബൈ 12ഉം ഇവിടെ ഡിക്രീസസ് ബൈ 12ഉം. എനിവേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് എത്രയാ? 12 ഇലക്ട്രോൺസ്. സോ -12 ഇൻറ്റു ഫാരഡെ 96500 കൂളോംബ് അല്ലേ, or 96487 ഇൻറ്റു ഈസ് റിസൾട്ട് എത്രയാ? 2.73 ഈസ് ഈക്വൽ ടു, അത് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുകയും. സോ യു വിൽ ഗെറ്റ് -3161 കിലോജൂൾ പെർ മോൾ. അപ്പോൾ ഗിബ്സ് എനർജി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് 3161 കിലോജൂൾ പെർ മോൾ. ഓക്കെ, നൗ ഫോർ ദ സെയിം റിയാക്ഷൻ വാട്ട് ഈസ് delta G0 for the reaction, delta G0 for the product minus free energy of formation of product minus free energy of formation of reactant. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം അല്ലേ. ഇവിടെ ഗിവൺ വാല്യൂ ഫോർ ദ റിയാക്ഷൻ എത്രയാ? -3161 കിലോജൂൾ ഈസ് ഈക്വൽ ടു ഫ്രീ എനർജി ഓഫ് ഫോർമേഷൻ പ്രൊഡക്റ്റ്. ഇവിടെ ആരാ പ്രൊഡക്റ്റ്? 4 മോള് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. 4 മോള്. അപ്പോൾ 4 × delta G0 for the formation of ALOH 4 times 1 മൈനസ് അതല്ലേ പ്രൊഡക്റ്റ്. റിയാക്ടൻ്റ് ആരാ? അലുമിനിയം എലമെൻ്റൽ സ്റ്റേറ്റ് നോട്ട് കൺസിഡേർഡ്, ഓക്സിജൻ എലമെൻ്റൽ സ്റ്റേറ്റ് നോട്ട് കൺസിഡേർഡ്. 6 മോൾ വാട്ടർ ഉണ്ട്, 6 മോൾ വാട്ടർ ഉണ്ട്, പിന്നെയോ 4 മോൾ OH- ഉണ്ട്. 1 മോൾ വാട്ടറിൻ്റെ ഫോർമേഷൻ എത്രയാ? -237. അപ്പോൾ റിയാക്ടറിൻ്റെ വാല്യൂ ഞാൻ എഴുതാം. 6 മോളില്ലേ ഇൻറ്റു 4 1 മോൾ എത്രയാ? -237.2. അതാരതായി? റിയാക്ടൻ്റ് ഒരാളതായി. പ്ലസ് രണ്ടാമത്തെ റിയാക്ടൻ്റ് ആരാ? OH- ഉള്ളത്. OH- അത് 4 മോളില്ലേ, 4 മോള്. സോ 4 × 4 1 OH -57 ആണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മൈനസ് റിയാക്ടറിൻ്റെ വാല്യൂ. ഫ്രം ദിസ് യു ക്യാൻ റീഅറേഞ്ച് ദിസ് വൺ, റീഅറേഞ്ച് ദീസ് ടു ഗെറ്റ്. അതൊന്ന് റീഅറേഞ്ച് ചെയ്യുക, എന്നിട്ട് കണ്ടുപിടിച്ചോളൂ കേട്ടോ. ജസ്റ്റ് ട്രൈ ടു റീഅറേഞ്ച് ദീസ് ഓൾ. അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? നിങ്ങൾ ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോൾ 4 × delta G0 formation of ALOH 4 times 1 ഓക്കെ ഈസ് ഈക്വൽ ടു, റീഅറേഞ്ച് ഇത് ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ ഇതവിടെ വെച്ചിട്ട് ഇത് ഇപ്പുറത്തേക്കൊണ്ട് ആഡ് ചെയ്താൽ മതി. പക്ഷേ 2 നെഗറ്റീവ് ടൈമല്ലേ വരുന്നത്. അപ്പോൾ ടോട്ടൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ നെഗറ്റീവ് എല്ലാം ഇവിടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ മൈനസ് കോമൺ എടുത്താൽ പ്ലസ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? വീണ്ടും ഇപ്പോൾ ഒരു മൈനസ് തന്നെ വരും അല്ലേ. -3161 -3161 -6 × 237.2 പ്ലസ് 4 × 57. അപ്പോൾ 6 × 237 പ്ലസ് 4 × 57 അപ്രോക്സ് 200 ആണ്ട് 1000 സംതിങ് ഉണ്ടാവും. സോ അപ്രോക്സ് വാല്യൂ ഐ തിങ്ക് 4810 അപ്രോക്സിലെ 4810 കിലോജൂൾ അറൗണ്ട് ഉണ്ടായിരിക്കും. അത് കറസ്പോണ്ട് ടു 4 മോൾ ഫോർമേഷനാണ്. കറസ്പോണ്ട്സ് ടു 4 മോൾ ഫോർമേഷനാണ്. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ 4 കൊടുക്കേണ്ടി വരും. സോ 48 സംതിങ് ഇൻറ്റു അത്രയും കിലോജൂൾ അല്ലേ. ദാറ്റ് ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കേണ്ടി വരും? സോ ഫോർ ദ ഫോർമേഷൻ ഓഫ് 1 mole of ALOH 4 times കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ
the obtained value 481 approx അല്ലേ divided by approx value ഇട്ടത് ചെക്ക് ചെയ്യാം ഓക്കെ ബൈ 4 കൊടുത്തേക്ക് അപ്പോൾ എന്ത് വരും അപ്രോക്സ് 1 സംതിങ് ഇൻറ്റു 1.3 സംതിങ് ഇൻറ്റു 10 അത്രയും കിലോ ജൂൾ അല്ലേ നമുക്ക് കിട്ടേണ്ട ആൻസർ 4800 ബൈ 4 സോ 1000 സംതിങ് ഉണ്ടാവും അല്ലേ അപ്പോൾ അപ്രോക്സ് വാല്യൂ 1.3 നമുക്ക് ഓപ്ഷൻ ബി മാച്ച് ആക്കി എടുക്കാം 1.3 ഇൻറ്റു 10 ദാറ്റ്സ് ദി ആൻസർ ഇൻ കിലോ ജൂള് അല്ലേ നിങ്ങൾ 1300 കിലോ ജൂൾ എന്ന് പറയാം ഓക്കെ ഓർ 1.3 ഇൻറ്റു 10 കിലോ ജൂള് ഓപ്ഷൻ ബി കൊടുക്കാം എനിവേ ഇവിടെ രണ്ട് കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് ഇസ്രോ സെല്ല് തന്നിട്ടുണ്ട് ഇസ്രോ സെല്ല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഫ്രീ എനർജി ഫോർ ദ ഫോർമേഷൻ അല്ല ഫോർ ദ ഓപ്പറേറ്റ് റിയാക്ഷൻ കണ്ടുപിടിച്ചു ആൻഡ് അഗെയിൻ ഫ്രീ എനർജി ഓഫ് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു ആ ഫോർമേഷൻ്റെ ബേസിൽ പ്രൊഡക്റ്റ് മീൻസ് റിയാക്ട് എന്ന് കൊടുത്തിട്ട് ഡിഫറൻസ് കണ്ടുപിടിച്ചു കേട്ടല്ലോ ഓക്കെ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ നൗ ക്വസ്റ്റ്യൻ നമ്പർ 7 For the first order decomposition reaction N2O5, it is found that for a given reaction, ഈ രണ്ട് റിയാക്ഷൻ്റെയും റേറ്റ് ഗിവൺ ആണ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് N2O5 മൈനസ് ഡി ബൈ ഡി ടി ഓഫ് N2O5 ഈസ് ഈക്വൽ കെ ഇൻറ്റു N2O5 അതുപോലെ തന്നെ ഡി ബൈ ഡി ടി ഓഫ് N2O5 ഈസ് കെ ഡാഷ് ഇൻറ്റു N2O5 ആണ് ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചത് ഈസ് ദ വാട്ട്സ് റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റൻ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് റേറ്റ് കോൺസ്റ്റൻ്റിൽ വരുന്ന മാറ്റം എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ റിയാക്ഷൻ്റെ സ്റ്റോഷ്യോമെട്രി മാറ്റിയിട്ടുണ്ട് റിയാക്ഷൻ്റെ സ്റ്റോഷ്യോമെട്രി മാറുന്നുണ്ട് ബട്ട് അതിൽ ആ റേറ്റ് കോൺസ്റ്റൻറ്റ് മാറും റേറ്റ് കോൺസ്റ്റൻറ്റ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് സോ ഇയാളുടെ പവർ 1 തന്നെയാണ് ഓക്കെ ഈ റേറ്റ് കോൺസ്റ്റൻറ്റിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല സെയിം റിയാക്ഷൻ ഫോർ എ ഗിവൺ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ ആ റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒന്ന് ടെമ്പറേച്ചറാണ് രണ്ട് ആക്ടിവേഷൻ എനർജിയാണ് മൂന്ന് നേച്ചർ ഓഫ് ദ റിയാക്ഷനാണ് K is equal to A into E raised to minus EA by RT ആണ് ഓക്കെ അപ്പോൾ ഇതിൽ കേണ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ടെമ്പറേച്ചർ മാറിയിട്ടില്ല ആക്ടിവേഷൻ മാറിയിട്ടില്ല റിയാക്ഷൻ മാറിയിട്ടില്ല സെയിം റിയാക്ഷൻ സെയിം ടെമ്പറേച്ചർ സെയിം പ്രോഡക്റ്റ് അല്ലേ അവിടെ കെ മാറുന്നില്ല സോ രണ്ട് റിയാക്ഷൻ കെ സെയിം തന്നെയാണ് ഓക്കെ ഡിഫറെൻറ്റ് റെഫറൻസസിൽ ഇവരെ ഐ തിങ്ക് കെ രണ്ടും ഡിഫറെൻറ്റ് കേട്ട് കൊടുത്ത് കാണാം ഇമ്പോസിബിൾ വായ് സെയിം റിയാക്ഷൻ ആണ് ദെൻ റേറ്റ് കോൺസ്റ്റൻ്റ് അല്ലേ ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് എന്നല്ലല്ലോ ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കൂടി എന്താണ് അവർ ഇക്ലിബ്രിയം കോൺസെൻട്രേഷൻ മാത്രമേ എഫക്റ്റീവ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ നോർമൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് എനിവേ സോ ഓപ്ഷൻ എ കൊടുക്കാം ആൻസർ റൈറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ നൗ ക്വസ്റ്റ്യൻ നമ്പർ 8 on diluting the concentration of Cl minus ions by 10 times in a Coulomb electrode, its reduction potential at 298 Kelvin is okay. Coulomb electrode ആണ് the concentration of chloride ions by 10 times is increased or diluting അല്ലേ ആ diluting concentration of Cl minus ions by 10 times അതിൻ്റെ കോൺസെൻട്രേഷൻ ഡൈല്യൂട്ട് ചെയ്യുക ചെയ്തത് റെഡ്യൂസ്ഡ് ആണ് കുറയ്ക്കുകയാണ് ചെയ്തത് ഓക്കെ അങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ്സ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് 298 കെൽവിൻ എന്താകും എന്നാണ് അറിയേണ്ടത് അത് നിങ്ങൾ ഈ കലോമൽ ഇലക്ട്രോഡ് കേട്ടിട്ടുണ്ടോ മെർക്കുറസ് ക്ലോറൈഡിൻ്റെ കലോമൽ ഇലക്ട്രോഡ് ഈ കലോമൽ ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ റിയാക്ഷൻ അറിയോ എന്നാൽ കേട്ടുള്ളൂ കലോമൽ ഇലക്ട്രോഡിൻ്റെ കലോമൽ ഇലക്ട്രോഡിൻ്റെ കേസിൽ ഹാഫ് റിയാക്ഷൻ എങ്ങനെ എഴുതാം Hg2Cl2 സോളിഡ് അല്ലേ പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിങ് 2 Hg ലിക്വിഡ് ആൻഡ് 2 Cl മൈനസ് aqueous the liquid is one solid. ഇതാണ് ഇവിടുത്തെ ഹാഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി എന്താ ചോദ്യം? കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറൈഡ് അയോൺസ് ഡൈല്യൂട്ടിങ് ആണ്, ഇൻക്രീസിങ് അല്ല. 10 times ആയിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫോർ ദിസ് കേസ് വാട്ട് ഈസ് ഇ ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.06/2 ഇലക്ട്രോൺസ് അല്ലേ. ദെൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറൈഡ് അയോൺസ്, വേറെ ആരും ഇല്ലല്ലോ ക്ലോറൈഡ് അയോൺസ്. ഇവിടെ നമ്മൾ ഈ ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? 10 times ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് E1 ആണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് E2 ആഫ്റ്റർ 10 ഡൈല്യൂഷൻ്റെ E0 മാറും. ലെറ്റ്സ് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, ഒരു മാറ്റവും ഉണ്ടാവില്ല. 0.06/2ക്ക് മാറ്റമുണ്ടോ? അതും മാറ്റമില്ല.
ലോഗ് സി എൽ മൈനസിന് അവിടെ എന്ത് പ്രശ്നം വരും? സി എൽ മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ഡയലൂട്ടഡ് 10 ടൈംസ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് സി എൽ മൈനസ് ഡിവൈഡഡ് ബൈ 10 ആവും. സി എൽ മൈനസ് ഡിവൈഡഡ് ബൈ 10 വരും. ഡയലൂട്ടഡ് ക്ലോറൈഡ് അയോൺസ് 10 ടൈംസ് ഇസ് ഡയലൂട്ടഡ്. അപ്പോൾ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഡയലൂട്ടഡ് ടു 0.1 മോൾ. നല്ല എത്രയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ബൈ 10 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? ഈ 0 മൈനസ് 0.06/2 വാട്ട് ഇസ് ലോഗ് എ ബൈ ബി? ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അപ്പോൾ ലോഗ് ഓഫ് സി എൽ മൈനസ് എന്ന് വരും ലോഗ് 10 എന്ന് വരും അല്ലേ? അപ്പോൾ ലോഗ് സി എൽ മൈനസ് ലോഗ് 10. ലോഗ് 10 1 ആണല്ലോ. ഓക്കെ, നൗ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 0 മൈനസ് 0.06/2 ഇൻറ്റു ലോഗ് സി എൽ മൈനസ് കോൺസെൻട്രേഷൻ മൈനസും പ്ലസ് ഈ മൈനസും കൂടെ എന്ത് വരും? ഇയാളും കൂടെ എന്താവും? പ്ലസ് ആവില്ലേ? പ്ലസ് അത് ലോഗ് 10 1 അല്ലേ? 1 എന്ന് വരും. പ്ലസ് 1 ഇൻറ്റു 0.06 കൂടെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ 0.06/2 ഇൻറ്റു 1 എന്ന് വരും. ശരിയല്ലേ? അല്ലേ? ഈ വാല്യൂ എന്താ നോക്കൂ. ദിസ് ഈസ് വാട്ട് ഈസ് E1 ആ. അപ്പോൾ E1 പ്ലസ് 0.03 എന്ന് വരും. സോ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 0.03 വോൾട്ട്. ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 0.03 വോൾട്ട്. സോ ഓപ്ഷൻ ഇത് കൊടുക്കാം, സി കൊടുക്കാം. ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 0.0295 വോൾട്ട്. ഓക്കെ, യെസ്, ഷോർട്ട് ബ്രേക്ക്. ഹായ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. നൗ
question number 9. Okay, now question number 9. Ratio of time taken to complete 60% and 20% of the first order reaction. Rate of time taken to complete 60% and 20% of first order reaction A gives product is. Here log 2 is given 0.3. 60% and 20% of a first order reaction ആണ്. ഇവിടെ സെയിം റിയാക്ഷൻ ആണ്. The ratio of time taken to complete 60 and 20% of first order reaction ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടൈമിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണ്ടേ? ഒരു കാര്യം ശ്രദ്ധിക്കുക. For a first order reaction, what is rate constant? Integral form of rate equation എന്താ വരിക? It is K is equal to 2.303 by T log R0 by R. എന്നല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? log R0 by R എന്ന് കൊടുക്കും. ഇതാണ് ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ. നമുക്ക് രണ്ടും സെയിം റിയാക്ഷനാണ്. ഫോർ എ ഗിവൺ റിയാക്ഷൻ എ ഗീവ്സ് പ്രോഡക്റ്റ്. രണ്ടും ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ ആ രണ്ട് റിയാക്ഷന് കെ വാല്യൂ സെയിം ആയിരിക്കൂലേ? കെ സെയിം ആയിരിക്കൂലേ? അപ്പോൾ കെ ഫോർ ദ ഫസ്റ്റ് റിയാക്ഷൻ ഇസ് ഈക്വൾ ടു കെ ഫോർ ദ സെക്കൻഡ് റിയാക്ഷൻ. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ എന്താ പറയുക? കെ ഫോർ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2.303 by time taken for the 60% completion into log 60% completed എന്നാണ് പറഞ്ഞത്. അപ്പോൾ 100 by remaining amount 40 അല്ലെങ്കിൽ 10 by 4 അല്ലെങ്കിൽ 1 by 0.4 is equal to 2.303 by time taken for 20% completion log 100 by 20% is completed. എന്ന് പറയുമ്പോൾ റിമൈനിങ് 80% is remaining. ശരിയല്ലേ? 80% is remaining. നൗ ചെയ്ത് നോക്ക്. 2.03 നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 60% ടു 20 ആണ് വേണ്ടത്. അഥവാ അപ്പോൾ നമുക്ക് T 60% ബൈ ടൈം ടേക്കൺ ഫോർ 20% കംപ്ലീഷൻ കൂടെ കൊടുക്കാം അല്ലേ? അപ്പോൾ എന്താ നമുക്ക് വരിക? അപ്പോൾ ഇത് അങ്ങോട്ടും അതങ്ങോട്ട് പോയി. ദെൻ ലോഗ് ഇസ് ഈക്വൽ ടു ലോഗ് 100/4 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ലോഗ് 10/4 ആണ്. ലോഗ് 10 1 ആണ്. ലോഗ് 10 1 ആണ്. ലോഗ് 4 എത്രയാണ്? 0.6 ആണ്. ഓക്കെ, അപ്പോൾ ലോഗ് 10 1ഉം ലോഗ് 4 0.6ഉം. അപ്പോൾ 1 മൈനസ് 0.6 0.4 ബാക്കി ഉണ്ടാവും. അപ്പോൾ ലോഗ് ഓഫ് ദിസ് വാല്യൂ എത്ര വരിക? 0.4 ആണ് വരിക. ഓക്കെ, ഇനി ഇവിടെ എന്താ? ലോഗ് 100/80 10/8 ആണ്. 10/8. ലോഗ് 10 1 ആണ്. ലോഗ് 8 എത്ര വരും? 0.9 അല്ലേ വരിക? 0.9 അല്ലേ വരിക? ഓക്കെ, അപ്പോൾ ലോഗ് 10 1 ലോഗ് 8.9. അപ്പോൾ ലോഗ് 10 മൈനസ് ലോഗ് 8 1 മൈനസ് 0.9 ഇസ് ഈക്വൽ ടു 0.1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വരും? 0.1 എന്നും വരും. അപ്പോൾ ടൈം ടേക്കൺ ഫോർ 60% കംപ്ലീഷൻ ബൈ ടൈം ടേക്കൺ ഫോർ 20 മീൻസ് 0.4 divided by 0.1 is equal to 4. Yes, it is option D. കിട്ടിയോ? അപ്പോൾ ഇത്രയും സിറ്റുവേഷനിൽ നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ആദ്യം 60% ചെയ്യാൻ വേണ്ട ടൈമിൻ്റെ എന്ത് കാണും? കെ കണ്ടുപിടിക്കുക. ടൈം ഇവിടെ ഇമ്പോസിബിൾ അല്ലേ? രണ്ടും കൂടെ നടക്കില്ലല്ലോ. നമുക്ക് റേഷ്യോയിലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടിൻ്റെയും കെ സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇക്വേറ്റ് ഇറ്റ് ഫോർ ബോത്ത് റിയാക്ഷൻ ഇസ് സെയിം. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ രണ്ട് ഡിഫറെൻറ്റ് ടൈമോ രണ്ട് ഡിഫറെൻറ്റ് എമൗണ്ട്സ് കണ്ടുപിടിക്കാനൊക്കെ ആണെങ്കിൽ റിയാക്ഷൻ സെയിം ആകുമ്പോൾ എന്താ? റേറ്റ് കോൺസ്റ്റൻറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ആരാണോ സെയിം അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ മതി. ഇതിന് നമ്മുടെ സൊല്യൂഷനിലെ ചാപ്റ്ററിൽ, നമ്മുടെ +2 സെക്കൻഡ് ചാപ്റ്ററിൽ അതിൽ ഇതുപോലെ തന്നെ നമ്മളെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ KFൻ്റെയും അതുപോലെ തന്നെ Bയുടെ കേസ് വരില്ലേ? അപ്പോൾ ഫോർ എ ഗിവൺ സോൾവെൻ്റ് ആവുന്ന സമയത്ത് KF കോൺസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ ΔTF കോൺസ്റ്റൻ്റ് ഉള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഇതിൽ ഏതാണോ സെയിം ആയിട്ട് വരുന്നത് അത് മാച്ചാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അത് നമുക്ക് കുറേ ന്യൂമറിക്കൽ സ്റ്റെപ്സിലാകും കിട്ടും. കൈനറ്റിക്സിലും അങ്ങനെ തന്നെ കോൺസ്റ്റൻസ് ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതിന് ഇക്വേറ്റ് ചെയ്യുക എളുപ്പമായിരിക്കും അത് ചെയ്യാൻ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 10. ഓക്കെ, ഇഫ് order of reaction A plus B gives AB is 0, it means that
ഇവിടെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് ഗിവൺ എത്രയാ ഇസ് ഓർഡർ ഈസ് 0 എന്നാണ് പറഞ്ഞത്. ഇറ്റ് മീൻസ് ദാറ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. അങ്ങനെ ഒരു മീനിങ് വരുന്നുണ്ടോ? ആക്ച്വലി വാട്ട് ഈസ് ഓർഡർ? എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ റേറ്റ് ലോയിൽ റേറ്റ് എക്സ്പ്രഷനിൽ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ റേസ് ടു ഒരു പവർ വരും. ഈ പവറാണ് എന്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ദ ഓർഡർ സിംപ്ലി യൂസ് ടു ഡിഫൈൻ ഓർ ഡിസ്ക്രൈബ് ഓർ എക്സ്പ്ലെയിൻ ദ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്തുള്ളത്? നമുക്ക് എന്തുള്ളത്? ഓർഡർ ഉള്ളത് ആണല്ലോ. കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലാതെ റേറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഒക്കെ കേക്കകത്താ വരിക. ആക്ടിവേഷൻ എനർജി, കാറ്റലിസ്റ്റിന് ഇൻഫ്ലുവൻസ് ഒക്കെ കേക്കകത്താ വരിക. നമ്മൾ ഒരുപാട് ടേംസ് പഠിക്കുന്നുണ്ട്. റേറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ്. റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ, ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കാറില്ലേ. അതിൽ കോൺസെൻട്രേഷൻ അല്ലാത്ത ബാക്കി എല്ലാ ഫാക്ടേഴ്സിനും എക്സ്പ്ലെയിൻ ചെയ്യൽ കെ വെച്ചിട്ടാണ്. കാരണം നമ്മൾ റേറ്റിലോ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ അതിൽ കോൺസെൻട്രേഷൻ അല്ലാത്ത എല്ലാ ഫാക്ടേഴ്സും എവിടെ വരണം? ഏതിൽ വരണം? ആ റേറ്റ് കോൺസ്റ്റൻ്റ് അകത്ത് വരണം. അതല്ല നമ്മൾ അരീനസ് ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ശരിയല്ലേ? ആ ടി എന്താണ്? ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ മാറിയ റേറ്റ് കോൺസ്റ്റൻ്റ് മാറുക, കോൺസെൻട്രേഷൻ അല്ലേ മാറുക, റേറ്റ് മാറും. ടെമ്പറേച്ചർ മാറിയ റേറ്റ് മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ്? റേറ്റ് കോൺസ്റ്റൻ്റ് മാറിയോണ്ടാ. കാറ്റലിസ്റ്റ് വന്ന് റേറ്റ് മാറും. എന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷൻ മാറുന്നുണ്ടല്ലോ. പിന്നെയോ കെ മാറുന്നുണ്ടാ. എന്തുകൊണ്ട് കെ മാറിയേ? എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ ബൈ ആർ ടി ആണ്. റിയാക്ഷൻ്റെ ടൈപ്പ് മാറിയല്ലോ, കെ മാറും, അപ്പോൾ റേറ്റ് മാറും. എന്തുകൊണ്ട്? എ മാറും. അപ്പോൾ എയും ഇ എയും ടിയും അതൊക്കെ കോൺസെൻട്രേഷനല്ല എക്സ്പ്ലെയിൻ ചെയ്ത്. പിന്നെയോ അതർ ഫാക്ടേഴ്സ് ഓഫ് റേറ്റ് ഡിറ്റർമിനിങ് ഫാക്ടർ, റേറ്റ് അഫക്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞാൽ കെൻ്റെ പവർ അല്ല. ഓർഡർ മാറി കെ മാറേണ്ടതില്ല. അവിടെ എന്താണ്? കോൺസെൻട്രേഷൻ്റെ പവറാണ് എൻ എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഫോർ ആർക്ക് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി? നമ്മൾ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസിന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒന്ന് അതാണ് ഓർഡറിനെ കുറിച്ച് പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം, സീറോ ഓർഡർ മീൻസ് എന്താണ്? ഒരു റിയാക്ഷൻ്റെ റേറ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സിറ്റുവേഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഡിപെൻഡൻ്റ് ഓൺ കോൺസെൻട്രേഷൻ. അതാണെന്ത്? സീറോ ഓർഡർ എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ റേസ് ടു 0. അപ്പോൾ നമുക്കറിയണ്ടേ എപ്പോഴാണ്, ഏത് സിറ്റുവേഷനിലാണ് ഒരു റിയാക്ഷൻ റേറ്റ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യാതെ വരിക? അതും കൂടെ അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. അതിൽ ഒന്ന് നമ്മൾ നോർമലി പറയുന്നതാണ് വാട്ട് ഈസ് റേറ്റ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം. അപ്പോൾ കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ ചേഞ്ച് ബൈ ടൈം ആണെന്ത്? റേറ്റ്. ഒരു റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നില്ല എന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഈസ് പ്യുവർ, ഫോർ പ്യുവർ സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ H2O ആസ് എ പ്യുവർ സബ്സ്റ്റൻസ്, ഇറ്റ്സ് മൊളാരിറ്റി ഈസ് 55.55 മോളാർ. അതിന് കുറച്ച് റിയാക്ട് ചെയ്താലും എന്തപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുടിച്ചു കഴിഞ്ഞാലും ബാക്കിയുള്ള വെള്ളത്തിൻ്റെ മൊളാരിറ്റി തന്നെയാണ് 55.55 മോളാർ. ഇറ്റ്സ് നോട്ട് ചേഞ്ചിങ്. ഫോർ പ്യുവർ സോളിഡ്സ് ആൻഡ് പ്യുവർ ലിക്വിഡ്സ് ദർ കോൺസെൻട്രേഷൻ ഡു നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം. കോൺസെൻട്രേഷൻ ചേഞ്ച് ഇല്ല. പിന്നെ ചേഞ്ച് ഇല്ലാത്ത ഒരാളുടെ കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റിനെ ഡിഫൈൻ ചെയ്യുക? അതൊന്ന്. അതാണ് ഓർഡർ 0 വരാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? എക്സസ് ആയിട്ട് ഒരു റിയാക്ടൻ്റ്, ഏതെങ്കിലും ഒരു റിയാക്ടൻ്റ് എക്സസ് ആവുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് ആണ്. അതിന്ന് കുറച്ച് എമൗണ്ട് റിയാക്ട് ചെയ്തു. വൈ? ദ ടേക്കൺ എമൗണ്ട് ഇസ് ടു ഹ്യൂജ്, റിയാക്റ്റഡ് എമൗണ്ട് വെരി സ്മോൾ. അപ്പോൾ റിയാക്റ്റഡ് ഇനീഷ്യലി ടേക്കൺ എമൗണ്ടും റിമൈനിങ് എമൗണ്ട് നോക്കുമ്പോൾ നിയർലി സെയിം ആയിരിക്കും. എടുത്തത് മുഴുവൻ അവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊരു ഫീല് വരും. റിയാക്റ്റഡ് എമൗണ്ട് ഇസ് നെഗ്ലിജിബിൾ വിത്ത് റെസ്പെക്ട് ടു ടേക്കൺ എമൗണ്ട് ഓർ ഓൾറെഡി ഇനീഷ്യൽ പ്രസൻറ്റ് എമൗണ്ട്. നിങ്ങൾ അവിടെ പ്രസൻറ്റ് എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ചേഞ്ച് ഇസ് നെഗ്ലിജിബിളി സ്മോൾ. അത്തരം സിറ്റുവേഷനും ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാം. അവിടെയും ഓർഡർ എന്ത് വരും? 0 വരും. പിന്നെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിലാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അവിടെ ഫാക്ടർ വരുന്നത്. അത്തരം സിറ്റുവേഷനിൽ എന്താണ്? റിയാക്ഷൻ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞാലും റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഈ 3 സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് പറയാം? 0 ഓർഡർ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലാതെ ടെമ്പറേച്ചറിൻ്റെ പ്രശ്നമല്ല അവിടെ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഡിപെൻഡൻ്റ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടിംഗ് സ്പീഷീസ്. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. മനസ്സിലായോ? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ല ഇവിടെ പ്രശ്നം. എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യാത്ത സിറ്റുവേഷനാണിത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി
ക്വസ്റ്റ്യൻ നമ്പർ 11th ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കലാണ്. അൺഏൺസ്റ്റ് ഇക്വേഷൻ്റെ ഒരു അപ്ലൈഡ് ലെവലാണ്. ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ പെർമാംഗനേറ്റിൻ്റെ ഹാഫ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈഡ്രജൻ്റെ റിഡക്ഷനാണ് ഒരു ഹാഫ് വരുന്നത് അല്ലേ, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഓക്സിഡേഷനാണ്. അപ്പോൾ EMF ഓഫ് ദ ഫോളോയിങ് സെൽ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ഈസ്. ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ, കൂടുതലൊന്നും പറഞ്ഞില്ല. ഒരു സെല്ല് തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ, ദെൻ സൾഫ്യൂരിക് ആസിഡ്, Mn2+ ആൻഡ് പെർമാംഗനേറ്റ്. ഇതാണ് രണ്ട് സെല്ലുകൾ അല്ലെങ്കിൽ ഹാഫ് സെൽസ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം LHSൽ ആരാണ്? ഇറ്റ് ഈസ് ആനോഡാണ്. അറ്റ് ആനോഡ് ഹൈഡ്രജൻ അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് ദിസ് വൺ ആസ് കാഥോഡാണ്. അറ്റ് കാഥോഡ് പെർമാംഗനേറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ. കാഥോഡ് പെർമാംഗനേറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ. അപ്പോൾ ഇതാണ് നമുക്കുള്ള രണ്ട് ഹാഫ് റിയാക്ഷൻസ്. അപ്പോൾ ഈ രണ്ട് ഹാഫ് റിയാക്ഷൻ കൂടിയിട്ട് കംപ്ലീറ്റ് സെൽ റിയാക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ സെല്ല് കണ്ടുപിടിക്കണം. ഈ സീറോ സെല്ല് തന്നിട്ടുണ്ട്, ഇതാണ് ഈ സീറോ സെല്ല് തന്നിട്ടുണ്ട്. ഡിസ് മൈനസ് 1.51 വോൾട്ട് അറ്റ് 25 ഡിഗ്രി അത് തന്നിട്ടുണ്ട്. ഈ സെല്ല് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. ഈ സെല്ല് ഇസ് ഈക്വൽ ടു ഈ സീറോ സെല്ല് മൈനസ് 0.06/2 log QC വേണം. QC എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. ഈ റിയാക്ഷൻ കോഷ്യൻ്റ് എഴുതണമെങ്കിൽ നമുക്ക് എന്തറിയണം? ടു റൈറ്റ് ദ റിയാക്ഷൻ കോഷ്യൻ്റ് വി നീഡ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ആ റെഡോക്സ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ അറിയണം. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. സോ ഫസ്റ്റ് ആനോഡിലെ റിയാക്ഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഹിയർ ഹൈഡ്രോജൻ ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ H2 ഗിവിങ് അല്ലേ 2H++ 2 ഇലക്ട്രോൺ. ഇതാണ് ആനോഡിലെ റിയാക്ഷൻ. അപ്പോൾ ഈ H+ എവിടുത്തെയാ? അറ്റ് ആനോഡിലെ H+ ആണ്. നൗ ഗിവൺ ഡാറ്റാസ് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുക്കാം നമുക്ക്. ഹൈഡ്രജൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ ഉള്ളത്? ഇറ്റ്സ് പ്രഷർ 180 ആണ്. ആൻഡ് H+ അയൺ കോൺസെൻട്രേഷനോ അവിടെ സൾഫ്യൂരിക് ആസിഡ് 0.05 മോളാർ എന്നാണ് പറഞ്ഞത്. ഈ സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ്. അത് 1 മോളാർ ഉണ്ടെങ്കിൽ തന്നെ H2SO4 ഡൈപ്രോട്ടിക് ആസിഡ് ആയതുകൊണ്ട് ഡബിൾ എമൗണ്ട് ആരുണ്ടാവും? H+ അയോൺസ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ H2SO4 0.05 എന്ന് പറഞ്ഞാൽ അത് 0.1 മോളാർ 0.1 മോളാർ H+ അയോൺസ് ആയിരിക്കും. ഡബിൾ എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആനോഡിൽ H+ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.1 മോളാർ ആണ്. ആൻഡ് ഹൈഡ്രജൻ പ്രഷർ എത്രയോ? ഇറ്റ് ഈസ് 180 m. നൗ കാഥോഡ് റിയാക്ഷൻ നമുക്ക് നോക്കാം. കാഥോഡ് റിയാക്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. കാഥോഡ് മീൻസ് ദ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ അറ്റ് ഹാഫ് സെൽ അറ്റ് വിച്ച് റിഡക്ഷൻ ടേക്കിംഗ് പ്ലേസ് ആണ്. ഇവിടെ Mn2+ ഉണ്ട്, പെർമാംഗനേറ്റ് ഉണ്ട്, H+ ഉണ്ട്. അസിഡിക് മീഡിയം റിഡക്ഷൻ ആണ് പെർമാംഗനേറ്റിൻ്റെ. ആ റിയാക്ഷൻ നമുക്ക് ബാലൻസ് ചെയ്യാൻ അറിയില്ലേ? MnO4 മൈനസ് ഗിവിങ് Mn2+ ആണ്. അതിൻ്റെ ബാലൻസിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ? ഓർമ്മല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വരും? ഇവിടെ 4 ഓക്സിജൻ, സോ 4H2O 4 × 2 8H+, ഹിയർ ഓക്കെ. പിന്നെയോ ചാർജ് കൂട്ടി നോക്കിയാൽ 8+ഉം 1- 7+, അപ്പുറം 2+, സോ ഇറ്റ് ഈസ് 5 ഇലക്ട്രോൺ. ഓക്കെ. അപ്പോൾ കാഥോഡിലെ ഹാഫ് റിയാക്ഷൻ പെർമാംഗനേറ്റ് പ്ലസ് 8H+ പ്ലസ് 5 ഇലക്ട്രോൺ ഗിവിങ് Mn2+ അല്ലേ? Mn2+ പ്ലസ് 4H2O. ഇതാണ് എന്ത്? കാഥോഡിലെ റിയാക്ഷൻ. നമുക്ക് കംപ്ലീറ്റ് സെൽ റിയാക്ഷനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? റെഡോക്സ് അറിയില്ലേ? ഇവിടെ 2 ഇലക്ട്രോണാണ് ഈ ഹാഫിൽ 5 ഇലക്ട്രോൺസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് ഹാഫും കൂടെ ആഡ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഈ റിയാക്ഷൻ ഇൻറ്റു 5ഉം ഈ റിയാക്ഷൻ ഇൻറ്റു 2ഉം ചെയ്യണം. എന്നിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ഒന്ന് ആഡ് ചെയ്താലോ എങ്ങനെ ഉണ്ടാവും? കംപ്ലീറ്റ് റിയാക്ഷൻ എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. 5 × H2 5H2. സെക്കൻഡ് കേസിൽ 2 × MnO4 2MnO4 1 മൈനസ് 2 × 8H+, 16H+. ഇവിടെ ചെറിയൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഇത് കാഥോഡല്ലേ? കാഥോഡിലെ കോൺസെൻട്രേഷൻ കൂടെ നമുക്ക് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാം? നമ്മൾ ഈ ഓവറോൾ റിയാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും? H+ അവിടെ ഇവിടെ കണ്ട കട്ട് ചെയ്ത് കളയുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. അവിടെ ഈക്വൽ കോൺസെൻട്രേഷൻ അല്ലല്ലോ. അപ്പോൾ അവിടെ H+ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം.
ഇവിടെ പെർമാംഗനേറ്റ് എത്രയാ? ഇറ്റ് ഈസ് 0.1 മോളാർ ആണ് പെർമാംഗനേറ്റ്. Mn2+ എത്രയാ? എഗെയിൻ 0.1 മോളാർ ആണ്. H+ എത്രയാ? ഇറ്റ് ഈസ് 1 മോളാർ ആണ്. അപ്പോൾ കാഥോഡിലും ആനോഡിലും H+ അയോൺസ് ഉണ്ടെങ്കിലും അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം രണ്ടിൻ്റെയും മൊളാരിറ്റി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇക്വിമോളർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈക്വൽ എമൗണ്ട് അല്ലല്ലോ, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിടന്നോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ 16H+ ഏതാണ്? കാഥോഡിലേതാണ് കേട്ടോ. 16H+ ഫ്രം കാഥോഡ്. ഓക്കെ, ബാക്കി പറയൂ. ഇലക്ട്രോണിൻ്റെ എണ്ണം ക്യാൻസലായി പോവും. ഗിവിങ് 16H+ ഗിവിങ് എന്താ ഉണ്ടാവുക? 5 × 2 10H+. ഈ 10H+ എവിടുന്ന? ഇറ്റ് ഈസ് ഫ്രം ആനോഡാണ്. ആനോഡിൽ H+ ആണ്. പ്ലസ് 2 × Mn2+, 2 × Mn2+ പ്ലസ് 8H2O. ഇവിടെ ഒരു കാര്യമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ നോർമലി നമ്മളൊരു ഹാഫ് റിയാക്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? 2 ഹാഫ് റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ ഒരേപോലത്തെ അയോൺസ് അപ്പുറം ക്യാൻസൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ എന്തുകൊണ്ട് H+നെ കട്ട് ചെയ്യുന്നില്ല, 16ഉം 10ഉം കട്ട് ചെയ്യുന്നില്ല? സിൻസ് ദെയർ കോൺസെൻട്രേഷൻസ് ആർ ഡിഫറെൻറ്റ്. സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും ക്യാൻസൽ ചെയ്യാമായിരുന്നു. രണ്ടിൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവിടെ കട്ട് ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഓവറാൾ റിയാക്ഷൻ. ഫോർ ദിസ് ഓവറാൾ റിയാക്ഷൻ എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ വരിക? അപ്പോൾ ഇതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ ഇക്വേഷൻ ഒന്നും കൂടെ അങ്ങോട്ട് മാറ്റി എഴുതാം. 5H2 പ്ലസ് 2MnO4 1 minus plus 16H plus from anode gives എന്തുണ്ട്? 10H+ from cathode. സോറി, മാറിയിട്ടുണ്ടല്ലേ. ഇത് കാഥോഡാണ്, ഇത് കാഥോഡ്. ദെൻ ദിസ് വൺ 10H+ ഫ്രം ആനോഡ് പ്ലസ് 2Mn2 പ്ലസ് 2Mn2 പ്ലസ് 8H2O. ഇതാണ് ഓവറാൾ ആണ് സെൽ റിയാക്ഷൻ. അതിൽ തന്നിട്ടുള്ള മൊളാരിറ്റീസോ കാഥോഡിൽ Mn പെർമാംഗനേറ്റും Mn2+ എന്താണ്? 0.1 ആണ്. ആ മൊളാരിറ്റീസും കൂടെ മാർക്ക് ചെയ്യാം. നമുക്ക് മൊളാരിറ്റീസും കൂടെ മാർക്ക് ചെയ്യാം. Mn2+ 0.1 മോളാർ, പെർമാംഗനേറ്റ് അഗെയിൻ 0.1 മോളാർ. ഇനി കാഥോഡിൽ H+ എത്രയുണ്ട്? കാഥോഡിൽ H+ എത്രയുണ്ട്? കാഥോഡിൽ H+ 1 മോളാറാണ്. ആനോഡിലേത് 0.1 മോളാറാണ്. ഓക്കെ, കാഥോഡിലെ H+ 1 മോളാറും ആനോഡിലേത് 0.1 മോളാറുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആനോഡിലേത് 0.1 മോളാർ, കാഥോഡിലേത് 1 മോളാർ. അത്രയും കിട്ടിയല്ലോ. നോ പ്രഷർ എത്രയാണ്? ഇറ്റ് ഈസ് 180 m ആണ് പ്രഷർ വന്നിട്ടുള്ളത്. 180 m ആണ്. അപ്പോൾ H2യുടെ പ്രഷർ 180 m. Now for this case, what is Nernst equation? Just try to write Nernst equation. Nernst equation പറഞ്ഞോളൂ. E cell is equal to E0 cell minus 0.06 by number of electrons transferred എത്രയാണ്? ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 5 അല്ലേ? രണ്ട് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് 5 × 2 10 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആണ് നടന്നിട്ടുള്ളത്. എത്രയാ? 10 ഇലക്ട്രോൺ ട്രാൻസ്ഫർ. 5 × 2 or 2 × 5 total 10 electron transfer is taking place here. 10 into log. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ആരൊക്കെയുണ്ട് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. H+ കോൺസെൻട്രേഷൻ അറ്റ് ആനോഡ് റേസ് ടു 10. ഏതാണ്? ആനോഡ് കോൺസെൻട്രേഷൻ അല്ലേ? ഇൻറ്റു Mn2+ കോൺസെൻട്രേഷൻ റേസ് ടു 2. വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എക്വസ് മീഡിയം ആയതുകൊണ്ട് വാട്ടർ അവിടെ എക്സസ് ഉണ്ടായിരിക്കും. ശരി, ഇനി ആരാ ഉള്ളത്? പെർമാംഗനേറ്റ് MnO4 മൈനസ് റേസ് ടു 2 ഇൻറ്റു H+ എത്രയുണ്ട്? H+ കോൺസെൻട്രേഷൻ ഫ്രം കാഥോഡ് റേസ് ടു 16 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ റേസ് ടു 5. നോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഈസ്രോ സെല്ല് ഗിവൺ ആണ്. ഈസ്രോ സെല്ല് എത്രയാ? ഇറ്റ് ഈസ് -1.51 ആണ്. -1.51 ആണ് എന്ത്? ഈസ്രോ സെല്ല് അല്ലേ? ഈസ്രോ സെല്ല് ഈസ് ഈക്വൽ ടു -1.51. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇറ്റ് ഈസ് -1.51. അത്ര തന്നിട്ടുള്ളത് -1.51 വോൾട്ട് ആണ് ഈസ്രോ സെല്ല് തന്നിട്ടുള്ളത്. ഓക്കെ, കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഗിവൺ അല്ലേ? മൈനസ് 0.06/10 ലോഗ്. ബാക്കി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
H plus raised to 10. Anode എത്ര H plus ഉള്ളത്? It is 0.1. 0.1, 0.1, 10 raised to minus 1 raised to 10 into Mn2 plus എത്രയുള്ളത്? It is 0.1 raised to 2 divided by അല്ലേ പെർമാംഗനേറ്റ് എത്രയാ? Again 0.1. 0.1 raised to 2 into H plus raised to 16. കാഥോഡിൽ എത്രയാ? ഇറ്റ് ഈസ് 1 ആണ്. 1 raised to 16 1 തന്നെ. ഇതിന് പാർഷ്യൽ പ്രഷർ അതും 1 തന്നെ. അപ്പോൾ ഇത് ക്യാൻസലായി. 10 raised to minus 1 10 raised to minus 10 ആയി. അപ്പോൾ എത്ര വാല്യൂ വരാൻ പോസിബിലിറ്റി ഉള്ളത് നിങ്ങൾ പറഞ്ഞോളൂ അല്ലേ? എത്ര വരിക? അപ്പോൾ ഇവിടെ 0.06/10 ഇൻറ്റു ലോഗ് 10 raised to minus 10 അല്ലേ? ലോഗ് 10 raised to minus 10 മൈനസ് 10 ഒരു മൈനസ് പ്ലസ് ആവില്ലേ? അപ്പോൾ ഇത് അപ്പോൾ എത്ര വരിക? -1.51 -1.51 പ്ലസ് 0.06 എന്ന് വരും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതിയാവും. ശരിയല്ലേ? ഇവിടെ ഈസ്രോ സെല്ല് എത്ര തന്നിട്ടുള്ളത്? ഈസ്രോ തന്നിട്ടുള്ളത് എത്രയാ? ഇറ്റ് ഈസ് -1.51 തന്നിട്ടുണ്ട്. ഈസ്രോ -1.51 തന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലല്ലോ ഇല്ലേ? അത് ഓൾറെഡി തന്നിട്ടുണ്ട്. -1.51 ആണ്. ദെൻ ലോഗ് 10 raised to minus 10 ഇറ്റ് ഈസ് 10 ആണ്. ലോഗ് 10 raised to minus 10 ആണ്. മൈനസ് മീൻസ് പ്ലസ് ആണ്. 10 ക്യാൻസൽ ചെയ്യാം. സോ ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കൂ. ആൻസർ എത്ര വരും നമുക്ക്? ഓപ്ഷൻ -1.42 എന്നുള്ള ഓപ്ഷൻ കിട്ടും അല്ലേ? ഓപ്ഷൻ ഡി കൊടുക്കാം ആൻസർ റൈറ്റ്. കേട്ടല്ലോ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. Consider the following cases. Consider the following case of combating first order reaction. After the start of the reaction at T is equal to 0 with only A, the concentration of C is equal to the concentration of D at all times. The time at which all three concentration will be equal is given by. Reaction question മനസ്സിലായോ? ഇതൊരു കൺസെക്യൂട്ടീവ് പ്രോസസ്സാണ്. കൺസെക്യൂട്ടീവ് ആണോ? അല്ലേ? പാരലൽ റിയാക്ഷൻസ് എന്താ പറയുക? പാരലൽ പ്രോസസ്സ് എന്ന് പറയും. 2 ടൈപ്പ് റിയാക്ഷൻസ്, 3 ടൈപ്പ്, ഒരുപാട് ടൈപ്സ് നമ്മൾ കൈനറ്റിക്സിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഒരു കമൻറ്റ് മാത്രമേ NCERT കാണുള്ളൂ. നിങ്ങൾ ഏതാണെന്നറിയും? ഒന്ന് ഇതാണ്. പിന്നെ കൺസെക്യൂട്ടീവ് റിയാക്ഷൻസ് എന്ന് പറയും. ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ A gives B, B gives C, C gives D, ആ ടൈപ്പ് ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് നമ്മൾ കൺസെക്യൂട്ടീവ് പ്രോസസ്സ് എന്ന് പറയാം. B gives C, C gives D, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ സീരീസ് ആയിട്ട് പോകുന്ന റിയാക്ഷൻ കൺസെക്യൂട്ടീവ് എന്ന് പറയും. മറ്റൊരു ഫോർമാറ്റ് എന്താ? ഒരു റിയാക്ടൻ്റ് ഒരേ സമയത്തിന് 2 പ്രൊഡക്റ്റായിട്ട് മാറുക. ഒരു റിയാക്ഷൻ ഒരേ സമയത്ത് ഒരു റിയാക്ടൻ്റ് ഒരേ സമയം 2 പ്രൊഡക്റ്റ് ഫോം ചെയ്യുക ഡിഫറെൻറ്റ് റേറ്റിൽ. നമ്മൾ ഈ ഓർത്തോ ആൻഡ് പാരാ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് പറയാറില്ലേ? ഫോർ എക്സാമ്പിൾ ഫീനോളിൻ്റെ നൈട്രേഷൻ, അല്ലെങ്കിൽ അണിലിൻ്റെ നൈട്രേഷൻ, അല്ലെങ്കിൽ ബെൻസീൻ്റെ നൈട്രേഷൻ, അല്ലെങ്കിൽ ബെൻസിൻ്റെ അല്ല ക്ലോറോ ബെൻസിൻ്റെ നൈട്രേഷൻ. അവിടെ നമ്മൾ പറയുന്നുണ്ട് 1 പ്രൊഡക്റ്റ് ഈസ് മേജർ പ്രൊഡക്റ്റ്, അതർ 1 ഈസ് മൈനർ അല്ലേ? അപ്പോൾ ഒരു റിയാക്ഷൻ മിക്സറിൽ നിന്ന് തന്നെ ആ മേജറും മൈനർ 2 പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് എമൗണ്ടിൽ ഫോം ചെയ്യുന്നില്ലേ? അതല്ലെങ്കിൽ നമ്മൾ മാർക്കോണിക് അഡീഷൻ ഓർഗാനിക്കിൽ പറയാറില്ലേ? അവിടെ ഒന്ന് മേജറാണ്, ഒന്ന് മൈനറാണ്. മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റും അല്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് ഈൽഡിൽ ഡിഫറെൻറ്റ് എമൗണ്ടിൽ എന്ത് ചെയ്യാണ്? ആ 2 പ്രൊഡക്റ്റ് പാരലായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ഒന്ന് കൂടുതൽ എമൗണ്ട്, ഒന്ന് കുറച്ചുള്ള, ഒന്ന് മേജർ, ഒന്ന് മൈനർ. ഇതാണ് എന്ത് പാരലൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊന്നുള്ളത് എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ്സാണ്. റിവേഴ്സിബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാക്ഷൻ, റിവേഴ്സിബിൾ പ്രോഗ്രാം. ഇങ്ങനെ 3 ടൈപ്പ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കേസിലെല്ലാം റേറ്റ് കോൺസ്റ്റൻ്റ് ചെയ്യുന്ന ഫോർമാറ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടു. അപ്പോൾ നമുക്കിതിൽ പാരലൽ ടൈപ്പ് ക്വസ്റ്റ്യൻ, പാരലൽ ടൈപ്പ് റിയാക്ഷൻ്റെ കേസ് നമുക്ക് എങ്ങനെയാണ് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ നോക്കൂ, റിയാക്ടൻ്റ് ഒന്നേ ഉള്ളൂ. ആരാ? എ മാത്രം. പ്രൊഡക്റ്റ് 2 ആളുണ്ട്, സിയും ഡിയും. ഇവിടെ K1 എന്ന് പറഞ്ഞാൽ A2C എന്ന റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് K1. A2D എന്ന ചേഞ്ചിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് K2. റിയാക്ടൻ്റ് സെയിം ആണല്ലോ. ഇവിടെ ഫോർമേഷൻ ഓഫ് സിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി d/dt ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് -K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയാം. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. അതുപോലെ തന്നെ വാട്ട് ഈസ് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡി?
ഡിയുടെ ഫോർമേഷൻ്റെത് എന്താ പറയുക? ഇറ്റ് ഇസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയും. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സി, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു എ ആൻഡ് ഡി ബൈ ഡി ടി ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് K2 ഇൻറ്റു എ. Now what is the rate of disappearance of A? D by dt of A എന്താ വരെ പറ? ഇവിടെ എ സി ആയിട്ടും ഡി ആയിട്ടും മാറുന്നുണ്ട്. എ ആയിട്ടും സി ആയിട്ടും ഡി ആയിട്ടും രണ്ടായിട്ടും മാറുന്നില്ലേ? അപ്പോൾ സി ഫോം ചെയ്യുന്ന സമയത്തും ഡി ഫോം ചെയ്യുന്ന സമയത്തും എ ഡിസപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എ രണ്ട് വട്ടം ഒരേപോലെ അല്ലെങ്കിൽ പാരലായിട്ട് എ എന്ത് ചെയ്യുന്നുണ്ട്? സി ആയിട്ടും ഡി ആയിട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സി ഫോം ചെയ്യുന്നുണ്ട്, ഡി ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടും ഫോം ചെയ്യണമെങ്കിൽ ആര് ഡിസപ്പിയർ ചെയ്യണം? എ ഡിസപ്പിയർ ചെയ്യണം. അപ്പോൾ എ നെറ്റ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സിയും ഡിയും കൂടെ ഓവറോൾ അപ്പിയറൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ K1 ഇൻറ്റു എ എന്ന റേറ്റിൽ സി ആയിട്ടും K2 ഇൻറ്റു എ എന്ന റേറ്റിൽ ഡി ആയിട്ടും മാറും. കോൺസെൻട്രേഷൻ ഓഫ് എ ഇനീഷ്യൽ എമൗണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇസ് ഈക്വൽ ടു K1 പ്ലസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. ഇതാണ് ഒരു പാരലൽ പ്രോസസ്സിൻ്റെ കേസിൽ, പാരലൽ റിയാക്ഷൻ്റെ കേസിൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടൻ്റ് എന്ന് പറഞ്ഞാൽ K1 പ്ലസ് K2, ദാറ്റ് ഇസ് ദ ഓവറോൾ റേറ്റ് കോൺസ്റ്റൻറ്റ്. K1 പ്ലസ് K2 ഇൻറ്റു എ. മനസ്സിലായോ? അപ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ K1 പ്ലസ് K2 ഇൻറ്റു എ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഒരു ഡാറ്റ കിട്ടിയത് എന്താണ്? ഫോർ ദ റിയാക്ഷൻ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ മീൻസ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 ഇൻറ്റു എ കോൺസെൻട്രേഷൻ ഓഫ് എ. ഒരു റിലേഷൻ നമുക്ക് കിട്ടി. ഇനി എന്താണ് തന്നുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അത് സ്റ്റാർട്ട് അറ്റ് എ ടൈം ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഡി അറ്റ് ഓൾ ടൈം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാരലൽ പ്രോസസ്സ് ആകുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് എമൗണ്ട് ആവാം. ഇഫ് K1 ഈസ് ഡി, ഇപ്പോൾ നോക്ക് ഇവിടെ സിയും ഡിയും എല്ലാ സമയത്തും ഒരേ എമൗണ്ട് ആണെങ്കിൽ, സിയും ഡിയും എല്ലാ സമയത്തും ഒരേ എമൗണ്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡി അല്ലേ? അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് സി ഷുഡ് ബി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡി. എങ്കിലല്ലേ സിയും ഡിയും ഈക്വൽ എമൗണ്ട് ആവുള്ളൂ. രണ്ടും ഒരേപോലെ ഫോം ചെയ്യണം, രണ്ടിൻ്റെ റേറ്റ് ഈക്വൽ ആവണം. എന്ന് പറഞ്ഞാൽ K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. എ കോമൺ അല്ലേ? എ സെയിം അല്ലേ? എ ഒരാളല്ലേ? അപ്പോൾ നമുക്ക് എയും കട്ട് ചെയ്ത് കളയാം. എന്ന് പറഞ്ഞാൽ K1 ഇസ് ഈക്വൽ ടു K2. വൈ? സിൻസ് കോൺസെൻട്രേഷൻ ഓഫ് സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഡി. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ഡാറ്റ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഡി. അതുകൊണ്ട് K1 ഈക്വൽ ടു K2 എന്ന് പറയാം. K1 ഈക്വൽ ടു K2 എന്നും പറയാം. ശരിയല്ലേ? ഇനി ബാക്കി ഡാറ്റ പറയാം. ദ ടൈം അറ്റ് വിച്ച് ഓൾ ത്രീ കോൺസെൻട്രേഷൻ വിൽ ബി ഈക്വൽ ഈസ് ഗിവൺ ബൈ. The time at which all the three concentrations is equal is given by. ഇവിടെ നമുക്ക് ഒരു സ്പെസിഫിക് ടൈമിൽ ഇപ്പോൾ ടൈം ടി ഈസ് ഈക്വൽ ടു 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എ ബി ആയിട്ടും ഡി സി ആയിട്ടും ഡി ആയിട്ടും മാറുന്നുണ്ട്. സിയും ഡിയും ഒരുപോലെയാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈമിൻ്റെ ക്വാളിറ്റി എന്താണ്? അറ്റ് എ സ്പെസിഫിക് ടൈം അറ്റ് എ ടൈം ടി ഈസ് ഈക്വൽ ടു ടി. അവിടെ എന്താ കണ്ടീഷൻ? എയുടെയും സിയുടെയും ഡിയുടെയും എമൗണ്ട് ഈക്വൽ ആവണം അല്ലേ? ദ ടൈം അറ്റ് വിച്ച് ഓൾ ത്രീ കോൺസെൻട്രേഷൻസ് വിൽ ബി ഈക്വൽ ഈസ് ഗിവൺ ബൈ. മൂന്നാളുടെയും കോൺസെൻട്രേഷന്, എയുടെ കോൺസെൻട്രേഷനും സിയുടെ കോൺസെൻട്രേഷനും ഡിയുടെ കോൺസെൻട്രേഷനും എന്താവണം? ഈക്വൽ ആവണം. അതിനാകെ സ്റ്റാർട്ടിങ്ങിലാകെ എ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ എമൗണ്ട് ഇല്ലേ അതിനെ 3 ഭാഗമാക്കുക. അപ്പോൾ ഇനീഷ്യൽ എമൗണ്ട് 0 ആണെങ്കിൽ ബൈ 3 അതായിരിക്കും എന്ത്? ഈ 3 ആൾക്കും ഈക്വൽ എമൗണ്ട് ആവുമെന്ന് പറഞ്ഞാൽ. അഥവാ നമ്മളെടുത്തതിൻ്റെ 2/3 റിയാക്ട് ചെയ്തു. നമ്മളെടുത്ത എമൗണ്ടിൻ്റെ 2/3 റിയാക്റ്റഡ്, 1/3 സി ആയിട്ടും 1/3 ഡി ആയിട്ടും മാറി. അപ്പോഴല്ലേ എല്ലാം 1/3 ആവുക. അപ്പോൾ ഇനീഷ്യലി എ 1 ആണെങ്കിൽ അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0യിൽ A0 is equal to 1 ആണെങ്കിൽ at time t is equal to tയിൽ A0 എത്രയാവണം? 1/3 ആവണം. അപ്പോൾ എത്ര റിയാക്ട് ചെയ്തു? 2/3 റിയാക്ട് ചെയ്തു.
അതിൽ 1/3 ആരായിട്ട് മാറി? സി ആയിട്ടും 1/3 ആരായിട്ട് മാറി? ഡി ആയിട്ടും മാറി. അപ്പോൾ സി എത്രയാ? 1/3. ഡി എത്രയാ? 1/3. എ എത്രയാ? 1/3. മൂന്നാളും ഈക്വൽ ആയില്ലേ? അപ്പോൾ ഇനീഷ്യൽ എമൗണ്ടിൻ്റെ 1/3 ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെട്ടു, 1/3 ആയിട്ട് കുറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ മൂന്നാളുടെ എമൗണ്ട് ഈക്വൽ ആകുമ്പോൾ ഇനീഷ്യൽ എമൗണ്ട് എത്ര ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും? 1/3 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും. റിയാക്ടറുടെ എമൗണ്ട് എത്രയാ? 2/3. റിമൈനിങ് എത്രയാ? 1/3. നമ്മുടെ ഈ ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഫോർ ദ ഗിവൺ റിയാക്ഷൻ വാട്ട് ഈസ് ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റ്? ഇറ്റ് ഈസ് K1 plus K2. ആൻഡ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ integral form K is equal to 2.303 by T log A0 by A. ശരിയല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റിൽ നാച്ചുറൽ ലോഗരിതമാണ്, കോമൺ ലോഗ് അല്ല, നാച്ചുറൽ ലോഗാണ്. അപ്പോൾ നമുക്ക് 2.303 ഫോർമാറ്റ് നമുക്ക് വേണ്ട, പകരം എന്ത് മതി? LN മതി അല്ലേ? ഫ്രം ദിസ് ടൈം T is equal to 2.303 ഞാൻ ലോഗിലേക്ക് ചേർത്തു. അപ്പോൾ LN ആയി. A0 എത്ര? ഇനീഷ്യൽ എമൗണ്ട് ആണ്, ഡിവൈഡഡ് ബൈ ഇവിടെ ടൈം എത്ര നമുക്ക് വേണ്ടത്? മൂന്നും ഈക്വൽ ആവണ സ്പെസിഫിക് ടൈമാണ് കേട്ടോ, ആ ക്യാരക്ടറിസ്റ്റിക് ടൈമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എ എത്ര ആയിട്ടുണ്ടാവും? എയുടെ എമൗണ്ട് എത്രയാണ്? A0/3 ആയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് A0/3, A0/3 എന്ന് വരും. അപ്പോൾ LN 3 ആവും അതല്ലേ? ഇവിടെ 1/K, K എന്താണ്? ഫോർ അവർ പാരലൽ പ്രോസസ് വാട്ട് ഈസ് K? ഇറ്റ് ഈസ് K1 plus K2, K1 plus K2. So 1/K1 plus K2 അല്ലേ? So 1/K1 plus K2 into log 3. ഇതാണ് ടൈം ടേക്കൺ, ടൈം റിക്വയർഡ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനൊരു ഓപ്ഷൻ നമുക്കുണ്ടോ? ഇല്ല. നമുക്ക് ഒന്നുകിൽ K1 അല്ലെങ്കിൽ K2യുടെ ടൈമിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇതിനെ K1ലേക്ക് അല്ലെങ്കിൽ K2ലേക്ക് മാറ്റണം. അതിന് പ്രയാസമൊന്നുമില്ല. വി നോ K1 equal to K2. എന്താണ്? K1 is equal to K2. K1ഉം K2ഉം ഈക്വൽ ആണെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാം K1 plus K2 നമുക്ക് എന്ത് എഴുതാം പകരം? is equal to 1/2K1 into log 3 or 1/2K2 into log 3. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഉണ്ടോ? log 3/2K1 log 2/2K1 ഉണ്ടോ? അല്ലെങ്കിൽ 2K2 അല്ലേ? യെസ്, ഓപ്ഷൻ എന്ത് കൊടുക്കാം? ഇറ്റ് ഈസ് എയും 1/2K1 LN 3, 1/2K2 LN 3. ഓപ്ഷൻ എ ആൻഡ് ബി രണ്ടും പറ്റൂലേ? നമുക്കതിലേക്ക് കിട്ടിയേ 1/2K2 LN 3 അല്ലെങ്കിൽ 1/2K1 LN 3. അപ്പോൾ 1/2K1 LN 3 അല്ലെങ്കിൽ 1/2K1 അല്ലെങ്കിൽ 2K2 LN 3. അപ്പോൾ ഓപ്ഷൻ എയും ബിയും നമ്മുടെ ആൻസറുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ശരിയായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. H2SO4 sulfuric acid is electrolyzed. Sulfuric acid is electrolyzed by using platinum electrode. In presence of high current density, due to which at the cathode 2.5 liter of hydrogen at HTP was generated, along with 1.2 liter of O2 at anode, along with H2S2O8. Calculate weight of H2S2O8 generated. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇലക്ട്രോളൈസിസ് ആണ് ബൈ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇൻ പ്രസൻസ് ഓഫ് ഹൈ കറണ്ട് ഡെൻസിറ്റി, ഡ്യൂ ടു വിച്ച് കാഥോഡിൽ H2 ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്, ആനോഡിൽ O2 ഗ്യാസിൻ്റെ കൂടെ പെറോക്സോ ഡൈസൾഫേറ്റും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇല്ലേ? ഇവിടെ നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ H2SO4ൻ്റെ അക്വസ് സൊല്യൂഷനകത്ത് H+ അയോൺസ്, സൾഫേറ്റ് അയോൺസ് കൂടാതെ വാട്ടർ, ഈ മൂന്നാളുകളാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നടക്കാൻ ചാൻസ് ഉള്ള റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെന്താണ്? H++ 1 ഇലക്ട്രോൺ ഗിവിങ് ഹാഫ് H2 കാഥോഡിൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരെണ്ണം. അത് കൂടാതെ എന്താണ്? H2O plus 1 ഇലക്ട്രോൺ ഗിവിങ് ഹാഫ് H2 ആൻഡ് OH മൈനസ്. ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ഈസറോ വാല്യൂസ് ഒക്കെ നോക്കിയിട്ട് ഇതിൽ ഏതാണ് ആദ്യം നടക്കുക എന്ന് വേണേൽ പറയാം. അത് നമുക്ക് പറയാം. ഇതിൽ ഏത് ആദ്യം നടക്കും എന്ന് നമുക്ക് വേണേൽ പറയാം. അല്ലെങ്കിൽ ഏതാണ് കുറച്ച് ഇലക്ട്രിസിറ്റി വേണ്ടതെന്ന് നമുക്ക് പറയാം. ഇവിടെ എന്താണ്? ഹൈ കറണ്ട് ഡെൻസിറ്റിയാണ്.
എന്ന് പറഞ്ഞാൽ കറണ്ടിന് ഒരു ലിമിറ്റും കൊടുത്തിട്ടില്ല. അപ്പോൾ ആസിഡിൻ്റെ എച്ച് പ്ലസിനും വാട്ടറിനും എല്ലാം എന്ത് ചെയ്യാം, റിഡക്ഷൻ നടക്കാം. ആസിഡിൻ്റെ എച്ച് പ്ലസിനും വാട്ടറിനും ഒക്കെ റിഡക്ഷൻ നടക്കാം. അപ്പോൾ എനിവേ കാഥോഡിൽ ആരാണ് ഫോം ചെയ്യുക, H2 ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. നോർമലി H2 ഫ്രം എച്ച് പ്ലസ് ആണെങ്കിൽ അതിൻ്റെ E0 എന്ന് പറഞ്ഞാൽ 0 വോൾട്ട് ആണ്. ആൻഡ് ഫ്രം വാട്ടറിൻ്റെ റിഡക്ഷൻ ആണെങ്കിലോ ഇറ്റ് ഈസ് -0.83 വോൾട്ട് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ റിഡക്ഷൻ സാധാരണ നടക്കാറുള്ള എന്താണ്, ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള ആളാണ് ആദ്യം നമ്മൾ സെലക്ടിവിറ്റി കൊടുക്കുക. കാരണം എന്താണ്, ആ റിഡക്ഷൻ്റെ ഡെൽറ്റ ജി നോക്ക്. വാട്ട് ഈസ് ഡെൽറ്റ ജി? ഡെൽറ്റ ജി 0 എന്ന് പറഞ്ഞാൽ -NF E0. ഡെൽറ്റ ജി 0 എന്ന് പറഞ്ഞാൽ എന്താണ്, -NF E0 ആണ്. അപ്പോൾ E0 പോസിറ്റീവ് ആയാൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. E0 നെഗറ്റീവ് ആയാൽ ഡെൽറ്റ ജി പോസിറ്റീവ് ആവൂലേ, അപ്പോൾ റിയാക്ഷൻ നടക്കാൻ ചാൻസസ് കുറയൂല്ലേ. അപ്പോൾ രണ്ടാമത്തെ റിയാക്ഷൻ ഡെൽറ്റ ജി നെഗറ്റീവാണ്, അത് നടക്കാൻ ടെൻഡൻസി കുറയും. പിന്നെ നോൺ സ്പോണ്ടേനിയസ് നടത്താനാണല്ലോ കറണ്ട് കൊടുത്ത് നമ്മൾ നടത്തുന്നത്. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നാച്ചുറലി ഫീസിബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കറണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ആ റിയാക്ഷനെ നമ്മൾ കണ്ടക്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റിയാക്ഷൻ നടക്കാൻ ഈസിയാണ്, കുറച്ച് ഇലക്ട്രിസിറ്റി മതി. രണ്ടാമത്തെ നടത്താൻ കുറേ ക്വാണ്ടിറ്റി വേണമെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കറണ്ടിന് ലിമിറ്റ് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ആദ്യം ഒരാൾ മറ്റേത് പിന്നെ എന്നിട്ട് പറയേണ്ട ആവശ്യമില്ല, ഇവിടെ രണ്ടും നടക്കും. അപ്പോൾ H2 ഫ്രം എനി സോഴ്സ് ആവാം, ഫ്രം വാട്ടറിൽ നിന്നാവാം, അതുപോലെ ആസിഡിൽ നിന്നും ആവാം. ഇതുപോലെ രണ്ടാമത്തെ പോസിബിലിറ്റി, ഇത് ആനോഡല്ല കാഥോഡാട്ടോ. കാഥോഡിൽ റിയാക്ഷൻ്റെ പോസിബിലിറ്റിയാണ്. ഇനി രണ്ടാമത്തത് ആനോഡിൽ ഓക്സിഡേഷൻ ഫീസിബിലിറ്റി. ഇവിടെ വാട്ടറാണ് ഒരാൾ, വാട്ടറിന് ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ ½ O2 പ്ലസ് 2H++ 2 ഇലക്ട്രോൺ, അതിൻ്റെ വോൾട്ടേജ് +1.23 വോൾട്ട് ആണ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ല, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഫ്ലോ നമ്മൾ NCT കൊടുത്തിട്ടുണ്ട്, +1.23 വോൾട്ട്. ശരിയല്ലേ? നൗ ഇവിടെ H2SO4 സൾഫേറ്റ് ഇല്ലേ, സൾഫേറ്റ് ആനയോണിൻ്റെ കേസിൽ അതിൻ്റെ ഓക്സിഡേഷൻ S2O8 പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിങ് 2 ഇലക്ട്രോൺ അല്ലേ, അതിൻ്റെ കേസിൽ +1.96 വോൾട്ട് എന്ന് NCT കൊടുത്തിട്ടുണ്ട്. ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്, ഓക്സിഡേഷൻ അല്ല. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നേരെ സൈന് മാറ്റിയത് -1.23 -1.96. അപ്പം നമ്മളിതിൽ സെലക്ടിവിറ്റി നോക്കിയിട്ട് ഏതാണ് ആദ്യം നടക്കേണ്ടത്. അപ്പം നമ്മൾ പറയും ആദ്യം നടക്കേണ്ടത് ഏതാണ്, പെറോക്സോ ഡൈസൾഫേറ്റ് ആണോ? അല്ല, ഇവിടെ രണ്ടും മൈനസ് അല്ലേ, ഞാൻ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആട്ടോ ഇപ്പോൾ എഴുതിയത്, രണ്ടും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹയർ ഉള്ളത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. എവിടെ? കാഥോഡില്ല. അപ്പോൾ ഇവിടെ ആനോഡിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, രണ്ടാൾക്കും നെഗറ്റീവാ അല്ലേ, രണ്ടാൾക്കും നെഗറ്റീവാ. അപ്പോൾ നമ്മൾ കറസ്പോണ്ട് ഡെൽറ്റ ജി കൊണ്ട് രണ്ടാൾക്കും പോസിറ്റീവ് ആവില്ലേ. ഈ രണ്ട് ഓക്സിഡേഷൻ്റെയും ഡെൽറ്റ ജി എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ ആർക്കാ മോർ പോസിറ്റീവ് വരിക? ഇയാൾക്ക് സെക്കൻഡ് വണ്ണിന് മോർ പോസിറ്റീവും ഫസ്റ്റ് വണ്ണിന് ലെസ് പോസിറ്റീവും. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഫീസിബിലിറ്റി കൂടുതലുള്ളത്. നമ്മുടെ NCT പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഒരു സെലക്ടിവിറ്റി നമ്മൾ ശരിക്കും കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഫസ്റ്റ് ഫീസിബിലിറ്റി ആയിരിക്കാം വാട്ടറിനാണ്. പക്ഷേ NCT അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, എന്തെന്നറിയാം, ലോവർ കോൺസെൻട്രേഷനിൽ ഡൈല്യൂട്ട് സൊല്യൂഷനിലാണെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് റിയാക്ഷൻ ഫേവർ ചെയ്യുന്നു. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലാണെങ്കിലോ സെക്കൻഡ് ആണ് നടക്കാമെന്നും പറയുന്നുണ്ട്. അതിന് പ്രത്യേക റീസൺ ഉണ്ട് അതിന്. എന്ത് കാര്യം എന്നറിയോ, കോൺസെൻട്രേഷൻ മാറുമ്പോഴേ അവിടെ നമ്മൾ E0 കമ്പയർ ചെയ്യാൻ പാടില്ല. ഇവിടെ നമുക്ക് ആക്ച്വലി ഇതും E0 ആണ്, ഇതും E0 ആണ്. വാട്ട് ഈസ് E0? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഡിഫൈൻഡ് ഫോർ സ്പെസിഫിക് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ്. സ്പെസിഫിക് സെറ്റ് ഓഫ് കണ്ടീഷൻസിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 1 മോളാർ കോൺസെൻട്രേഷൻ, 298 കെൽവിൻ ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനെന്താ സ്പെസിഫിക് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. എന്നാൽ നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാലോ ആ മൊളാരിറ്റി റിക്വയർമെൻറ്റ് നമ്മൾ അവിടെ പൊളിച്ചിട്ടുണ്ട്, മീൻസ് അത് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ റിയാക്ഷൻ്റെ ഫീസിബിലിറ്റി പ്രൊഡിക്റ്റ് ചെയ്യാണ് ഇതിൽ ഏതാണ് ആദ്യം നടക്കുക എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. വൈ? കോൺസെൻട്രേഷൻ മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ 1 മോളാർ അറൗണ്ട് കോൺസെൻട്രേഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് E0 വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റുക, റിയാക്ഷൻ്റെ സെലക്ടിവിറ്റി ഫീസിബിലിറ്റി ഫസ്റ്റ് ഏത് സെക്കൻഡ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
എന്നാൽ ഡൈല്യൂട്ട് ആൻഡ് കോൺസെൻട്രേറ്റ് ആയി കഴിഞ്ഞാലോ ഡിഫറെൻറ്റ് മൊളാരിറ്റീസാണ്. അതിന് പ്രൊപ്പോർഷണലി എന്ത് മാറും? ഈ സെല്ല് മാറും, അല്ലെങ്കിൽ ഈ ഇലക്ട്രോഡ് മാറും. ഈ സെല്ലല്ല, ഈ ഇലക്ട്രോഡാണ്. അവിടെ കോൺസെൻട്രേഷൻ 1 അല്ലെങ്കിൽ അവിടെ ഈസ്രോ സെല്ലിന് വാലിഡിറ്റി ഇല്ല. 1 ആകുമ്പോഴാണ് ഇത് ഈസ്രോ സെല്ലായിട്ട് മാറുക. 1 അല്ലെങ്കിലോ അവിടെ നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് രണ്ട് ഹാഫ് റിയാക്ഷൻ്റെ ഈ ഇലക്ട്രോഡ് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം എന്തിനു കമ്പയർ ചെയ്യാൻ ആദ്യം ഏത് എന്നുള്ളത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എനിക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. ഞാനതിൽ പറഞ്ഞിങ്ങനെ വന്നു എന്നുള്ളൂ. ഇവിടെ എഗെയിൻ ഹൈ കറണ്ട് ഡെൻസിറ്റി ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാം, ആനോഡിൽ അതിൻ്റെ ഫീസ് സെലക്ടിവിറ്റി ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ എങ്ങനെയെന്ന് ഇവിടെ വിഷയമല്ല. ഹ്യൂജ് എമൗണ്ട് കറണ്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ആനോഡിൽ O2 ഗ്യാസും ഉണ്ടാവാം, H2O2- ഉണ്ടാവാം. കാരണം ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, അതെങ്ങനെയാണ് ആനോഡിൽ O2 രണ്ടും ഒന്നിച്ചെങ്ങനെ ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കറണ്ടിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായതുകൊണ്ട് എന്താണ് O2 ഗ്യാസും H2SO2 രണ്ടും ഒന്നിച്ച് ഫോം ചെയ്യാം. O2 ഗ്യാസ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? വാട്ടറിൽ നിന്നാണ്. H2 ഗ്യാസ് എവിടെ നിന്നാണ് ഉണ്ടാവുക? അത് വാട്ടറിൽ നിന്നാവാം, ആസിഡിൽ നിന്നാവാം. പിന്നെ H2SO8 അത് സൾഫേറ്റിൽ നിന്നാണ് ഉണ്ടാവുക. ഇവിടെ കറണ്ടിന് ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ എനിവേ കാഥോഡിൽ H2 ഗ്യാസും ആനോഡിൽ O2 ഉണ്ടാവുന്നുണ്ട്, H2SO8 ഉണ്ടാവുന്നുണ്ട്. അവിടെ കറണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിനെ കൺട്രോൾ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അത് വിട്ടേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും O2 ഗ്യാസ് ആനോഡിലും H2SO8 ആനോഡിൽ ഉണ്ടായിട്ടുണ്ട്, കാഥോഡിൽ H2 ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നു, ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. അത് ആർക്കെങ്കിലും നടന്നോട്ടെ, വിഷയമില്ല. കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നുണ്ട്. കാഥോഡിൽ എത്ര ഇക്വലൻസ് ആണോ റിഡക്ഷൻ നടന്നിട്ടുള്ളത് അത്ര ഇക്വലൻ്റ് ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുള്ളൂ. നമ്മൾ പറയാറില്ലേ, ഒരു ബാലൻസ്ഡ് റിയാക്ഷനിൽ റിയാക്ടൻ്റ് ആരെങ്കിലും ആയിക്കോട്ടെ, ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരെങ്കിലും ആയിക്കോട്ടെ, റെഡ്യൂസിങ് ഏജൻറ്റ് ആരെങ്കിലും ആയിക്കോട്ടെ, അവിടെ സ്റ്റേറ്റ് എന്തെങ്കിലും മാറിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. ഒരു ബാലൻസ്ഡ് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഇക്വലൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഡ്യൂറിങ് ദീസ് ടു ഹാഫ് റിയാക്ഷൻ ഷുഡ് ബി ഈക്വൽ ആയിരിക്കണം. രണ്ടാളുടെയും കേസ് എന്താണ്, ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. നമ്പർ ഓഫ് ഇക്വലൻസ് രണ്ടാളുടെ കേസിലും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് ഓക്കെ. അപ്പോൾ നമുക്ക് കാഥോഡും ഉണ്ട്, അതുപോലെ ആനോഡും ഉണ്ട്. കാഥോഡും ഉണ്ട്, ആനോഡും ഉണ്ട്. അപ്പോൾ നമ്മളെന്താ എഴുതണ്ടേ, നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഓക്സിഡേഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ട് ഹാഫിലും ഇക്വലൻസ് റിയാക്ഷൻ നടക്കേണ്ടത്. കാഥോഡിൽ നമ്മൾ പറഞ്ഞത് H2 ഗ്യാസ് മാത്രമാണ് ഫോം ചെയ്യുന്നത്. ആനോഡിലോ H2 ഗ്യാസും ഉണ്ട്, H2SO8 ഉണ്ട്. ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് H2 ഫോംഡ് അറ്റ് കാഥോഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇവിടെ O2 ആണല്ലേ, ആനോഡിൽ O2 അല്ലേ, യെസ്. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് O2 ഫോംഡ് അറ്റ് ആനോഡ് പ്ലസ് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് H2SO8 ഫോംഡ്. കാരണം ടോട്ടൽ ഇക്വലൻസ് അറ്റ് ആനോഡ് ഓക്സിജൻ ആൻഡ് H2 ടുഗെദർ എത്ര ഉണ്ടോ അത്ര ഇക്വലൻസ് ആണ് H2 ഫോം ചെയ്തിരിക്കേണ്ടത്. ഇതാണ് ഇവിടുത്തെ കീ റിലേഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇതാണ് ഇവിടുത്തെ കീ റിലേഷൻ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് H2യുടെ ഓക്സിജൻ്റെ എല്ലാം വോള്യം തന്നിട്ടുണ്ട്, വോള്യം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്പർ ഓഫ് ഇക്വലൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ളൊരു കാര്യം കൂടെ ചെയ്തു തരാം ഞാൻ. ഇവിടെ 1 ഇക്വലൻ്റ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? ഇറ്റ് ഈസ് 1 ഗ്രാമാ. 1 ഇക്വലൻ്റ് ഹൈഡ്രജൻ 1 ഗ്രാമാ. ഈ 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹാഫ് മോൾ അല്ലേ. 1 മോൾ H2 ഗ്യാസ് അറ്റ് STP, 1 മോൾ ഗ്യാസ് അറ്റ് STP 22.4 അല്ലേ. അപ്പോൾ ഹാഫ് മോളോ എന്ന് പറഞ്ഞാൽ ഹാഫ് മോൾ എത്രയായിരിക്കും, 22.4ൻ്റെ പാതി 11.2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ഇക്വലൻ്റ് H2 ഗ്യാസിൻ്റെ വോള്യം എത്രയാ, 12 ലിറ്റർ ആണ്. 11.2 ലിറ്റർ അറ്റ് STP ആണ്. പഠിച്ചു വെച്ചോ, മറക്കണ്ട കേട്ടോ. ഇതുപോലെ 1 ഇക്വലൻ്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 8 ഗ്രാം ആണ്. 8 ഗ്രാം എന്ന് പറഞ്ഞാൽ 8/32 1/4 മോളാ, 1/4 മോള്. ഈ 1/4 മോൾ എന്ന് പറഞ്ഞാൽ 5.6 ലിറ്ററാ. അപ്പോൾ 1 ഇക്വലൻ്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 5.6 ലിറ്റർ ആണ്. 1 ഇക്വലൻ്റ് ഓക്സിജൻ 5.6 ലിറ്റർ, 1 ഇക്വലൻ്റ് ഹൈഡ്രജൻ 11.2 ലിറ്റർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങുക. നമുക്ക് എത്രയാണ്
ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായിട്ടുള്ളത്, എത്രയാണ് ഓക്സിജൻ ഗ്യാസ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് നോക്കാമല്ലോ. നോക്കൂ, ഹൈഡ്രജൻ എത്രയാ? 2.52 ലിറ്ററാ. ഓക്സിജൻ എത്രയാ? 1.2 ലിറ്ററാ. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 2.52 ലിറ്റർ ഹൈഡ്രജൻ, 2.52 ലിറ്റർ ഹൈഡ്രജനും പിന്നെ ഓക്സിജൻ എത്രയാ? 1.2 ലിറ്റർ ഓക്സിജനും. ഈ 2.52 ലിറ്റർ ഹൈഡ്രജൻ എത്ര ഇക്വലൻസ് എന്നറിയോ? ഒരു ഇക്വലൻ്റ് ഓഫ് ഹൈഡ്രജൻ 11.2 ലിറ്റർ അല്ലേ? 1 ഇക്വലൻ്റ് 11.2 ലിറ്റർ. അപ്പോൾ 2.52 ലിറ്റർ എത്ര ഇക്വലൻസ് ആയിരിക്കും? 2.52 ഡിവൈഡഡ് ബൈ 11.2 അല്ലേ? അത് എത്ര വരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞോളൂ, ചെയ്ത് നോക്കിക്കോളൂ. 2.52 അല്ലേ? 2.52 ഡിവൈഡ് ബൈ 11.2. അതിൻ്റെ വാല്യൂ ഒന്ന് പറഞ്ഞു തരുമോ? അതിൻ്റെ വാല്യൂ എത്ര വരിക? 0.225 ഈക്വലൻ്റ് എന്ന് പറയാം. ഓക്കെ, നൗ 1.2 ലിറ്റർ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര ഇക്വലൻസാ? ഇറ്റ് ഈസ് 1.2 ഡിവൈഡഡ് ബൈ 5.6 ഇസ് ഈക്വൽ ടു എത്രയാ? ഇറ്റ് ഈസ് 0.2143 ഈക്വലൻ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിട്ട് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഹൈഡ്രജൻ ആയി, നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഓക്സിജൻ ആയി. ശരിയല്ലേ? നൗ ആ ഡിഫറൻസ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് H2S2O8 പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് നമ്പർ ഓഫ് ഇക്വലൻസ് is 0.225 minus 0.2143. ആ ഡിഫറൻസ് കണ്ടുപിടിക്കുക. സീക്വൽ ടു 0.01 അല്ലേ? 0.0107 ഇത്രയാണ് ഡിഫറൻസ് വരിക. അത്രയാണ് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് H2S2O8 ഫോം ചെയ്തിട്ടുള്ളത്. ഈ H2S2O8ൻ്റെ മാസ് എത്രയാ? H2S2O8ൻ്റെ മാസ് അത് H2S2O8 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് 98 ശ്രദ്ധിക്കട്ടോ, സൾഫ്യൂരിക് ആസിഡ് 98 അല്ലേ? അപ്പോൾ H2SO4 98 H2 കട്ടായി, അപ്പോൾ 94 ആയോ? 96 ആയോ? 96 പ്ലസ് 96 ആഡ് ചെയ്യാം. അപ്പോൾ എത്ര വരിക? 180 192 വരൂല്ലേ? 192 പ്ലസ് H2 194 ആവും മാസ് വരിക. അപ്പോൾ 96 സൾഫേറ്റ് H2O8 ആയി പ്ലസ് 2 ഇറ്റ്സ് 194 ആയി. ഇത് ഒരു ഡൈപ്രോട്ടിക് ആസിഡ് അല്ലെങ്കിൽ ഡൈവാലൻ്റ് ആസിഡ് ഡൈബേസിക് ആസിഡാണ്. സോ ഇറ്റ്സ് ഇക്വലൻ്റ് വെയിറ്റ് ഈസ്, നിങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള കറസ്പോണ്ടിങ് ചേഞ്ച് എന്താണ്? അപ്പോൾ നമ്മൾ ഹാഫ് റിയാക്ഷൻ ചെയ്തില്ലേ? അവിടെ ഹാഫ് റിയാക്ഷൻ ചെയ്ത സമയത്ത് കണ്ട എന്താണ്? 2 ഇലക്ട്രോൺ ട്രാൻസ്ഫറാണ്. സോ ഇറ്റ്സ് വാലൻസി ഫാക്ടർ ഇസ് 2 ആണ്. അങ്ങനെയെങ്കിൽ ഇറ്റ്സ് ഈക്വലൻ്റ് വെയിറ്റ് ഇസ് ഈക്വൽ ടു 194/2. ഇറ്റ് ഈസ് എത്ര വരിക? അതിവിടെ കൊടുത്താൽ മതി. ഇനി അപ്പോൾ അതിൻ്റെ വെയിറ്റ് കറസ്പോണ്ടിങ് വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 0.0107 ഇൻറ്റു 194/2 ഇസ് ഈക്വൽ ടു വാല്യൂ 1.039 1.04 അപ്രോക്സ് വരും വാല്യൂ. 3 ഗ്രാം 1.03 ഗ്രാം അല്ലേ? 1.03 ഗ്രാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദി ആൻസർ, 1.03 ഗ്രാം. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഞാനത് പറഞ്ഞപ്പോൾ കുറേ ആയിട്ടുണ്ടാവും, ബട്ട് അതിൽ ഞാനതിൻ്റെ ആ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു ബേസിക് ആയിട്ട് പിക്ചർ വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഹൈ കറണ്ട് ഡെൻസിറ്റി സ്പെസിഫിക് ക്വാണ്ടിറ്റിയോട് പറയാത്തത് കൊണ്ട് ഞാനവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കാഥോഡിൽ H2 ഗ്യാസും ആനോഡിൽ O2 ഗ്യാസ് ടുഗെദർ H2S2O8 എന്ന് പറഞ്ഞുകൊണ്ടാണ്. O2 ഗ്യാസ് ഉണ്ടാകുന്ന റിയാക്ഷനിലല്ല H2S2O8 ഉണ്ടാവുന്നത്. രണ്ട് റിയാക്ഷനാണ്. അപ്പോൾ അവിടെ ആനോഡിൽ രണ്ടും നടക്കുന്നുണ്ട്, വാട്ടറിനും സൾഫേറ്റിനും ഓക്സിജൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ രണ്ടും ഫോം ചെയ്തത് എന്ന് നമ്മൾ സ്ഥാപിച്ചു. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് പോവാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, ഫോർ ദ സെൽ ഓഫ് 298 കെൽവിൻ, സെൽ അറ്റ് 298 കെൽവിൻ ആണ്. സിങ്ക് സോളിഡ്, Cu2 പ്ലസ് അക്വസ്, Cu സോളിഡ് ആൻഡ് Zn2 പ്ലസ് അക്വസ്. Variation of E cell with the log Q, where Q is reaction quotient, is of the type. ഓക്കെ, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതാണ് ആ ഗ്രാഫ് തന്നിട്ടുള്ളത്. E cell വേഴ്സസ് log Q വിത്ത് സ്ലോപ്പ് ഈസ് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇൻ്റർസെപ്റ്റ് നോൺ സീറോ ഇൻ്റർസെപ്റ്റ് അവിടെ ഉണ്ട്. സ്ലോപ്പ് ഈസ് നെഗറ്റീവ് ആണ്, നോൺ സീറോ ഇൻ്റർസെപ്റ്റ് ഈസ് ദർ. ഇനിയോ അവിടെ തന്നിട്ടുള്ളത് അറ്റ് വാട്ട് വാല്യൂ ദ റേഷ്യോ ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് E cell would be 1.1591. Okay, at what value of ratio of molar concentration of ions E cell would be 1.591. ഇതാണ് നമ്മുടെ റിയാക്ഷൻ.
അല്ലേ? അപ്പോൾ റിയാക്ഷൻ മാറ്റിയിരുന്ന നമുക്ക് സിങ്ക് പ്ലസ് Cu2 പ്ലസ് ഗിവിങ് Zn2 പ്ലസ് ആൻഡ് Cu. ഓക്കെ, അക്വസ് ശരിയല്ലേ? ഈ കേസിലെ ഈ സെല്ലിൻ്റെ ഈ സീറോ സെല്ല് നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതി കൊടുക്കുക? ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.0591/2 ലോഗ് Zn2 പ്ലസ് Q അല്ലേ? ലോഗ് Q എന്ന് കൊടുക്കാം. QC, വാട്ട് ഈസ് QC? Q is equal to Zn2 പ്ലസ് ബൈ Cu2 പ്ലസ്. അതെല്ലാം എഴുതാൻ സുഖം, QC കൊടുക്കാം. ശരിയല്ലേ? നൗ ഈ സെല്ല് നമുക്കറിയാം, അത് കുഴപ്പമില്ലല്ലോ, നമുക്കറിയാലോ. E0 Zn2 പ്ലസ് ബാർ Zn വാല്യൂ, E0 Cu2 പ്ലസ് ബാർ Cയുടെ വാല്യൂ നമുക്കറിയാം. എത്രയാ? സിങ്കിൻ്റെ കേസിൽ 0.76 ആണ്, കോപ്പറിൻ്റെ കേസ് 0.34 ആണ് വോൾട്ടേജ് വരിക. അപ്പോൾ E0 സെല്ല് എന്താ വരിക? E0 സെല്ല് ഇറ്റ് ഈസ് കാഥോഡ് മൈനസ് ആനോഡാണ്, പ്ലസ് 0.34 മൈനസ് 0.76 ഈസ് ഈക്വൽ ടു 1.1 വോൾട്ട് എന്ന് വരും. 1.1 വോൾട്ട് എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ E0 സെല്ല് കിട്ടിയ എത്രയാണ്? E0 സെല്ല് ഇറ്റ് ഈസ് 1.1 വോൾട്ട് മൈനസ് ഇത് 0.0591 0.06 ചേർക്കാം, ബൈ 2 കൊടുത്താലേ ഇറ്റ് 0.03 ഇൻറ്റു ലോഗ് Q. ഇനി ചോദ്യം എന്താണ്? അറ്റ് വാട്ട് കോൺസെൻട്രേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ QCയുടെ വാല്യൂ അല്ലെങ്കിൽ Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് അതിൻ്റെ റേഷ്യോ. ആ കോൺസെൻട്രേഷൻ റേഷ്യോ എത്ര ആവുന്ന സമയത്താണ് ഈ സെല്ല് 1.1591 ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ 1.1591 ആവണം അല്ലേ? അപ്പോൾ ഈ ഒരു വാല്യൂ വരണമെങ്കിൽ ഇത് നമ്മൾ Q എത്ര എടുക്കണം എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട? 0.03 തന്നെ കൊടുക്കേണ്ട, നമുക്ക് നമ്മുടെ ഫോർമാറ്റിനെ സൂക്ഷിക്കുക അല്ലേ? 0.0591/2. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 0.0591/2 ഇൻറ്റു ലോഗ് Q ഇസ് ഈക്വൽ ടു എന്ത് വരും? 1.1 മൈനസ് 1.1591 എന്ന് കിട്ടും. ആ ഡിഫറൻസ് എത്രയാണ്? മൈനസ് 0.0591 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ലോഗ് Q ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ലോഗ് Q ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 0.0591 അല്ലേ? ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.0591 ഇസ് ഈക്വൽ ടു -2. എത്ര വരിക? -2. അപ്പോൾ QC ഇസ് ഈക്വൽ ടു 10 raised to Q is equal to ഇവിടെ എത്ര വരിക? ഓക്കെ, 10 raised to QC is equal to 10 raised to -2 എന്ന് വരില്ലേ? QC is equal to 10 raised to -2 എന്ന് പറഞ്ഞാൽ Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് is equal to 10 raised to -2. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? അവിടെ ശരിയാവുന്നില്ലേ? നോക്കൂല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ആൻസർ വരിക? Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് is equal to 0.01 കിട്ടുന്നില്ലേ? ഓക്കെ, ശരിയായില്ലേ? ഓക്കെ, നൗ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് is equal to 10 raised to -2. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ്സ് ദി ആൻസർ. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് 15. Some statements about dry cell batteries. Are given. ഒന്ന്, anode is a zinc metal and cathode is inert graphite in a paste of MnO2 and carbon black. നമ്മളെ ഡ്രൈ സെല്ല് ലെക്ലാൻഷ്യസ് സെല്ലിലെ അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ടൈപ്പ് സെല്ലുകളുണ്ട്, ഒന്ന് വായിച്ച് നോക്കാം. ഈസിയാണ് കോൺസെപ്റ്റ്. അതിൻ്റെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ടൈപ്പ് പ്രൈമറി സെല്ലാണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ്, ഇലക്ട്രോലൈറ്റ് ആരാണ്, ദെൻ അതിൽ വരുന്ന ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ഈസ്രോ സെല്ല് തന്നിട്ടുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കുക. അത് ബൈ ഹാർട്ട് ചെയ്തേ മതിയാകും, വേറെ ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇവിടെ ആനോഡ് ഈസ് സിങ്ക് മെറ്റൽ ആൻഡ് കാഥോഡ് ഈസ് ഇനർട്ട് ഗ്രാഫൈറ്റ് അല്ലേ? ആനോഡ് സിങ്ക് മെറ്റൽ ശരിയല്ലേ? സിങ്ക് ആണ്, സിങ്ക് കപ്പ്. തന്നെ ഇനർട്ട് ഗ്രാഫൈറ്റ് കാർബൺ റോഡ്,
ശരിയല്ലേ? പേസ്റ്റ് ഓഫ് MnO2 and carbon black electrolyte. So this correct statement ആണ്. Electrolyte is ammonium chloride, paste of ammonium chloride and ZnCl2. ശരിയല്ലേ? Oxidation product of product is Zn2 plus. Why? At anode, zinc undergoes oxidation 2 plus 2 electron. Oh yes, zinc is oxidation product. ശരിയല്ലേ? And the reduction product is Mn2O3. Reduction product is Mn2O3. അതെങ്ങനെയാ? കാഥോഡ് ഗ്രാഫൈറ്റ് ആണ്. യെസ്, കാഥോഡ് ഇനേർട്ട് ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഒരു റിഡക്ഷൻ അല്ലേ നടക്കേണ്ടത്? ആർക്ക്? ഗ്രാഫൈറ്റിനല്ലല്ലോ. MnO2 അല്ലേ ഇലക്ട്രോലൈറ്റ് ഉള്ളത്. അപ്പോൾ MnO2 എന്താ വരിക? അല്ലെങ്കിൽ MnO2 അല്ലേ കാഥോഡ് ഉള്ളത്. ഗ്രാഫൈറ്റ് റോഡ് പേസ്റ്റ് ഓഫ് MnO2. ഈ MnO2 റിയാക്ട് ചെയ്യും, അണ്ടർഗോസ് റിഡക്ഷനാ in presence of ammonium ions. So അതിൻ്റെ റിയാക്ഷൻ നിങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. 2 ammonium plus 2 electron giving Mn2O3 and 2 ammonia plus H2O. So it forms Mn2O3. So plus 4 സ്റ്റേറ്റിൽ നിന്ന് പ്ലസ് 3 സ്റ്റേറ്റിലേക്ക് മാംഗനീസ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതും കറക്റ്റാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 all are correct statements. All are correct statement. Clear? Now question number 16. Question number 16. 100 ml of a buffer of 1 molar ammonia aqueous and 1 molar ammonium aqueous are placed in 2 voltaic cells separately. 2 voltaic cell ഉണ്ട്. അപ്പോൾ രണ്ടിലും എന്താണ്? 100 ml ബഫർ സൊല്യൂഷൻ ഉണ്ട്. ആ ബേസിക് ബഫറാണ് അമോണിയ ആൻഡ് അമോണിയം. സോ ഇറ്റ്സ് എ വെരി അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ്. അതല്ലെങ്കിൽ എന്താ പറയാം, ഇക്ലിബ്രിയം കോൺസെപ്റ്റ് പ്ലസ് ഇലക്ട്രോ കെമിസ്ട്രി ആണ് അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ 2 വോൾട്ടൈക് സെല്ലുണ്ട്. നല്ല രസമുള്ള ചോദ്യമാണ്. 100 ml ബഫർ ഇൻ ഈച്ച് കേസ് എടുത്തിരിക്കുന്നു. രണ്ടിലും അമോണിയ ആൻഡ് അമോണിയം ആൻഡ് കോൺസെൻട്രേഷൻ ഇക്വമോളർ എടുത്തിട്ടുണ്ട്. ശരി. ആർ പ്ലേസ്ഡ് ഇൻ 2 വോൾട്ടൈക് സെൽ സെപ്പറേറ്റ്ലി. Now a current of 1.5 ampere is passed through both cells for 20 minutes. 1.5 ampere current passed through both cells for 20 minutes ആണ്. If electrolysis of water only takes place. വാട്ടറിൻ്റെ ഇലക്ട്രോലൈസിസ് ആണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. വേറെ അമോണിയക്കോ അമോണിയം അയോണിനോ എന്തില്ല, ഇലക്ട്രോലൈസിസ് നടക്കുന്നില്ല. പിന്നെ ആർക്ക് മാത്രമാണ് അവിടെ വാട്ടറിന് മാത്രമാണ് റിഡക്ഷനും വാട്ടറിന് മാത്രമാണ് ഓക്സിഡേഷൻ നടക്കുന്നതെന്ന് വിചാരിക്കാൻ അസ്യൂം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ LHS RHS റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഏതിലാണ് pH കൂടെ കുറയുക എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് മാറ്റി ചെയ്താൽ RHSും LHSും. വാട്ട് ഈസ് LH? LHS നോർമലി ആനോഡ് അല്ലേ, വേർ ഓക്സിഡേഷൻ അല്ലേ നടക്കുക. LHS ആനോഡ്. അവിടെ ഓക്സിഡേഷൻ എന്താ നടന്ന് നമുക്ക് നോക്കാം. 2H2O giving 4H plus O2 plus 4 electron. 4H plus O2 plus 2 electron അല്ലേ? അല്ല, 4 electron. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, അവിടെ ആനോഡിൽ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ H+ അയോൺസ് കൂടൂല്ലേ. നമ്മുടെ ബഫർ സൊല്യൂഷൻ ഏതാണ്? അമോണിയം അല്ലേ? അമോണിയ ഗീവ്സ് അമോണിയം പ്ലസ് OH മൈനസ്. ഇതാണെന്ത് നമ്മുടെ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ബഫർ അതല്ലേ സൊല്യൂഷൻ വരിക അല്ലേ? അമോണിയം പ്ലസ് OH മൈനസ് ഗീവ്സ് അമോണിയം ഹൈഡ്രോക്സൈഡ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബേസിക് ബഫർ ഇങ്ങനെയാണ് ഉണ്ടാവുക എപ്പോഴും. അപ്പോൾ ഇവിടെ നമ്മൾ ആനോഡിൻ്റെ കേസിൽ ആനോഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, റിയാക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ H2O ഗിവിങ് H+ ആൻഡ് O2+ ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ആനോഡിൽ റിയാക്ഷൻ നടന്നാൽ H+ കൂടും. H+ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? H+ കൂടി എന്താ സംഭവിക്കുക? ആ H+ വന്നിട്ട് ഈ OHനെ കൺസ്യൂം ചെയ്യും. അപ്പോൾ റിയാക്ഷൻ ഫോർവേഡ് നടക്കും എന്ന് പറഞ്ഞാൽ അവിടെ കോൺസെൻട്രേഷൻ ഓഫ് എന്താ സംഭവിക്കുക ഇവിടെ? ഓക്കെ, OH മൈനസ്. ഇതാണ് ബഫർ സൊല്യൂഷന്. ഇവിടെ നമുക്ക് എന്ത് പറയാം? pH = ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ആനോഡിൽ H+. അപ്പോൾ ആനോഡിൽ H+ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർ ബേസിക് ബഫർ POH = pKb പ്ലസ് ലോഗ് വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ അമോണിയ
ആൻഡ് അമോണിയം, അമോണിയ ആൻഡ് അമോണിയം. ഇതാണെന്ത് ബേസിക് ബഫറിൻ്റെ നമുക്ക് തന്ന ബഫറിൻ്റെ pOH കണ്ടുപിടിക്കാനുള്ള മാർഗം ഇതാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ബഫറിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ആനോഡിൽ ഓക്സിജൻ വഴി H+ ഫോം ചെയ്യും. H+ ഫോം ചെയ്താൽ OH- കൺസ്യൂം ചെയ്യപ്പെടും. OH- ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ റിയാക്ഷൻ ഫോർവേഡ് ഷിഫ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അമോണിയയുടെ എമൗണ്ട് കൂടും, അമോണിയയുടെ എമൗണ്ട് കുറയും അല്ലേ? സോ റിസൾട്ട് എന്താണ് ഇതിൽ? ഡ്യൂ ടു ന്യൂട്രലൈസേഷൻ ഓഫ് OH- റിയാക്ഷൻ ഫോർവേഡ് നടന്നാൽ അമോണിയം കോൺസെൻട്രേഷൻ കൂടും അല്ലേ? അതേസമയം അമോണിയ കോൺസെൻട്രേഷൻ കുറയും. ഇതല്ലേ സംഭവിക്കുക? അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ആനോഡിൽ H+ ഫോം ചെയ്യുന്നു, ആനോഡിൽ H+ ഫോം ചെയ്യുന്നുണ്ട്. ആ ഫോം ചെയ്യുന്ന H+ എന്ത് ചെയ്യും? നമ്മുടെ ബഫർ, ബേസിക് ബഫറിൻ്റെ ഇക്വേഷൻ അമോണിയം പ്ലസ് OH- ആണ്. ആ OH-നെ ന്യൂട്രലൈസ് ചെയ്യും. പ്രൊഡക്റ്റ് കുറഞ്ഞ റിയാക്ഷൻ ഫോർവേഡ് ഷിഫ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അമോണിയം കൂടും, അമോണിയ കുറയും. എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെ അമോണിയം കൂടി അമോണിയ കുറഞ്ഞാൽ QCയുടെ വാല്യൂ കൂടൂല്ലേ? അപ്പോൾ pOH വിൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ pH ഡിക്രീസ് ചെയ്യും. ഇതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ഇനി RHSലേക്ക് പോവാം. RHSലെ അവസ്ഥ എന്താണ്? അവിടുത്തെ റിയാക്ഷൻ എന്താണ്? 2H2O + O2 + 4 ഇലക്ട്രോൺ ഗീവ്സ് 2H2O + O2 + 4 ഇലക്ട്രോൺ ഗിവിങ് 4 OH-. ഇതാണ് നമുക്ക് തന്ന റിയാക്ഷൻ RHSലേത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്താം? എഗെയിൻ ബഫറിൽ നമുക്ക് ആരൊക്കെയുണ്ട്? അമോണിയ ഗിവിങ് അമോണിയം ++ OH-. അപ്പോൾ RHSൽ ഈ റിയാക്ഷൻ അഥവാ കാഥോഡിൽ ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ OH കൂടില്ലേ? OH കൂടിയ ഇവിടെ OH-ൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. QC കൂടിയല്ലേ അവിടെ എന്ത് ചെയ്യും? റിയാക്ഷൻ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. സോ ഡ്യൂ ടു ദ റിയാക്ഷൻ അറ്റ് കാഥോഡ് OH- കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ബഫർ അമോണിയ ഗീവ്സ് അമോണിയം ++ OH- ആണ്. അവിടെ എന്ത് ചെയ്യും? OH- കൂടെ റിയാക്ഷൻ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്താൽ അമോണിയയുടെ എമൗണ്ട് കൂടും, അമോണിയ അയോണിൻ്റെ എമൗണ്ട് കുറയും. വാട്ട് ഈസ് pOH? pOH എന്താണ്? pKb + log concentration of ammonium conjugate acid by weak as base അല്ലേ? അമോണിയ. ഇവിടെ അമോണിയം കുറയുക, അമോണിയ കൂടുക എന്ന് പറഞ്ഞാൽ QCയുടെ വാല്യൂ കുറയും. എന്ന് പറഞ്ഞാൽ pOH വിൽ ഡിക്രീസ്, pH വിൽ ഇൻക്രീസ്. രണ്ടും നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അവിടെ ആദ്യം ബേസിക് ബഫറിൻ്റെ pOH-ൻ്റെ ഇക്വേഷൻ വേണം നമുക്ക്. അമോണിയ ആൻഡ് അമോണിയം അയോണാണ് ആ ബഫറിലുള്ളത്. അപ്പോൾ ബഫറിൻ്റെ ഇക്വേഷൻ ഏതാണ്? ബഫറിൻ്റെ ഫോർമാറ്റ് ഏതാണ്? pOH = ഇതാണ് ബഫറിൻ്റെ ഇക്വേഷൻ. pKb + log അമോണിയം/അമോണിയ. നമ്മൾ ആനോഡിൽ എടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? റിയാക്ഷൻ വഴി H+ ഫോം ചെയ്യും. H+ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ആ ബഫറിൻ്റെ OH-നെ ന്യൂട്രലൈസ് ചെയ്യുക. അല്ലെങ്കിൽ അമോണിയ കമ്പൈൻസ് വിത്ത് H+, അങ്ങനെയും പറയാം. അമോണിയ കമ്പൈനിങ് വിത്ത് H+ ആൻഡ് ഫോംസ് അമോണിയം അയോൺസ് ഉണ്ടാവും. അമോണിയം അയോൺസ് കൂടിക്കഴിഞ്ഞാൽ അമോണിയം കൂടിക്കഴിഞ്ഞാൽ അമോണിയ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഗ് ഓഫ് ദിസ് വാല്യൂ കൂടും, pOH കൂടും, pH കുറയും. രണ്ടാമത് പറഞ്ഞത് കാഥോഡിൽ എന്താണ്? OH- ഉണ്ടാവുന്നത്. OH- ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അമോണിയക്ക് റിയാക്ഷൻ ഇല്ല, അമോണിയം + OH- ഗീവ്സ് അമോണിയ ഉണ്ടാവും. ന്യൂട്രലൈസേഷൻ നടന്നിട്ട് അമോണിയ ഉണ്ട്. അപ്പോൾ അമോണിയയുടെ എമൗണ്ട് കൂടും, അമോണിയം അയോണിൻ്റെ എമൗണ്ട് കുറയും. എന്ന് പറഞ്ഞാൽ pOH കുറയും, pH കൂടും. അപ്പോൾ നമ്മൾ ആൻസർ കൊടുക്കുക. നമുക്ക് ആൻസർ കൊടുക്കേണ്ടതാണ് നല്ലത്. ഇവിടെ LHSലാണ് pH ആട്ടോ. pH LHSൽ pH കുറയാണ്. LHSൽ pH കുറയുക. അപ്പോൾ അതല്ല LHSൽ. അപ്പം പിന്നെ അതപ്പോൾ ഓപ്ഷൻ A അല്ല, ബോത്ത് അല്ല, രണ്ടിലും രണ്ട് രീതിയിലാണ് വരുന്നത്. RHSൽ എന്താ വന്നിട്ടുള്ളത്? RHSൽ pH കൂടുക ചെയ്തത്. RHSൽ pH കൂടിയിട്ടുണ്ട്. ശരിയല്ലേ? ഓപ്ഷൻ B ഈസ് ദി ആൻസർ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി. അവിടെ ഇലക്ട്രോകെമിസ്ട്രി ഇല്ല, അത് അവിടെ വോൾട്ടൈക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോകെമിസ്ട്രിയുടെ ഹാഫ് റിയാക്ഷനും വെച്ചിട്ടാണ് അതും പ്ലസ് ഇക്വിലിബ്രിയത്തിൻ്റെ എന്താ പറയുക ബഫറിൻ്റെ കോൺസെപ്റ്റോട് കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ ഒരു കേസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കേട്ടല്ലോ? ഓക്കെ. നൗ
Okay, now question number 17. Question number 17. For the first order reaction, dA by dt is equal to K into A. At a time t is equal to 0, A gives product ആണ് reaction. First order reaction ആണ് A gives product. Okay. അതിൽ at a time t 0 ആവുന്ന സമയത്ത് എന്താണ് അത് നമുക്കിങ്ങനെ എഴുതാം A gives product. Time t is equal to 0യിൽ ഇനീഷ്യൽ A ഉണ്ട്, ഇത് 0 ആണ്. At time t is equal to t. Some amount A disappeared ആണ്. So remaining amount, so minus x plus x അല്ലേ. റിമൈനിങ് എമൗണ്ട് അറ്റ് ടൈം ടി എത്രയാ? A മൈനസ് എക്സ് മോൾ ആരുണ്ട്? A ഉണ്ടാവും, എക്സ് മോൾ ആരുണ്ട്? പ്രൊഡക്റ്റും ഉണ്ടാവും. ഇതാണ് ഈ തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞത്. ഞങ്ങൾ മാറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. റേറ്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ആണ്. ആൻഡ് ആ റിയാക്ഷൻ്റെ ടൈം 0യിലും ടിയിലെയും ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. നൗ ഫോളോയിങ് ഇക്വേഷൻസ് ആർ ഗിവൺ. കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആദ്യം എക്സിനെ ഡിഫൈൻ ചെയ്യണം, പിന്നെ എ മൈനസ് എക്സിനെ ഡിഫൈൻ ചെയ്യണം, ദെൻ കെനെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ what is K? For a first order reaction, what is K? It is 2.303 by T log initial concentration atraya A by concentration at time T atraya A minus X. അപ്പോൾ K is equal to 2.03 by T log A minus X, A by A minus X. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 3 ശരിയല്ലേ? അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ 1 കിട്ടിയിട്ടുണ്ട്, 3 ഓക്കെയാണ്. ഇനി ഇവിടുന്ന് എക്സ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും നമുക്ക്. അത് ഇത് ഇ റൈസ് ടു കെ ടി കേട്ടോ. എ മൈനസ് എ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു കെ ടി എന്നാണത്. 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ടി. ഓക്കെ, അതാണ് ഫോർമാറ്റ്. എക്സ്പോണൻഷ്യലാണത്. 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ടി. അപ്പോൾ എക്സിനെ ഡിഫൈൻ ചെയ്യണം നമ്മളിവിടെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് റീഫോം ചെയ്യുകയാണ്. കെ ഇസ് ഈക്വൾ ടു 2.3 അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ 1 ബൈ ടി എൽ എൻ എ ബൈ എ മൈനസ് എക്സ് ഓർ കെ ടി ഇസ് ഈക്വൾ ടു എൽ എൻ എ ബൈ എ മൈനസ് എക്സ്. ഓക്കെ, ഓർ മൈനസ് കെ ടി ഇസ് ഈക്വൾ ടു എൽ എൻ എ മൈനസ് എക്സ് ബൈ എ. ഇനി ലോഗരിതം നമ്മൾ ഒഴിവാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ മൈനസ് എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് കെ ടി എന്ന് കിട്ടും. ശരിയല്ലേ? എ മൈനസ് എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് കെ ടി എന്ന് പറയാം. ഓർ എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു, ഞാൻ ഇങ്ങോട്ട് എഴുതാം, ഓർ എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ടി എന്ന് കിട്ടും. ശരിയല്ലേ? ഓർ എക്സ് ഇസ് ഈക്വൽ ടു എന്താ പറയുക? എ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ടി. ഓക്കെ, ഇവിടെ ടൈപ്പിംഗ് കുഞ്ഞൊരു എറർ വന്നിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് മാറിയതാണ്. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ എ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ടി. അപ്പോൾ 2ഉം കറക്റ്റാണല്ലോ. അപ്പോൾ 3ഉം കറക്റ്റാണ്, 2 അല്ല 1ഉം കറക്റ്റായില്ലേ? അപ്പോൾ 2ഉം കൂടെ കറക്റ്റായി കഴിഞ്ഞാൽ സന്തോഷമായില്ലേ? ഓക്കെ, അപ്പോൾ 1 ഓക്കെയാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ടി. 3 ഓക്കെയാണ്. 3 എന്താ വന്നിട്ടുള്ളത്? 2.03 ബൈ ടി ഇൻറ്റു ലോഗ് എ ബൈ എ മൈനസ് എക്സ്. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്തത് എ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, അടുത്ത് നോക്കൂ, എ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1/2 വൈ. അതിപ്പോൾ എന്താ സാധനം അല്ലേ? എ ഇൻറ്റു 1/2 റൈസ് ടു വൈ, വേർ വൈ എന്ന് പറഞ്ഞാൽ ടി ബൈ ടി 50 ടി ബൈ ടി ഹാഫാ. ടി ബൈ ടി ഹാഫ് ആണെന്ത്? വൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ടി ബൈ ടി ഹാഫ് എന്ന റേഷ്യോ കണ്ടുപിടിക്കണം. അത് വൈയാ, അത് 1/2 റേസ് ടു വൈ വരുന്നൊരു ഫോർമാറ്റ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? നമുക്കതൊന്ന് നോക്കാം കേട്ടല്ലോ. അപ്പോൾ നമുക്ക് ഹാഫ് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാലോ, എ മൈനസ് എക്സ് ആണ് ദ എമൗണ്ട് അറ്റ് ടൈം ടി എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് ഇനീഷ്യൽ എമൗണ്ട് ബൈ 2 ആണെന്ത്? ആ ഹാഫ് ലൈഫിന് കറസ്പോണ്ടിങ് അല്ലേ? ഹാഫ് ലൈഫ് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എ മൈനസ് എക്സ് എത്രയാവണം? എ ബൈ 2 ആവണം എന്നുള്ളതാണ്.
ഫോർ ഹാഫ് ലൈഫ് ടൈം നമുക്കറിയാം എന്ത് കെ ഇസ് ഈക്വൽ ടു 2.303 ബൈ ടി 50% കംപ്ലീഷൻ. ദെൻ ലോഗ് a/2 എന്ന് വരും, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 2.303 ബൈ ടി 50 ഇൻറ്റു ലോഗ് 2 എന്ന് കൊടുക്കാം, ശരിയല്ലേ? ലോഗ് 2യുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, ഓക്കെ, നമ്മൾ ഹാഫ് ലൈഫ് ടൈമിൽ ജനറലൈസ് ചെയ്ത് ചെയ്യുകയാണ്. ഇവിടെ ഹാഫ് ലൈഫ് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ കെനെ ഇക്വേറ്റ് ചെയ്യുകയാണ്. 2.303 ബൈ ടി 50 ഇൻറ്റു ലോഗ് 2 ഈസ് ഈക്വൽ ടു 2.303 ബൈ എ ടൈം ലോഗ് എ ബൈ എ മൈനസ് എക്സ്. ഇവിടെ T50 ആവുന്ന സമയത്ത് എന്താണ് എ ബൈ എ മൈനസ് എക്സ് A/2 ആണ്. ഇത് രണ്ടായാലും എന്താണ് കെ അല്ലേ? രണ്ടായാലും എന്താണ് സോറി ലോഗ് 2 ഉണ്ട്. വാട്ട് ഈസ് കെ? കെ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. കെ കോൺസ്റ്റൻ്റ് ആണ്. ഏതൊരു സിറ്റുവേഷൻ എന്താണ് കെ സെയിം ആയിരിക്കും. അപ്പോൾ ഹാഫ് ലൈഫ് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെയും അല്ലെങ്കിൽ കെ ഇൻ ടേംസ് ഓഫ് ഹാഫ് ലൈഫ് ടൈം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. വാട്ട് ഈസ് കെ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഹാഫ് ലൈഫ് ടൈം. ഇറ്റ് ഈസ് 0.693 ബൈ നമുക്കറിയില്ലേ ടി ഹാഫ് ഇസ് ഈക്വൽ 0.693 ബൈ കെ ഓർ കെ ഇസ് ഈക്വൽ 0.693 ബൈ ടി ഹാഫ് കൊടുക്കാറില്ലേ? അല്ല സോറി കെ എന്ന് കൊടുക്കാറില്ലേ? ആ ഒരു ഫോർമാറ്റ് എവിടെയും കൊടുത്തു. കേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2.303 ഇൻറ്റു ലോഗ് 2 ബൈ ടി 50 ദെൻ 2.303 ബൈ ടി. അപ്പോൾ ഇവിടെ നമുക്ക് 2.303 ഒന്ന് ക്യാൻസൽ ചെയ്യാം. നമുക്ക് വേണ്ടത് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള എന്താണ്? വാട്ട് ഈസ് വൈ? വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നിട്ടുള്ളത് ടി ബൈ ടി 50 ആണ്. ടി ബൈ ടി ഹാഫ് ആണ് നമുക്ക് തന്നിട്ടുള്ള വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യാണ്? ഒന്ന് ടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ടി ബൈ ടി 50 ടി ബൈ ടി 50% ഇൻറ്റു ലോഗ് 2 ഇൻറ്റു ലോഗ് 2 ഈസ് ഈക്വൽ ടു ലോഗ് എ ബൈ എ മൈനസ് എക്സ്. ശരിയായോ? ഓക്കെ, ഓർ അഗെയിൻ ടി ബൈ ടി 50 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/2 ടൈമാണ് വേണ്ടത്. അപ്പോൾ ലോഗ് 1/2 ഇസ് ഈക്വൽ ടു എന്ന് പറയാം ലോഗ് എ മൈനസ് എക്സ് ബൈ എ. നിങ്ങൾ മേത്സാരാണല്ലോ, നിങ്ങൾ മേത്സാറല്ലേ? ഓക്കെ, now t by t50 into log 1/2 is equal to log a minus x by a. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടി ബൈ ടി 50 നമുക്ക് വൈ എന്ന് എടുക്കാൻ പറഞ്ഞിട്ട് നമ്മോട് ഇറ്റ് ഈസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ അവിടെ വൈ ഇൻറ്റു ലോഗ് 1/2 ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് എക്സ് ബൈ എ. ശരിയാണല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് 1/2 റേസ് ടു വൈ എന്ന് കൊടുക്കാം ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് എക്സ് ബൈ എ. നമുക്ക് ലോഗ് കൊണ്ട് കട്ട് ചെയ്താൽ പോരെ. അപ്പോൾ ഹാഫ് റേസ് ടു വൈ ഇസ് ഈക്വൽ ടു എ മൈനസ് എക്സ് ബൈ എ ഓർ എ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഹാഫ് റേസ് ടു വൈ. അപ്പോൾ അതും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടോ. ഇതാണ് ആ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാ ഫോർമാറ്റും ഡെറൈവ് ചെയ്യാൻ പറ്റി. ഇത് മാത്തമാറ്റിക്കലാണ്. കെമിസ്ട്രിക്കാർക്ക് വലിയ റോളില്ലല്ലേ? JEE ഉള്ള മാത്സാർക്കുള്ള എക്സാം ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂളായിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തന്നുള്ള ഡാറ്റ, നമുക്ക് അറിയുന്ന ഡാറ്റ എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് വേണ്ട ഫോമിലേക്ക് ഫോർമാറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തരം ഒരു ബേസിസ് നിന്നിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത് റിലേഷൻ കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് നമ്മുടെ ഒരു ശരിക്കും നമ്മൾ ഇൻവോൾവ് ചെയ്യണം. അല്ലാതെ റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസ് ഇക്വേഷൻ കിട്ടി, ഇൻപുട്ട് ചെയ്യുക, ആൻസർ കിട്ടി, ഈ പരിപാടി അല്ല. കാര്യമായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്തെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. എന്നിരുന്നാലും എന്താണ്, ഏറെക്കുറെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ? തീരെ ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. ജസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവണില്ലേ? ദാറ്റ് മീൻസ് വി ക്യാൻ ഡു ഇറ്റ് എന്നാണല്ലോ. അപ്പോൾ തീരെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. ഇവിടെ എന്താണ് പറ്റും. വൈ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 18 അനദർ 1. അപ്പോൾ ഇവിടെ ഏതാണ് നമുക്ക് 1ഉം 2ഉം 3ഉം എല്ലാം ആൻസർ കൊടുക്കാം കേട്ടല്ലോ. 1, 2, 3 ആൻസർ കൊടുക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18
The rate law for a reaction between substances A and B is given by rate is equal to K into A raised to N into B raised to M. If concentration of A is doubled and that of B is halved, the new rate as compared to the earlier rate would be. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, ഞാൻ ചെയ്ത നമുക്ക് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഹൈ ലെവലാട്ടോ. ലോ ലെവലിൽ നമ്മൾ വല്ലാണ്ട് സെലക്ട് ചെയ്തിട്ടില്ല. വൈ? നോർമൽ ലെവലിൽ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എണീറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ കാണുന്നവർക്ക് കാര്യമായിട്ട് കിട്ടണമല്ലോ അല്ലേ. ഇപ്പോൾ കാണുന്നവർ അത് കാര്യമായിട്ട് കിട്ടുന്നത് തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നല്ല ക്വസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. സിമ്പിൾ ഈസി ടൈപ്പ് ഒക്കെ വളരെ റെയറാണ്. അത്യാവശ്യം നല്ല ലെവലുള്ള, അതോ നമ്മൾ നല്ലപോലെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് തന്നെ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് മെജോറിറ്റി, എസ്പെഷ്യലി ഫ്രം ഇലക്ട്രോ കെമിസ്ട്രി സൈഡിൽ നിന്നൊക്കെ ചെയ്തത് എന്താണ്, നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. കൈനറ്റിക്സിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ. ഓക്കെ, പിന്നെ now rate law for a reaction between substrate A and B is given ആണ് by rate is equal to K into A raised to N into B raised to M. If concentration of A is doubled and that of B is halved, the new rate as compared to the earlier rate would be. എന്താ വരിക? ഇവിടെ റേറ്റ് R1 എന്ന് പറഞ്ഞാൽ, ഇനീഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ K ഇൻറ്റു A raised to N ഇൻറ്റു B raised to M ആണ്. ഇതാണ് R1 എന്ന് പറഞ്ഞാൽ. ഓക്കെ, നൗ R2 എന്ന് നമ്മളൊരു പുതിയൊരു ചേഞ്ച് കൊടുക്കുന്നു. എന്താണ്? അവിടെ റേറ്റ് കോൺസ്റ്റൻറ്റ് മാറുന്നില്ല. നമ്മൾ കോൺസെൻട്രേഷനെ ഡബിളാക്കുക ട്രിപ്പിളൊക്കെ ചെയ്തല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർഡറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഡർ നമ്മൾ ശരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൺസെൻട്രേഷൻ്റെ മാത്രം ടേമാണ്, കോൺസെൻട്രേഷൻ്റെ മാത്രം പവറാണ്. ശരിയല്ലേ? കോൺസെൻട്രേഷൻ്റെ മാത്രം പവറാണ്. അപ്പോൾ റേറ്റിന് കോൺസെൻട്രേഷനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഓർഡർ മാറിയ റേറ്റ് കോൺസ്റ്റൻറ്റ് മാറാനൊന്നും പോകണില്ല. ഓർഡർ മാറിയ റേറ്റ് കോൺസ്റ്റൻറ്റ് ഒന്നും മാറാൻ പോകണില്ല. അപ്പോൾ കേസ് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എ ഡബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എ റേസ് ടു എൻ എന്നുള്ളത് എന്താണ്, 2A റേസ് ടു എൻ എന്നെന്താവും അല്ലേ. അപ്പോൾ എ റേസ് ടു എൻ ഞാൻ അങ്ങനെ തന്നെ എഴുതി, 2 റേസ് ടു എൻ മാറ്റി എഴുതി. ഇനി ബി എ നമ്മൾ എന്താക്കുന്നുണ്ട്, ഹാഫ് ആക്കി മാറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബി റേസ് ടു എം ഞാൻ എഴുതി ബൈ 2 റേസ് ടു എം, കാരണം ഹാഫ് ആയല്ലോ. അപ്പോൾ 2 റേസ് ടു എൻ. ഓക്കെ, വാട്ട് ഈസ് കെ ഇൻറ്റു എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എം, അത് R1 അല്ലേ, ഇൻറ്റു 2 റേസ് ടു എൻ മൈനസ് എം. സോ R2 ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു 2 റേസ് ടു എൻ മൈനസ് എം. സോ ദ ന്യൂ റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ, ദ ന്യൂ റേറ്റ് ആസ് കമ്പയർഡ് ടു ദ ഏർലിയർ റേറ്റ് വുഡ് ബി എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ വരിക, R2 എന്ന് പറഞ്ഞാൽ or R2 by R1 is equal to എന്ത് പറയാം, 2 raised to n minus m. അപ്പോൾ ഇനീഷ്യൽ റേറ്റിൻ്റെ 2 raised to n minus m ടൈംസ് ആയിട്ട് മാറും എന്ത്, ഇവിടുത്തെ അല്ലേ റേറ്റ് എത്ര ടൈംസ് ആയിട്ട് മാറി, 2 raised to n minus m ടൈംസ് ആയിട്ട് മാറി. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ NCERT-യിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇതല്ല, ഇതുപോലെ ക്വസ്റ്റ്യൻസ് ധാരാളം എന്തുണ്ട് NCERT-ൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ കാണും നിങ്ങൾക്ക്. ഓക്കെ, സോ പ്രാക്ടീസ് ചെയ്യുക, ഡൗട്ടുകൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ശരി, നൗ ക്വസ്റ്റ്യൻ നമ്പർ 19. കൺസിഡർ 3 following proposed mechanism for the overall equation 2a plus b gives 2c. അല്ല, മെക്കാനിസം 1 എന്ന് പറഞ്ഞാൽ 2a plus b gives 2c. ഇവിടെ നമ്മൾ മെക്കാനിസം വെച്ചിട്ട് റേറ്റ് പറയുന്നൊരു മെത്തേഡാണ്. കൈനറ്റിക്സിൽ പ്രത്യേകം പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണത്. ഈ കോംപ്ലക്സ് റിയാക്ഷൻസ് നമ്മൾ പഠിക്കാറുണ്ട്, മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ് ഇല്ലേ. അവിടെ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ ഒന്നിലേക്ക് സ്റ്റെപ്സ് ഉണ്ടാവും. ആ സ്റ്റെപ്സിൽ എന്താണ് നമ്മൾ പറയും, സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റൈറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയാറുണ്ട്. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റേറ്റിലെല്ലാം എഴുതും, അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഇവിടെ ചോദിച്ചതാണ് 3 following proposed mechanism for the overall reaction തന്നിട്ടുണ്ട്. ഇനിയോ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് മെക്കാനിസം പ്രെഡിക്റ്റ് എ തേർഡ് ഓർഡർ റിയാക്ഷൻ. ഈ തന്നിട്ടുള്ള മെക്കാനിസംസിൽ ഏതാണ് തേർഡ് ഓർഡറിനെ ഡിഫൈൻ ചെയ്യുക, നമുക്ക് തേർഡ് ഓർഡറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഓർഡർ തേർഡ് ഓർഡർ ആവണം. അതിന് നമ്മളിതിൽ ഏത് മെക്കാനിസം സെലക്ട് ചെയ്യുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് മെക്കാനിസം 1-ൽ 2a plus b gives 2c. ഇറ്റ്സ് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ്.
മൾട്ടി സ്റ്റെപ്പ് അല്ല, സിംഗിൾ സ്റ്റെപ്പാണ്. ഫോർ എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. സിംഗിൾ സ്റ്റെപ്പ് മീൻസ് എന്താണ്? നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് പവറായിട്ട് എടുക്കാം. എ റേസ് ടു 2 ഇൻറ്റു ബി റേസ് ടു 1. സോ ഓവറോൾ ഓർഡർ 2 + 1 ഇസ് ഈക്വൽ ടു 3. യെസ്, ഫസ്റ്റ് മെക്കാനിസം ഓക്കെയാണ്. നമുക്ക് ഓവറോൾ ഓർഡർ 3 അല്ലേ കിട്ടണ്ടേ? ഫസ്റ്റ് മെക്കാനിസം നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ശരി. നോ മെക്കാനിസം 2. 2A ഗീവ്സ് A2. K ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ K ആണ്. ആൻഡ് A2 + B ഗീവ്സ് 2C. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ സ്ലോ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇയാൾ അസ്യൂം ചെയ്യാം. ഇറ്റ് ഈസ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. സോ ഫോർ ദിസ് വാട്ട് ഈസ് റേറ്റ്? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്നാണ് വരിക. പക്ഷെ ഇവിടെ നമുക്ക് ഓർഡർ 1 + 1 എന്ന് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണെന്നറിയോ? A2 എന്നത് ഒരു റിയൽ റിയാക്ടൻ്റ് അല്ല. A2 എന്നത് എന്തല്ല? ഒരു റിയൽ റിയാക്ടൻ്റ് അല്ല. പിന്നെയോ? A2 എന്നൊരു റിയൽ റിയാക്ടൻ്റ് ആണോ? അല്ല. പിന്നെ എന്താണ് പറ? ഇവിടെ എയും ബിയും ആണ് റിയൽ റിയാക്ടൻ്റ്, സി ആണെന്ത്? പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ A2 എന്നത് എന്താണ്? അത് ആ മെക്കാനിസം ഇൻ്റർമീഡിയറ്റ് മാത്രമാണ്. മെക്കാനിസം ഇൻ്റർമീഡിയറ്റ് മാത്രമാണെന്ത്? A2. അപ്പോൾ ഒരിക്കലും ഒരു ഫൈനൽ റേറ്റിലോട് എന്ത് പാടില്ല? ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവില്ലല്ലോ. അവിടെ റിയൽ റിയാക്ടൻ്റ് റിയൽ പ്രൊഡക്റ്റ് മാത്രം മതി നമുക്ക്. അപ്പോൾ A2 കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വിലിബ്രിയം സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പിൽ വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് A2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എയുടെ സ്ക്വയർ എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് A2 ഇസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻറ്റു A റേസ് ടു 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് A2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ K ഇൻറ്റു K അനദർ കോൺസ്റ്റൻറ്റ് K ഡാഷ്, A2ൻ്റെ സ്ഥാനത്ത് A² എന്ന് വരും. A റേസ് ടു 2 ഇൻറ്റു B. ഇതാണ് ഇവിടെ എയും ബിയും എന്താണ്? റിയൽ റിയാക്ടൻസ് ആണ്. സോ ദ ഓർഡർ 2 + 1 ഇസ് ഈക്വൽ ടു 3. അതും കിട്ടി. അപ്പോൾ 1ഉം മെക്കാനിസം 2ഉം എന്താണ്? അവിടെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 3 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നൗ മെക്കാനിസം 3. 2A ഗീവ്സ് A2. A2 + B ഗീവ്സ് 2C. ഇവിടെ ഇതാണ് സ്ലോ സ്റ്റെപ്പായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഫോർ ദിസ് വാട്ട് ഈസ് റേറ്റ്? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A2 ഇൻറ്റു B. ഇവിടെയും A2 എന്താണ്? റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണ്. ഇൻ്റർമീഡിയറ്റിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വേണ്ടേ? അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇക്വിലിബ്രിയം അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? K2 ഒന്ന് K2 ഡാഷ് ആയിരിക്കും കേട്ടോ. റിവേഴ്സ് ഫോർവേഡ് K2 ബാക്ക്വേർഡ് K2 ഡാഷ് ആണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. സോ K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 2 ഇസ് ഈക്വൽ ടു K2 ഡാഷ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A2. അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് അല്ലേ? റേറ്റ് ഓഫ് ഫോർവേഡ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് അല്ലേ വരിക? റേറ്റ് ഓഫ് ഫോർവേഡ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ്. what is rate of forward? K2 into concentration of A, K2 into A raised to 2 is equal to K2 dash into concentration of A2. From this, what is A2? A2 is equal to concentration of A2 is equal to K2 by K2 dash into concentration of A square. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K ഇൻറ്റു A2 എന്താണ്? K2 by K2 ഡാഷ്. A2ൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കണം നമ്മൾ? A² കൊടുക്കണം. A² ഇൻറ്റു B. ഇവിടെയും കോൺസെൻട്രേഷൻ പവർ സം ചെയ്ത് നോക്ക്. 2 + 1 ഇസ് ഈക്വൽ ടു ഇറ്റ് ഈസ് 3. അപ്പോൾ ഈ 3 പ്രപ്പോസൽ മെക്കാനിസംസിൽ എന്താണ്? നമുക്ക് ഓർഡർ 3 ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജനറലി പറയാനുള്ള ഒരു ടേം ഉള്ളൂ. എന്തെന്നറിയാം? ഈ എന്താ പറയുക, മെക്കാനിസംസ് ഒന്നിലധികം സ്റ്റെപ്സ് ഉള്ള മെക്കാനിസമായിട്ട് നമുക്ക് തരികയാണെങ്കിൽ അതിലിപ്പോൾ ഇവിടെ ടൈപ്പിങ്ങിൽ ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏത് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനത് സ്ലോ സ്റ്റെപ്പിന് അസ്യൂം ചെയ്തിരിക്കുകയാണ്. ആ ടൈപ്പിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ക്വസ്റ്റിനിൽ തരും. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണോ നമ്മൾ അതിനെന്ത് പറയണം? റേറ്റ് ലോ എഴുതണം. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന് റേറ്റ് ലോ എഴുതുന്ന സമയത്ത് ആ റേറ്റ് ലോയിൽ ആര് പാടില്ല? ഇൻ്റർമീഡിയറ്റ് എന്നൊരാളുണ്ടാവാൻ പാടില്ല. കാരണം അത് ഇൻ്റർമീഡിയറ്റ് വന്ന് പോയി ചെയ്യും. നമുക്കതിൻ്റെ എമൗണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ എപ്പോഴും റിയൽ ഫൈറ്റേഴ്സ് മതി എന്ന് പറയില്ലേ, റിയൽ റിയാക്ടൻസ് മതി, റിയൽ പ്രോഡക്ട്സ് മതി. ഓക്കെ, അപ്പോൾ നമുക്ക് റിയൽ റിയാക്ടൻ്റ് എ ഉണ്ട് ബി ഉണ്ട്, ആ രണ്ടാൾ മതി എന്തിന്, നമ്മുടെ റേറ്റ് ലോയിൽ. അവരുടെ കോൺസെൻട്രേഷൻ്റെ പവറിലാണ് റേറ്റ് ലോ നമ്മൾ പറയേണ്ടത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന് റേറ്റ് ലോ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം, ആ ഇൻ്റർമീഡിയറ്റിനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റെപ്പിനെ അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, റേറ്റ് കോൺസ്റ്റൻ്റെ ടൈമിൽ ആ ഇൻ്റർമീഡിയറ്റിൻ്റെ കോൺസെൻട്രേഷനെ റിയൽ റിയാക്ടൻ്റ് ടൈമിൽ ഡിഫൈൻ ചെയ്യണം. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ കിട്ടിയോ? ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 20. Question number 20. Energies for forward and reverse reactions. Energy for the forward and backward reactions given ആണ്. ഫോർവേഡിൻ്റെ ആക്ടിവേഷൻ എത്രയാണ്, 180 കിലോ ജൂളാണ്. ബാക്ക്വേർഡിൻ്റെ ആക്ടിവേഷൻ എത്രയാണ്, 200 കിലോ ജൂളാണ് പെർ മോൾ റെസ്പെക്റ്റീവ്ലി. The presence of catalyst lowers activation energy for both forward and reverse reactions by 100 kilojoule. The enthalpy change for the reaction A2 plus B2 is 2AB in presence of catalyst will be. ഇത് വെരി സിമ്പിൾ കേസാണ്. അവിടെ ഫോർവേഡിൻ്റെത് 180യും ബാക്ക്വേർഡിൻ്റെത് 200ഉമാണ് എന്ത്, ആക്ടിവേഷൻ. അപ്പോൾ അത് ഏത് ടൈപ്പാണ് റിയാക്ഷൻ വരിക, ഫോർവേഡിൻ്റെത് 180 ആണ് എന്ത്, ആക്ടിവേഷൻ എനർജി വന്നിട്ടുള്ളത്. ബാക്ക്വേർഡിൻ്റെതോ ഇറ്റ് ഈസ് 200 ആണ് കിലോ ജൂളിൽ വന്നിട്ടുള്ളത്. ഇതാണ് റിയാക്ഷൻ. ഇത് എക്സോ എൻഡോയാ, ഇറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ്റെ ഗ്രാഫാണ്. നമുക്ക് രണ്ട് ഫോർമാറ്റ് എങ്ങനെയുണ്ടാവും, പിന്നെ ഈ ഒരു ഫോർമാറ്റും ഉണ്ടാവും. എക്സോയും ഉണ്ട് എൻറ്റോയും ഉണ്ട്, എക്സോയും ഉണ്ട് എൻറ്റോയും ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ 180 ആൻഡ് 200 കിലോ ജൂള്. ദിസ് ഈസ് ആക്ടിവേഷൻ എനർജി ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ, ദിസ് ഈസ് ആക്ടിവേഷൻ ഫോർ ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഒന്നുകൂടെ മാറ്റി വരക്കാം. യെസ്, ലൈക്ക് ദിസ്. ഇനി കളർ ചെയ്യാം. ഇറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ്റെ എത്രയാണ്, 180. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എത്രയാണ്, ഇറ്റ് ഈസ് 200. ഇവിടെ വലിയൊരു കോൺസെപ്റ്റ് നമ്മുടെ ക്വസ്റ്റിൽ നമ്മോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ കാറ്റലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ആക്ടിവേഷൻ ലോവേർഡ് ബൈ 100 കിലോ ജൂൾ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാറ്റലിസ്റ്റ് പ്രൊവൈഡ് അൻ ഓൾട്ടർനേറ്റ് പാത്ത്, എന്ന് പറയാറില്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ കാറ്റലിസ്റ്റിൻ്റെ പാത്ത് ഏതാ വരിക, ഇതാണ് കാറ്റലിസ്റ്റിൻ്റെ പാത്ത് വരിക. ഇവിടെ കാറ്റലിസ്റ്റിൻ്റെ പാത്ത് വന്നപ്പോൾ ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും ആക്ടിവേഷൻ ഒരുപോലെ കുറഞ്ഞിട്ടുണ്ട്. സോ -100 ആണ് ഇവിടെ കുറച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർവേഡിൻ്റെ ആക്ടിവേഷൻ ന്യൂ ആക്ടിവേഷൻ എത്രയാണ്, ഫോർവേഡ് ഇറ്റ് ഈസ് വെറും 80 ഉള്ളൂ. ബാക്ക്വേർഡ് എത്രയാ, ഇറ്റ് ഈസ് 200 പോയ ബാക്കി 100 ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാറ്റലിസ്റ്റ് വന്നപ്പോൾ ആക്ടിവേഷൻ എനർജി റിക്വയർമെൻറ്റ് റെഡ്യൂസ് ചെയ്യപ്പെട്ടു, കുറഞ്ഞിട്ടുണ്ട്. കേട്ടില്ലേ? പക്ഷെ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ, ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് ചോദിച്ചത്. എൻതാൽപ്പി ചേഞ്ച്, ഈ എൻതാൽപ്പി ചേഞ്ച് ആക്ച്വലി എന്താ, വാട്ട് ഈസ് എൻതാൽപ്പി ചേഞ്ച് ആക്ച്വലി? ഇറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടൻ്റ്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടൻ്റ് ആണ്. അപ്പോൾ കാറ്റലിസ്റ്റ് വന്നാലും പോയാലൊന്നും ആർക്ക് കുഴപ്പമില്ല, ഡെൽറ്റ എച്ചിന് പ്രശ്നമില്ല. അതെന്ത് തന്നെയാണ്, അത് ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ആ വാല്യൂ എന്താണ്, ഈ ഒരു ഗ്യാപ്പാണ്, ഈ ഒരു ഗ്യാപ്പ്. അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇൻ ദി ആബ്സൻസ് ഓഫ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ 200 ആണ് പ്രൊഡക്റ്റിൻ്റെ മൈനസ് റിയാക്ടൻ്റ്. ഈ ഗ്യാപ്പ് കാണാൻ മറ്റൊരു ഫോർമാറ്റ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പൊട്ടൻഷ്യൽ എനർജി കർവിൽ റിയാക്ടൻറ്റിൻ്റെ എനർജിയും പ്രൊഡക്റ്റിൻ്റെ എനർജി അറിയണം. അത് തന്നിട്ടില്ല, നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് പല ഫോർമാറ്റിൽ എഴുതാം. ഒരു ഫോർമാറ്റ് എന്താണ്, എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മീൻസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അത് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് വേണ്ടത് ഈ ഗ്യാപ്പാണ് വേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ ഈ 200 എന്ന ഗ്യാപ്പില്ലേ, അതിന് ഈ ഗ്യാപ്പ് 180 എന്ന ഗ്യാപ്പ് മൈനസ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ ഫോർ ദ ഇത് എക്സോയോ എൻഡോ അല്ലേ. സോ ഫോർവേഡ് മൈനസ് ആക്ടിവേഷൻ ഫോർ ദ ബാക്ക്വേർഡ്. അങ്ങനെ ചെയ്ത് നോക്ക്. ഓർ ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് മൈനസ് ആക്ടിവേഷൻ ഫോർ ദ ബാക്ക്വേർഡ് ഇൻ ദി പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. രണ്ടായാലും നമുക്ക് എത്ര വാല്യൂ സെയിം ആണെന്ന് നോക്ക്. ഇവിടെ എൻതാൽപ്പി പ്രൊഡക്റ്റ് റിയാക്ഷൻ നമുക്ക് തന്നിട്ടില്ല കേട്ടോ. ഫോർ ഫോർവേഡ് ഇൻ ദ ആബ്സൻസ് ഓഫ് കാറ്റലിസ്റ്റ് 180 ആണ്. 180 മൈനസ് ഇറ്റ് ഈസ് 200.
ഇറ്റ് ഈസ് -20 അല്ലേ. ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഇറ്റ് ഈസ് 80 - 100. രണ്ടായാലും വാല്യൂ എത്രയാ? -20. ദിസ് എക്സോതെർമിക് റിയാക്ഷൻ എനർജി ലോവേർഡ് ബൈ 20 കിലോ ജൂൾ ആയിരിക്കും. സോ എന്താൽപ്പി ചോദിച്ചത് എത്രയാ? 20 -20. അപ്പോൾ ആൻസർ അല്ലേ ഇറ്റ് ഈസ് ലോവേർഡ് ബൈ ഓർ എന്താൽപ്പി ചേഞ്ച് എത്രയാ? 20 ആയിരിക്കും ആൻസർ. ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ കാറ്റലിസ്റ്റ് വന്നാലും പോലും എന്ത് മാറുന്നില്ല? ഡെൽറ്റ എച്ച് മാറുന്നില്ല. അതെന്താ മാറാത്തത്? അപ്പം നമ്മൾ പറയും ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും ഡെൽറ്റ ജിയും അത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും മാറാണ്ട് എന്ത് മാറില്ല? ഡെൽറ്റ എച്ചോ ഡെൽറ്റ എസോ മാറില്ല. ശരിയല്ലേ? ആ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. എന്നാൽ കാറ്റലിസ്റ്റോ ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റ് മാറ്റുന്നില്ല, പകരം പാത്താണ് മാറ്റുന്നത്. പാത്ത് ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ തെർമോലി. അപ്പോൾ ഡെൽറ്റ എച്ചോ ഡെൽറ്റ എസോ ഡെൽറ്റ ജിയോ മാറില്ല കാറ്റലിസ്റ്റ് വന്നാൽ. അവിടെ ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റ് മാറുന്നില്ല. അപ്പോൾ കാറ്റലിസ്റ്റിന് അവിടെ വാല്യൂ മാറ്റാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഈ ഡെൽറ്റ ജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കണക്റ്റഡാണ്. ഡെൽറ്റ ജി ഇസ്ഇക്വൽ ടു -2.03 RT log KC. ഡെൽറ്റ ജി മാറിയാലേ കെ സി മാറുള്ളൂ. അപ്പോൾ കാറ്റലിസ്റ്റ് വന്നാൽ ഡെൽറ്റ ജി മാറുന്നില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറില്ല. അപ്പോൾ റിയാക്ഷനിലേക്ക് കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ ഡെൽറ്റ എച്ച് മാറില്ല, ഡെൽറ്റ ജി മാറില്ല, ഡെൽറ്റ എസ് മാറില്ല, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറില്ല. പിന്നെ എന്ത് മാത്രം മാറുക? ആക്ടിവേഷൻ മാറുന്നതുകൊണ്ട് റേറ്റ് കോൺസ്റ്റന്റ് മാറും. വാട്ട് ഈസ് റേറ്റ് കോൺസ്റ്റന്റ്? K = A × e⁻ EA/RT. അതുകൊണ്ട് റേറ്റ് കോൺസ്റ്റന്റ് മാറും. കൈനറ്റിക്സിൽ മാത്രം റോളുള്ള ഒരാളാണ് അത് കാറ്റലിസ്റ്റ്. ഇക്വിലിബ്രിയത്തിനും റോളില്ല, തെർമോലും റോളില്ല. മനസ്സിലായോ? ഡെൽറ്റ ജി മാറില്ല, ഡെൽറ്റ എച്ച് ഡെൽറ്റ എസ് കെ സി മാറില്ല. അതുകൊണ്ട് എന്താ, ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനിലേക്ക് നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ ഒരു യൂസും ഇല്ല. ഡെൽറ്റ ജി മാറ്റാൻ കഴിയില്ലല്ലോ. ഓക്കെ, ഒരു റിയാക്ഷൻ്റെ കെ സി വാല്യൂ വെരി 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 ലോ എന്ന് വിചാരിക്കുക. മീൻസ് ലോ എക്സ്റ്റെൻഡ്. ആ കെ സി 10⁻³ നിങ്ങൾ കുറവാണ്. മീൻസ് പിന്നെന്താ പറയുക, കെ സി ടു സ്മോളാണ്. അതിലേക്ക് നമ്മൾ കാറ്റലിസ്റ്റ് ആണല്ലോ, വേസ്റ്റാ, ഒരു യൂസും ഇല്ല. പിന്നെ കാറ്റലിസ്റ്റ് കൂടെ യൂസ് ചെയ്യുക, ഈ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് അല്ലേ, അത് ചിലത് സ്ലോ ആയിരിക്കും. സ്പോണ്ടേനിയസ് റിയാക്ഷൻസിൽ ഹൈ എഫിഷ്യൻസി ഉള്ള ഹൈ എക്സ്റ്റൻഡൽ റിയാക്ഷൻസ് ഉണ്ടാവും. 90% ഈൽഡൊക്കെ തരുന്ന റിയാക്ഷൻസ് ഉണ്ടാവും, പക്ഷേ സ്ലോ ആയിരിക്കാം. അപ്പോൾ സ്ലോ സ്പോണ്ടേനിയസ് വിത്ത് ഹൈ എഫിഷ്യൻസി, ഈ ഒരു കേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാം. അവിടെ മാത്രമേ കാറ്റലിസ്റ്റിന് യൂസ് ഉള്ളൂ. ഇവിടെ കിട്ടിയോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്പർ കിട്ടി. ഇതുമായിട്ട് റിലേറ്റഡ് നമ്മൾ കൂടുതൽ തിയറീസ് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ആ ക്ലാസ്സുകൾ വേണ്ട ഒരു ചില ക്വസ്റ്റ്യൻസൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നല്ല തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യാം? ഇനി വേണ്ടവർ ഫിറ്റ് ചെയ്ത് കണ്ടോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദെൻ ലീവ് ചെയ്യട്ടെ. നല്ലപോലെ പഠിക്കുക. ഈ പ്രാവശ്യം തന്നെ നല്ല സ്കോർ ചെയ്യണം. മെയിൻ ഫോളോഡ് ബൈ അഡ്വാൻസ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് നല്ലൊരു കോളേജിലേക്ക് എത്തിപ്പോട്ടെ കേട്ടോ. കേട്ടല്ലോ? ദെൻ ബൈ. ഓക്കെ, ബൈ.